ബൽറാമോ? ശരിക്കും? ബൽറാം കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് ബൽറാം. നഗരത്തിന്റെ പകുതി റിയൽ എസ്റ്റേറ്റ് മേഖലയും കൈകാര്യം ചെയ്യുന്നത് ബൽറാം ഒറ്റയ്ക്കാണ്. അവന്റെ പിന്തുണയില്ലാതെ ആർക്കും ആ നഗരത്തിൽ കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അവനെ ഒരു ലെജൻഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ബൽറാം ഇനി നിനക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ എന്ത്? അദ്ദേഹം എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു? അതെ, നമ്മുടെ ടൈഗർ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ബൽറാം. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ അവൻ നിന്നെ സഹായിക്കും. പക്ഷേ നിന്നെ നേരിട്ട് കണ്ട് കുറച്ച് സംശയങ്ങൾ തീർക്കാതെ അവൻ അതിന് തയ്യാറാകില്ല. നമുക്ക് സഫയർ ക്ലബിൽ വെച്ച് ഇന്ന് രാത്രി കാണാം. അയ്യോ, ഈ സഫയർ ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ നഗരത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലബ്ബ് അല്ലേ? അവരെന്നെ അതിന്റെ അകത്തേക്കൊന്നും കേട്ടില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ആ ക്ലബ്ബ് എന്റേതാണ്. നിന്നെ ആരും അകത്തേക്ക് കയറ്റാതിരിക്കില്ല. നീ ഇപ്പോൾ ടൈഗറാണ്, ഇവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി. പക്ഷേ ഞാനിപ്പോഴും ബോസ് ആയിട്ടില്ലല്ലോ. ഒഫീഷ്യലി അല്ലായിരിക്കാം, പക്ഷെ ബൽറാം നിന്നെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ച് ടൈഗർ ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് നീ എളുപ്പത്തിലെത്തും. മനസ്സിലായോ? മനസ്സിലായി, ഞാൻ അവിടെ എത്തിയേക്കാം. മനസ്സിൽ ഒരുപാട് ആശങ്കകൾ കടന്നു പോകുന്നുണ്ടായിരുന്നുവെങ്കിലും രണ്ടും കൽപ്പിച്ചവൻ ഒരു ക്യാമ്പ് പിടിച്ച് സഫയർ ക്ലബിലേക്ക് ചെന്നു. ഡോറിന്റെ അടുത്തേക്ക് അവൻ പതുക്കെ നടന്നു ചെന്നതും ഒരു ബൗൺസർ വന്ന് അവന്റെ തോളിൽ പിടിച്ചു വലിച്ചു. എങ്ങോട്ടാണ് ചോദിക്കാതെ കയറി പോകുന്നത്? ഇന്നിവിടെ ഒരു പ്രൈവറ്റ് ഇവന്റ് നടക്കുകയാണ്. വെറുതെ അങ്ങ് കയറി പോകാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിന്നെ പോലുള്ളവന്മാർക്ക്. കളിയാക്കിക്കൊണ്ടാണ് അവൻ അത് പറഞ്ഞത്. 6 അടിക്ക് മുകളിൽ ഉയരമുള്ള അവന്റെ ഭീമാകാരമായ ശരീരം അഭിനവ് നോക്കി നിന്നു. ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വന്നതാണ്. വിക്രം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഇതിന്റെ ഉടമസ്ഥൻ. കേട്ടിട്ടുണ്ട്, കുറെ കേട്ടിട്ടുണ്ട്. അങ്ങോട്ട് മാറി നിൽക്കടാ. ഈ സമയം പുറകിൽ നിന്നും പരിചിതമായ ചില ശബ്ദങ്ങൾ അവൻ കേട്ടു. അത് ദേവന്റെയും തന്റെ മുൻ കാമുകി വൈഷ്ണവിയുടേതുമായിരുന്നു. ആരാതെന്ന് നോക്കിയ വൈഷ്ണവി, നിന്റെ ദുരന്തം പിടിച്ച കാമുകൻ. മിണ്ടാതിരിക്കും ദേവ. ഇവൻ എന്റെ ബോയ് ഫ്രണ്ടും അല്ല, എക്സ് ബോയ് ഫ്രണ്ടും അല്ല. പാവം തോന്നി 1-2 തവണ ഇവന്റെ കൂടെ പുറത്തു പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ദേവനും വൈഷ്ണവിയും സഫയർ ക്ലബിന്റെ ഡോറിന്റെ മുന്നിലേക്ക് വന്നു നിന്നത്. ശരീരത്തിന്റെ വടിവുകൾ മുഴുവൻ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വസ്ത്രമാണ് വൈഷ്ണവി ധരിച്ചിരുന്നത്. ദേവനാകട്ടെ അതിമനോഹരമായ വസ്ത്രവും ഒരു ഗോൾഡ് ചെയിനും ധരിച്ചിരുന്നു. അവർ അടുത്തേക്ക് വരുന്തോറും അഭിനവിന്റെ കൈ തരിച്ചു വരുന്നുണ്ടായിരുന്നു. എടാ ദേവ, നിന്നെ പോലെ അത്രയ്ക്ക് ദുരന്തം പിടിച്ച് ഒരുത്തരൊന്നും അല്ല ഞാൻ. അയ്യോ, ആണോടാ കൂട്ടാ? ഞാനാണോ ദുരന്തം പിടിച്ചവൻ? ഇതാരാ പറയുന്നത്? ക്ലബിന്റെ അകത്തേക്ക് പോലും കയറാൻ യോഗ്യതയില്ലാത്തവൻ. എടാ അഭിനവ്, നീ കുടിച്ചിട്ടുണ്ടോ? ദേവിന്റെ അടുത്ത് സംസാരിക്കുമ്പോ മര്യാദയ്ക്ക് സംസാരിക്കണം. അല്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഡെലിവറി വല്ലതും ചെയ്യാൻ വന്നതാണോ? ഇത്തവണ ദേവന്റെ വാക്കുകൾ അഭിനവിന് ശരിക്കും കൊണ്ടു. തന്റെ കൈ തിരുമ്മിക്കൊണ്ട് അവൻ ദേവനെ നോക്കി. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അത് കേട്ടതും പകയോടെ അവൻ അഭിനവിന്റെ മുന്നിലേക്ക് കയറി നിന്നു. നിനക്ക് ചാകാൻ അത്രയ്ക്ക് കൊതിയായോടാ? നിന്നെ കൊണ്ടിടേണ്ട സ്ഥലത്തിടാൻ എനിക്കറിയാം. ഞാനത് ചെയ്യണോ? നിനക്ക് അത്രയ്ക്കുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കടാ. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായതും ബൗൺസർ ഇടയിൽ കയറി. മതി, നിർത്ത് രണ്ടുപേരും. ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതെ എത്രയും വേഗം നീ പുറത്തേക്ക് പോകണം. അഭിനവിനെ നോക്കിയാണ് അയാൾ അത് പറഞ്ഞത്. ഇതും പറഞ്ഞ അയാൾ അഭിനവിന്റെ തോളിൽ കൈവച്ചതും പെട്ടെന്ന് വില കൂടിയ ഒരു കാർ അവിടെ കൊണ്ട് ചവിട്ടി നിർത്തി. ആ കാറിൽ നിന്നും വിക്രം പുറത്തേക്ക് ഇറങ്ങി. വിക്രമിനൊപ്പം തന്നെ ബൽറാമും ഉണ്ടായിരുന്നു. അഭിനവിന്റെ തോളിൽ ബൗൺസർ കൈ വെച്ചിരിക്കുന്നത് കണ്ടതും വിക്രമിന്റെ മുഖം മാറി. അവൻ വേഗത്തിൽ അങ്ങോട്ട് വന്നു. എന്താണ് നീ ചെയ്യുന്നത്? ഇവൻ എന്നെ കാണാൻ വന്നതാണ്. മാറി നിൽക്കങ്ങോട്ട്, യൂസ്ലെസ്. ബൗൺസർ പേടിച്ച് മാറി നിന്നു. വിക്രമിനൊപ്പം അകത്തേക്ക് പോകുന്ന സമയത്ത് അഭിനവ് ഒരു ചിരിയോടെ ദേവനെയും വൈഷ്ണവിയെയും നോക്കി. അവർ വായും പൊളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് പോകുന്നതിന് മുൻപ് വിക്രം ഒന്ന് നിന്നതിന് ശേഷം തിരിഞ്ഞ് ബൗൺസറിനെ നോക്കി. ഓ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നാളെ മുതൽ നീ ജോലിക്ക് വരണ്ട. അത് കേട്ടതും ആ ബൗൺസർ തലയിൽ കൈവച്ചു. ഈ സമയം വിക്രമും അഭിനവും ബൽറാമിനൊപ്പം ക്ലബിന്റെ അകത്തേക്ക് കയറി. 100 കണക്കിന് ആളുകൾ ക്ലബിനുള്ളിൽ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ആ മനോഹരമായ സ്ഥലം കണ്ട് അത്ഭുതപ്പെട്ട അഭിനവ് ചുറ്റും നോക്കി നിന്നു. ഡാൻസ് ഫ്ലോറിൽ നിന്നുള്ള സംഗീതം അവിടെയാകെ പടർന്നു കഴിഞ്ഞിരുന്നു. വിക്രം അഭിനവിനെയും ബൽറാമിനെയും കൊണ്ട് സ്വകാര്യമായ ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്നു. അവിടെ ഇരുന്നാൽ ക്ലബിലെ മുഴുവൻ കാഴ്ചയും കാണാമായിരുന്നു. വിക്രം ഒന്ന് വിരൽ ഞൊടിച്ചതും വെയിറ്റർ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. ഏറ്റവും വില കൂടിയ ഷാമ്പയിൻ തന്നെ വിക്രം കൊണ്ടുവരാൻ പറഞ്ഞു. അത് കേട്ടതും ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അയാൾ പോയി. സെക്കൻഡുകൾക്കുള്ളിൽ അവർ പറഞ്ഞ കുപ്പി അവരുടെ മുന്നിലെത്തി. അതിൽ സൈഫർ ക്ലബിന്റെ ലോഗോ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഗ്ലാസിലേക്ക് ഷാമ്പയിൻ പകർന്നു നൽകിയതിനു ശേഷം വെയിറ്റർ അവിടെ നിന്നും പോയി. ഗ്ലാസ് ഉയർത്തി വിക്രം അഭിനവിന് നേർക്ക് തിരിഞ്ഞു. ഇനി നിന്റെ സമയമാണ്, തുടങ്ങിക്കോ. ബഹുമാനത്തോടെ അഭിനവ് ബൽറാമിനെ നേർക്ക് നോക്കി. ബൽറാം സർ, താങ്കളെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ പേര് അഭിനവ് രജപുത്ര. ഞാനാണ് ടൈഗർ. എന്നാൽ പുച്ഛത്തോടെയാണ് ബൽറാം അവനെ നോക്കിയത്. നീയാണോ സഞ്ജയുടെ മകൻ? എനിക്കത്ര വിശ്വാസം തോന്നുന്നില്ല. ബൽറാം, വിശ്വസിക്കണം. ഇനി കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആകണം. അവന്റെ അച്ഛന്റെ പാരമ്പര്യം അഭിനവ് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ സഹായം വേണം. എന്നാൽ അതിന് മറുപടിയായി ബൽറാം ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. വിക്രമിനും അഭിനവിനും കാര്യം മനസ്സിലായില്ല. സോറി, അറിയാതെ ചിരിച്ചു പോയതാണ്. ഒരു ഗ്ലാസ് ഷാമ്പയിൻ കുടിച്ചതിന് ശേഷം അവൻ അഭിനവിനെ നോക്കി. നീ എന്താ കരുതിയത്? ടൈഗർ ആണെന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങോട്ട് വന്ന് കയറിയാൽ ഞങ്ങൾ എല്ലാം എടുത്ത് നിനക്കങ്ങ് തരുമെന്നോ? ഇപ്പൊ തരാ. ബൽറാം, അവന്റെ കയ്യിൽ ആ മോതിരം ഉണ്ട്. ബൽറാം അവന്റെ കയ്യിലേക്ക് നോക്കി. കയ്യിൽ മോതിരം കിടക്കുന്നു.
നടക്കുന്നു എന്ന് കരുതി കാര്യമില്ല. നീ പറയുന്നത് പോലെ ടൈഗർ ആണ് നീയെങ്കിൽ അത് തെളിയിക്കേണ്ട നിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ എങ്ങനെയാണ് തന്റെ ഐഡന്റിറ്റി തെളിയിക്കേണ്ടതെന്ന് അഭിനവിന് അറിയില്ലായിരുന്നു. എന്താണ് സാറിന്റെ മനസ്സിലുള്ളത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് മറുപടിയായി ബൽറാം ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പരസ്പരം റിംഗിലൊന്ന് ഏറ്റുമുട്ടാം. ആയുധങ്ങളില്ല, ഒന്നുമില്ല, ഒള്ളി ഫയർ ഫൈറ്റ്. നീ വിജയിച്ചാൽ ടൈഗർ ഗ്രൂപ്പ് തിരിച്ചു പിടിക്കാൻ നിന്നെ ഞാൻ സഹായിക്കും. തോറ്റാൽ ഇവിടം വിട്ട് ഓടിപ്പൊക്കണം. സമ്മതമാണോ? ബൽറാമിനെ പോലെ ഒരാളെ തന്റെ ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി മത്സരിച്ച് തോൽപ്പിക്കുന്നതിനെ കുറിച്ച് അഭിനവ് ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. ഇതെന്തെങ്കിലും റിവേഴ്സ് സൈക്കോളജിയുടെ ഭാഗമാണോ എന്ന് അവൻ ചിന്തിച്ചു. എന്താണ് ശരിയായ തീരുമാനമെന്ന് അപ്പോൾ അഭിനവിന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല. പരസ്പരം ഒരു പോരാട്ടമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ ബെസ്റ്റ് തന്നെ ഞാൻ കൊടുത്തിരിക്കും. അഭിനവ് ഇരുന്ന സ്ഥലത്ത് നിന്നും ചാടി എഴുന്നേറ്റു. ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് മത്സരിക്കാം. ബൽറാമിന്റെ കണ്ണുകളിൽ നോക്കിയാണ് അഭിനവ് അത് പറഞ്ഞത്. സഫയർ ക്ലബിന്റെ ഒത്ത നടുക്ക് വെച്ച് തന്നെ പരസ്പരം പോരടിക്കാൻ അഭിനവ് തയ്യാറായിരുന്നു. എന്നാൽ പെട്ടെന്ന് വിക്രം ഇടയിൽ കയറി. ഹേ, രണ്ടുപേരും ഒന്ന് അടങ്ങ്. ഇത് നൈറ്റ് ക്ലബ്ബാണ്. താഴെ ഒരു റിംഗ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. വിക്രം പറഞ്ഞതുപോലെ അഭിനവും ബൽറാമും ബേസ്മെന്റിലുള്ള റിംഗിനടുത്തേക്ക് നടന്നു. അവിടെ എത്തിയതും ബൽറാം തന്റെ കോട്ട് അഴിച്ചു മാറ്റി. ഒരു ചിരിയോട് കൂടി അവൻ അഭിനവിനെ നോക്കി. ഞാൻ ഇതുവരെ ഒരു മത്സരവും തോറ്റിട്ടില്ല. നീ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടാട്ടെ. ബൽറാം ഒരു പുഞ്ചിരിയോട് കൂടി റിംഗിനുള്ളിലേക്ക് പ്രവേശിച്ചു. പൊക്കം കൊണ്ടും ശരീരം കൊണ്ടും അഭിനവിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നു ബൽറാം. അവന്റെ താടിയെല്ലും മസിലുകളും എല്ലാം അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. ബൽറാമിന് പിറകെ അഭിനവും റിംഗിലേക്ക് പ്രവേശിച്ചു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. പക്ഷേ എനിക്ക് ലക്കിന്റെ ആവശ്യമില്ല. വിഖ്യാതനായ ബൽറാമിനെ റിംഗിനുള്ളിൽ ഇടിച്ചു തോൽപ്പിച്ച ചരിത്രം എഴുതുക എന്ന ലക്ഷ്യമായിരുന്നു അഭിനവിനുണ്ടായിരുന്നത്. തന്റെ അച്ഛന് വേണ്ടി അവൻ അതിന് തയ്യാറായി. ഒരു നിമിഷം പോലും പാഴാക്കാതെ ബൽറാം അഭിനവിന് നേർക്ക് കുതിച്ചു. ബൽറാമിന്റെ ആദ്യത്തെ പഞ്ചിൽ നിന്നും തന്നെ മുടിനാടിരയ്ക്ക് അഭിനവ് രക്ഷപ്പെട്ടു. അടുത്തതായി ബൽറാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രോപ്പർ കിക്കിൽ നിന്നും പുറകിലേക്ക് വളഞ്ഞ് അഭി രക്ഷപ്പെട്ടു. ആഹാ, കൊള്ളാലോ. അപ്പോൾ എങ്ങനെ നിലത്ത് ചവിട്ടി കളിക്കണമെന്ന് നിനക്കറിയാം. പക്ഷേ എങ്ങനെ പഞ്ച് ചെയ്യണമെന്ന് നിനക്കറിയാമോ? പറ്റുമെങ്കിൽ ദാ ഇവിടെ ഇടിക്ക്, ഇവിടെ. തന്റെ താടിയലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ബൽറാം അഭിനവിനോട് ഇത് ചോദിച്ചത്. ശരിക്കും ബൽറാം തനിക്കൊരു അവസരം തരുന്നതാണോ എന്ന് അഭിനവ് ഒരു നിമിഷം ആലോചിച്ചു. കൂടുതൽ ചിന്തിക്കാതെ അഭിനവ് ബൽറാം വിരിച്ച വലയിലേക്ക് എടുത്തു ചാടി. ബൽറാമിനെ ഇടിക്കാൻ വേണ്ടി അഭിനവ് മുന്നോട്ട് പോയതും പെട്ടെന്ന് ബൽറാം അവന്റെ കൈ പിടിച്ച് പുറകിലേക്ക് വലിച്ച് അവന്റെ മുഖത്ത് തന്നെ പഞ്ച് ചെയ്തു. ആ ഇടി കൊണ്ടതും തല മുഴുവൻ കറങ്ങുന്നത് പോലെ അഭിനവിന് തോന്നി. മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ ബൽറാം അഭിനവിനെ കഴുത്തിൽ തൂക്കി നിലത്തടിച്ചു. ശ്വാസം കിട്ടാതെ അഭിനവ് പിടഞ്ഞു. റൂൾ നമ്പർ 1, എതിരാളിയെ ഒരു സാഹചര്യത്തിലും വിശ്വസിക്കരുത്. ശ്വാസം കിട്ടാതെ അഭിനവ് ബൽറാമിന്റെ മുഖത്തൊക്കെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. എന്നാൽ ബൽറാം പിടി കൂടുതൽ ടൈറ്റ് ആക്കിയതേയുള്ളൂ. അഭിനവിന്റെ ശക്തി പതുക്കെ ചോർന്നൊലിക്കാൻ തുടങ്ങി. അവന് കാഴ്ച മങ്ങും പോലെ തോന്നി. പെട്ടെന്ന് അവന്റെ അച്ഛന്റെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങി. നീ അവനോട് പ്രതികാരം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുതാ മോനെ, എനിക്ക് ഉറപ്പുതാ. പെട്ടെന്ന് അഭിനവ് കണ്ണുകൾ തുറന്നു. ഈ സമയം അഭിനവിനെ തീർക്കാനുള്ള മൂവിന് തയ്യാറെടുക്കുകയായിരുന്നു ബൽറാം. നീ തീർന്നടാ, നീ തീർന്നു. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. തന്നിൽ അവശേഷിച്ചിരുന്ന അവസാനത്തെ എനർജിയും സംഭരിച്ചുകൊണ്ട് അവൻ ആ നിമിഷത്തിന് വേണ്ടി തയ്യാറെടുത്തു. ഒന്നുകിൽ താൻ, അല്ലെങ്കിൽ ബൽറാം. ആ ഒരു അവസ്ഥയിൽ അവൻ ആ നീക്കം നടത്തി. ബൽറാം തനിക്ക് മേൽ ചെലുത്തിയിരുന്ന ഭാരം ചെറുതായിട്ടൊന്ന് കുറച്ചതും ആ അവസരം മുതലെടുത്തുകൊണ്ട് അഭിനവ് ശക്തിയായി കറങ്ങി. അതോടുകൂടി ബൽറാമിന്റെ ബാലൻസ് തെറ്റി. ഈ അവസരം കൊണ്ട് ബൽറാമിന്റെ നെഞ്ചിന് മുകളിൽ കയറിയ അഭിനവ് അവന്റെ നെഞ്ചിൽ കൂടി തന്നെ ഇടിച്ചു. ശ്വാസം കിട്ടാതെ ബൽറാം പിടഞ്ഞു. കൊള്ളാം. റൂൾ നമ്പർ 2 നിനക്കറിയാം. എപ്പോഴും എതിരാളിയേക്കാൾ ഒരടി മുന്നിൽ നിൽക്കുക. അപ്പോഴും പോരാട്ടം അവസാനിച്ചിരുന്നില്ല. തോൽക്കാതിരിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. മത്സരം മുന്നോട്ട് തന്നെ പോയി. ബൽറാം പതുക്കെ തോൽക്കാൻ വേണ്ടി തുടങ്ങി. ബൽറാം അഭിനവിനെ പഞ്ച് ചെയ്യാൻ വേണ്ടി കുറച്ചധികം ശ്രമങ്ങൾ നടത്തി. എന്നാൽ അവിടെ നിന്നെല്ലാം വേഗത കൊണ്ട് അഭിനവ് ഒഴിഞ്ഞു മാറി. തിരിച്ച് പഞ്ചുകൾ കൊടുത്തുകൊണ്ടിരുന്നു. ബൽറാമിന്റെ ശ്വാസം വേഗത്തിലാകാൻ തുടങ്ങി. ഈ അവസരം മുതലെടുത്തുകൊണ്ട് അഭിനവ് ബൽറാമിന്റെ താടിയിൽ തന്നെ ഒരു കിടിലൻ പഞ്ച് കൊടുത്തു. മുന്നോട്ടാഞ്ഞ് ബൽറാം അഭിനവിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും വേഗത കൊണ്ട് അവൻ ഒഴിഞ്ഞു മാറി കാലുകൊണ്ട് ഒരു സർക്കിൾ വരച്ച് ബൽറാമിന്റെ ബാലൻസ് തെറ്റിയെന്ന് അവൻ ഉറപ്പാക്കി. ബൽറാം തറയിലേക്ക് വീണു. ഒരു നിമിഷം പാഴാക്കാതെ അഭിനവ് തന്റെ കാൽ അവന്റെ ശരീരത്തിൽ ചവിട്ടി വെച്ചു. തോൽവി സമ്മതിക്കൂ മിസ്റ്റർ ബൽറാം. കളി കഴിഞ്ഞു. ആദ്യമായിട്ട് തോറ്റതിന്റെ നിരാശ ബൽറാമിന്റെ മുഖത്ത് ഉണ്ടായിരുന്നുവെങ്കിലും അവന്റെ മുഖത്ത് അഭിമാനം നിറഞ്ഞ ഒരു ഭാവം കൂടി ഉണ്ടായിരുന്നു. അപ്പോ ശരിക്കും നീ ടൈഗർ തന്നെയാണല്ലേ? ലെജൻഡായ ബൽറാമിനെ താൻ തോൽപ്പിച്ചു എന്ന് അഭിനവിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും കൈകൊടുത്തു. വിക്രം കൈയടിച്ച് സന്തോഷം പങ്കുവച്ചു. അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ അഭിനവ്. നാളെ നീ എന്റെ ഓഫീസിലേക്ക് വരണം. നിന്റെ പഴയ ജോലി പോയത് ഞാൻ അറിഞ്ഞു. അത് കേട്ട് അഭിനവ് ഞെട്ടി. അതെങ്ങനെ അറിഞ്ഞു? ഞങ്ങൾക്ക് 4 പാടും കണ്ണുണ്ട്. വിക്രം തന്നെ നിരീക്ഷിക്കുകയാണോ എന്ന സംശയത്തോടെ അന്നത്തെ രാത്രി മുഴുവൻ അഭിനവ് ചെലവഴിച്ചു. എന്തായാലും പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോഴാണ് അഭിനവ് അവനെ കണ്ടത്. അത് അനന്യയുടെ സഹോദരൻ സൗരവായിരുന്നു. അവൻ പുച്ഛത്തോടെ അഭിനവിന്റെ അടുത്തേക്ക് നടന്നു വന്നു. ആഹാ, ഇതാരാണ് വന്നിരിക്കുന്നത്? തുണിയെടുത്ത് നിന്നെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. എന്റെ പെങ്ങളുടെ മുറിയിൽ തുണിയില്ലാതെയല്ലേ നീ കിടന്നിരുന്നത്? ഇവിടെ എന്തിനാ വന്നത്? അല്ല വളകളും ഡെലിവറി ചെയ്യാനാണോ? വഴിയിൽ നിന്ന് മാറടാ.
അല്ല, എങ്ങോട്ടാണ് സാർ പോകുന്നത്? പറഞ്ഞിട്ട് പോ. സൗരവിന്റെ ആളുകൾ മുന്നോട്ട് പോകാതിരിക്കാൻ അഭിനവിനെ തടഞ്ഞുകൊണ്ട് ഒരു വേലി പോലെ നിരന്നു നിന്നു. എന്തോ പറയാൻ എന്ന പോലെ സൗരവ് മുന്നോട്ട് കയറി വന്നു. നിനക്ക് ഞാൻ കുറച്ച് ഉപദേശം തരട്ടെ. നീ ഒരു ദരിദ്രവാസിയാണ്. അത് എളുപ്പത്തിൽ അംഗീകരിച്ചാൽ ജീവിതം അത്രയും സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം. രംഗം ചൂട് പിടിക്കാൻ പോയ സമയത്ത് പെട്ടെന്ന് സുന്ദരിയായ ഒരു പെൺകുട്ടി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. ആരാ അവിടെ? ഓ, അഭിനവ്. ഞാനാണ്. എന്റെ കൂടെ വരൂ. സൗരവിനും കൂടെ വന്നവർക്കും അതിസുന്ദരിയായ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റിയില്ല. അവൾ അഭിനവുമായി മുന്നോട്ട് പോയപ്പോൾ അവർ അവൾക്ക് വേണ്ടി വഴി മാറിക്കൊടുത്തു. ആരാണ് ഈ പെൺകുട്ടിയെന്നും എന്തിനാണ് തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുന്നതിനും വേണ്ടി അഭിനവ് വാ തുറക്കാൻ പോയതും അവൾ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് ഒന്നും മിണ്ടരുതെന്ന് അവനോട് പറഞ്ഞു. അവൻ കൂടുതലൊന്നും പറയാതെ അവളുടെ കൂടെ നടന്നു. പക്ഷേ അകത്ത് കയറിയതും അവന് തന്റെ കൗതുകം അടക്കാൻ സാധിച്ചില്ല. വിക്രമങ്ങൾ എന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടാണോ? വിക്രം സാറിന്റെ പേര് അവൻ പറഞ്ഞത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ അസ്വസ്ഥത അവന് തോന്നി. ലിഫ്റ്റിൽ വെച്ച് സ്വന്തം ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു വാക്ക് അവൾ അവനോട് സംസാരിച്ചില്ല. ഒരുപക്ഷെ തന്റെ രൂപം കണ്ട് തന്നെ അവൾ ജഡ്ജ് ചെയ്തുകൊണ്ടാണോ തന്നെ ഇഷ്ടപ്പെടാത്തതെന്ന് അവൻ ചിന്തിച്ചു. ലിഫ്റ്റിൽ കയറി അവർ ടോപ്പ് ഫ്ലോറിലെത്തി. അവിടെ എത്തിയതും തന്റെ ഡെസ്കിലേക്ക് അവൾ അവരെ കൊണ്ടുപോയി. എന്തു തരം ജോലിയാ നീ നോക്കുന്നത്? സീനിയർ മാനേജ്മെന്റ് ലെവലിൽ എന്തെങ്കിലും? ഞങ്ങൾക്കിപ്പോ സീനിയർ മാനേജ്മെന്റ് പൊസിഷനിൽ ഒഴിവുകളൊന്നുമില്ല. വേറെ എന്തെങ്കിലും ടൈപ്പ് ജോലി വേണം. അവളുടെ പെരുമാറ്റം അവന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തന്റെ ഐഡന്റിറ്റി ഇപ്പോൾ രഹസ്യമായി വെക്കണമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ ഇവൾ തന്നെ ഭരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും അവനുണ്ടായിരുന്നു. എന്താ തന്റെ പേര്? ജെന്നിഫർ. നോക്ക് ജെനിഫർ, ഞാൻ ഏത് ടൈപ്പ് ജോലിയാണ് നോക്കുന്നതെന്ന് താൻ ചോദിച്ചു. ഞാനത് പറഞ്ഞു. ഒന്നുകിൽ തനിക്ക് വിക്രമിനോട് സംസാരിച്ച് എനിക്ക് പറ്റിയ ഒരു ജോലി കണ്ടെത്തി തരാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ തെരഞ്ഞെടുക്കും. ഞാനിതിൽ ഏത് ചെയ്യണം? അത്തരമൊരു മറുപടി അവനിൽ നിന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അത്ഭുതത്തോടെ അവൾ അവനെ ആകെ മൊത്തം നോക്കി. ഞാൻ വിക്രം സർ വന്നാലുടൻ ചോദിച്ചിട്ട് പറയാം. നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. തിരിച്ചു പോകാൻ വേണ്ടി അഭിനവ് തയ്യാറെടുത്തതും എന്തോ ഓർത്തതുപോലെ അവൾ അവനെ പുറകിൽ നിന്ന് വിളിച്ചു. വിക്രം സർ, നിങ്ങൾക്ക് തരാൻ എന്നെ ഒരു സാധനം ഏൽപ്പിച്ചിരുന്നു. അവൾ അവനെ ഒരു എൻവലപ്പ് ഏൽപ്പിച്ചു. അതിനകത്തൊരു ചെക്ക് ഉണ്ടായിരുന്നു, ഒപ്പം ഒരു കുറിപ്പും. മോനെ, ഈ ചെക്കും കൊണ്ട് നീ ബ്രോഡ്വേ ബാങ്ക് വരെ ഒന്ന് പോകണം. അവർ നിന്റെ കാര്യം നോക്കിക്കൊള്ളു. വിക്രം പറഞ്ഞതുപോലെ ചെക്കുമായി അഭിനവ് ബാങ്കിലെത്തി. കൗണ്ടറിൽ ഇരുന്ന ആൾ ചെക്ക് നോക്കിയതും ഞെട്ടിപ്പോയി. അയാൾ ആകെ മൊത്തം അവനെ ഒന്ന് നോക്കി. നിന്റെ ശ്രമം കൊള്ളാം, പക്ഷെ അത് ഇവിടെ നടക്കാൻ പോകുന്നു. അവൻ ആ ചെക്ക് പല കഷ്ണങ്ങളായി വലിച്ചു കീറി. അത് കണ്ടതും അഭിനവ് ഞെട്ടിപ്പോയി. നിങ്ങൾ ഇത് എന്താ ചെയ്തത്? സെക്യൂരിറ്റി, ഇവൻ ഫേക്ക് ചെക്കും കൊണ്ട് കാശ് മാറാൻ വന്നതാണ്. തൂക്കിയെടുത്ത് വെളിക്കളവനെ. ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ പോലീസിനെ വിളിക്കും. സെക്യൂരിറ്റിമാർ അഭിനവിനെ വലിച്ചടച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോയി. അഭിനവ് കുതറി മാറി. പെട്ടെന്നാണ് അവിടെ ഒരു ശബ്ദം മുഴങ്ങിയത്. അത് ബൽറാം ആയിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? സെക്യൂരിറ്റികൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. ബൽറാം അഭിനവിനെയും കൊണ്ട് മുന്നോട്ട് പോയി. മോനെ, ഈ ബാങ്ക് തന്നെ നിന്റേതാണ്. ടൈഗർ ഗ്രൂപ്പിന്റെ സ്വന്തം ബാങ്കാണിത്. നീ വാ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അഭിനവിനെ വിളിച്ചുകൊണ്ട് മാനേജറുടെ ഓഫീസിലേക്ക് ബൽറാം കടന്നു ചെന്നു. ബൽറാമിനെ കണ്ടതും മാനേജർ ചാടി എഴുന്നേറ്റു. ബൽറാം സാർ, വാട്ട് എ സർപ്രൈസ്. ഞാൻ സാറിനെ ഇന്ന് ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ? അഭിനവിനെ ആകെ മൊത്തം നോക്കിയിട്ടും മാനേജറിന് ആളെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവന്റെ കയ്യിൽ കിടക്കുന്ന മോതിരത്തിൽ അവന്റെ കണ്ണ് പതിഞ്ഞത്. പെട്ടെന്ന് മാനേജറുടെ വാ തുറന്നു. ദൈവമേ, ഇത് നമ്മുടെ ടൈഗർ ആണോ? അഭിനവിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ലായിരുന്നു. മാനേജറുടെ മുഖത്തെ ആവേശം അവൻ വ്യക്തമായി കണ്ടു. മാനേജർ നമ്മളുടെ ആളാണ്, നിനക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ബൽറാം പറഞ്ഞത് കേട്ട് അഭിനവ് മാനേജറെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം കൈ കൊടുത്തു. മാനേജർക്ക് അഭിനവിനെ കണ്ട സന്തോഷത്തിൽ ഒരു 100 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഇത്രയും നാളും ടൈഗർ എവിടെയായിരുന്നു? എന്നാണ് തിരിച്ചു വന്നത്? പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പതുക്കെ പതുക്കെ, ഉച്ചത്തിൽ സംസാരിക്കല്ലേ. നമ്മളെ ഇവിടെ ഉള്ളത് ആരും അറിയാൻ പാടില്ല. തൽക്കാലം ടൈഗർ വന്ന കാര്യം എല്ലാവരും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. കാര്യം മനസ്സിലായതുപോലെ മാനേജർ തലയാട്ടി. മനസ്സിലായി. നമ്മുടെ ഇടയിൽ തന്നെ ഒരു ചാരനുള്ളത് കൊണ്ട് എല്ലാം വളരെ സൂക്ഷിച്ചു തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ആ ചാരനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതെന്ത് ചോദ്യമാണ്? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ടൈഗർ തിരിച്ചു വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയണം. എനിക്ക് നിങ്ങളൊരു സഹായം ചെയ്തു തരണം. അത് കേട്ടതും മാനേജർ ആകാംക്ഷയോടെ അവനെ നോക്കി. അതേസമയം നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ആഡംബര ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിനടുത്തായി സൺഗ്ലാസും സ്വർണ്ണ ചെയിനുകളും ധരിച്ച ഒരാൾ വെയിൽ കായുന്നുണ്ടായിരുന്നു. ബിക്കിനി ധരിച്ച 2 പെൺകുട്ടികൾ അയാളുടെ 2 സൈഡിലും നിൽക്കുന്നു. ഒരു കവിൾ മദ്യം കുടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുകയായിരുന്ന അയാളുടെ അടുത്തേക്ക് പെട്ടെന്ന് ഒരാൾ ഓടിയെത്തി. സർ, ആ ടൈഗർ തിരിച്ചു വന്നതായിട്ട് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് കേട്ടതും അയാൾ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ടൈഗർ ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ നമ്മൾ ഒരാളെ നിർത്തിയത് എന്തുകൊണ്ടും നന്നായി. പിറകിലേക്ക് ചാഞ്ഞുകൊണ്ട് അയാൾ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ആരാണ് ടൈഗർ ഗ്രൂപ്പിനകത്തുള്ള ആ ചാരൻ? എന്തൊക്കെ സത്യങ്ങളായിരിക്കും അവൻ ലീക്ക് ചെയ്തിട്ടുള്ളത്? സർ, നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് മറുപടിയായി അയാൾ സിഗരറ്റ് ഒന്ന് ഊതി വിട്ടതിന് ശേഷം ക്രൂരമായ ഒരു നോട്ടം അവനെ നോക്കി. ആ ടൈഗർ ആരാണെന്ന് കണ്ടുപിടിച്ച് അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്. അതേസമയം ബൽറാം നൽകിയ പുത്തൻ കാറും എടുത്തുകൊണ്ട് സൈഫർ ക്ലബിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയായിരുന്നു അഭിനവ്. പോകുന്ന വഴി അവൻ മറ്റൊരു ക്ലബിനെ പാസ് ചെയ്തു. അത് ഡേവിഡ് തറകന്റെ ക്ലബ്ബായിരുന്നു. അവിടെ നിർത്തുന്നത് അത്ര പന്തിയല്ല എന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ മനസ്സിൽ കൂടിയപ്പോൾ
അവന് വേറെ എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി. ടൈഗർ ഗ്രൂപ്പിന്റെ എതിർ ഗ്രൂപ്പാണ് ഡേവിഡ് തരകന്റെ സംഘം. അവിടെയൊന്ന് നിർത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് ശത്രുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സഹായകരമാവും എന്ന് അവൻ കരുതി. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് അവൻ ആ ക്ലബിന് മുന്നിൽ വണ്ടി നിർത്തി. കാർ പുറത്ത് പാർക്ക് ചെയ്തതിനു ശേഷം ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടി അവൻ അതിന്റെ അകത്തേക്ക് കയറി. വളരെ അപകടമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഡേവിഡിനെയും സംഘത്തിനെയും കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരമായിട്ട് അവൻ അതിനെ കണക്കാക്കി. പെട്ടെന്ന് അവന്റെ ഫോൺ ശബ്ദിച്ചു. അത് വിക്രമായിരുന്നു. ഇന്ന് നിനക്ക് നല്ലൊരു ദിവസമായിരുന്നു എന്ന് ഞാൻ കേട്ടല്ലോ ടൈഗർ. അതിന് മറുപടിയായി അഭിനവ് ഒന്ന് ചിരിച്ചു. പുതിയ കാറിന് എല്ലാ ആശംസകളും. താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ തന്നെ വിക്രം അറിയുന്നത് ആലോചിച്ചപ്പോൾ അവൻ അത്ഭുതം തോന്നി. തന്റെ പിറകെ സെക്യൂരിറ്റി ആയിട്ട് ആരെയെങ്കിലും അയച്ചിട്ടുണ്ടോ എന്നൊരു സംശയം വരെ അവന് തോന്നി. താങ്ക് യു വിക്രമകൾ ഫോർ എവറിത്തിങ്. നിനക്ക് നിന്റെ ജീവിതത്തിലെ ബെസ്റ്റ് തന്നെ കിട്ടണം മോനെ. അത് അവിടെ നിൽക്കട്ടെ. നിനക്ക് പറ്റിയ ജോലി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കരുതി അങ്കിളിന്റെ കമ്പനിയിലായിരിക്കും എനിക്ക് ജോലി തരികയെന്ന്. ഞാനും അത് തന്നെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ എന്റെ കമ്പനിയിൽ ഇപ്പോൾ സീനിയർ മാനേജ്മെന്റ് പൊസിഷനിൽ വേക്കൻസി ഇല്ലല്ലോ. അത് മാത്രമല്ല തൽക്കാലം നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇന്നത്തെ കാലത്ത് എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ ടൈഗർ ഗ്രൂപ്പിലുള്ള ചാരന്മാരെ കുറിച്ചാണോ അങ്കിൾ പറയുന്നത്? അതെ, ആ ഡേവിഡ് നമ്മളെ നിരീക്ഷിക്കാൻ ചാരന്മാരെ വെച്ചിരിക്കുകയാണ്. ഈ അപകടകരമായ കളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് വെച്ച് തന്നെ കളിക്കണം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അങ്കിൾ. എന്തായാലും നിന്റെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധ വേണം. എന്തെങ്കിലും എടുത്തു ചാടി ചെയ്തിട്ട് നീ ആരാണെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയിച്ചു കൊടുക്കരുത്. വിക്രം പറഞ്ഞത് അഭിനവിന് മനസ്സിലായി. ഞാൻ ശ്രദ്ധിച്ചോളാം അങ്കിൾ. ഫോൺ വെച്ചതിന് ശേഷം തന്റെ കയ്യിൽ കിടന്ന മോതിരം പോക്കറ്റിലിട്ട് അവൻ ആ ക്ലബിന്റെ അകത്തേക്ക് കയറി. വളരെ മനോഹരമായി ഒതുങ്ങിയിരിക്കുന്ന ഒരു ക്ലബ്ബായിരുന്നു അത്. എന്നാൽ അഭിനവിന് എന്തോ ഒരു വല്ലാത്ത ഫീൽ അകത്ത് കയറിയപ്പോൾ കിട്ടി. മുന്നോട്ട് നടന്നപ്പോൾ ഇരിക്കാൻ അവൻ ഒരു ടേബിൾ കണ്ടുപിടിച്ചു. അവിടെയുള്ള ആളുകൾ പലരും ആയുധങ്ങൾ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അത് മുൻകരുതൽ എടുക്കാൻ വേണ്ടി അഭിനവിനെയും പ്രേരിപ്പിച്ചു. അവനും ലഞ്ച് കഴിച്ചുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങളുമായി ഇഴുകിച്ചേർന്നു. പെട്ടെന്ന് രണ്ടുപേർ സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ഒരു റൂമർ പരക്കുന്നുണ്ട് കേട്ടോ. ആ ടൈഗർ ജീവനോടെ ഉണ്ടെന്നും അവൻ നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ടെന്നും. അതിപ്പോ സത്യമാണെങ്കിലും ശരി, അവനെ കൊണ്ട് നമ്മുടെ ഡേവിഡ് തരകരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തല നീട്ടിവെച്ച അഭിനവ് ഈ സംസാരം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇടോ, നമുക്ക് പോയി അവനെ കണ്ടുപിടിച്ചാലോ? വാടച്ച് മിണ്ടാതെ നിൽക്ക്. നമ്മളൊന്നും ചെയ്യുന്നില്ല. ആ ടൈഗർ വന്നാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഡേവിഡ് തരകൻ അവനൊരു ഇരയേ അല്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ആ ടൈഗറിനും അവന്റെ ആളുകൾക്കും ഇവിടെ കുറച്ച് സീരിയസ് ബിസിനസ് ഉണ്ട്. അവൻ ശരിക്കും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും... മച്ചാന്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വാടച്ചിരുന്നേനെ. നിന്റെ പറച്ചിൽ കേട്ടാൽ ആ ടൈഗർ നമ്മുടെ ഡേവിഡ് തരകനേക്കാൾ വലിയവനാണെന്ന് തോന്നുമല്ലോ. അല്ല, ഇനി ചിലപ്പോ... മതി, എത്രയും വേഗം ഇവിടുന്ന് പുറത്തു പോകണം. നീ സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ടാൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഒരു വാക്ക് പോലും അധികം പറയാതെ രണ്ടുപേരും എഴുന്നേറ്റ് പെട്ടെന്ന് ക്ലബിൽ നിന്നും പുറത്തേക്ക് പോയി. അതൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അഭിനവ്. അപ്പോഴാണ് അവിടെ ഒരു കോർണറിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ അഭിനവ് ശ്രദ്ധിച്ചത്. കറുത്ത നിറത്തിലുള്ള ഒരു കോട്ടൊക്കെ ധരിച്ച് തന്റെ ടേബിളിന്റെ അപ്പുറത്ത് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്ന രണ്ടുപേരും പോകുന്നത് അയാൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ താൻ കഴിച്ചതിന്റെ ബില്ലിനുള്ള കാശ് ടേബിളിൽ വെച്ചതിന് ശേഷം ശബ്ദമുണ്ടാക്കാതെ ആ രണ്ടുപേരെയും പിന്തുടർന്ന് പുറത്തേക്ക് പോയി. പോകുന്ന സമയത്ത് തന്റെ കോട്ടിന്റെ അകത്തു നിന്നും അയാൾ ഒരു തോക്കെടുക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അയാളെ പിന്തുടരാൻ അഭിനവ് തീരുമാനിച്ചതും പെട്ടെന്ന് പൊക്കമുള്ള ഒരു മനുഷ്യൻ സിഗരറ്റും വലിച്ചുകൊണ്ട് ആ ക്ലബിന്റെ അകത്തേക്ക് കയറി വന്നു. എല്ലാവരും പേടിച്ചനങ്ങാതെ നിന്നു. വിലയേറിയ ഒരു സ്യൂട്ടാണ് അയാൾ ധരിച്ചിരുന്നത്. അയാൾ വരുന്നതിനനുസരിച്ച് അതിഥികൾ വഴി മാറിക്കൊടുത്തു. അധികാരത്തിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരാളാണ് അയാളെന്ന് അഭിനവിന് മനസ്സിലായി. അയാൾ നടന്നു പോകുമ്പോൾ ചിലർ തല കുനിച്ച് വണങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അഭിനവ് അത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഡേവിഡ് തരകൻ, തന്റെ ശത്രു. ഇവൻ ആരാണെന്ന് കണ്ടെത്താനും അത് നടന്നില്ലെങ്കിൽ ചാകാനും തയ്യാറായി തന്നെ അഭിനവ് എഴുന്നേറ്റു. ഡേവിഡ് തരകൻ ക്ലബിന്റെ പിൻഭാഗത്തേക്ക് മറ്റുള്ളവരുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നടന്നുപോയി. അവരുടെ പുറകെ പോയാൽ അവർ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന് അഭിനവ് മനസ്സിലാക്കി. ആരും ശ്രദ്ധിക്കാതെ അഭിനവും അവരുടെ പുറകെ പോകാൻ തുടങ്ങി. ഡേവിഡിന്റെ അടുത്ത് വരെ അവൻ എത്തിയെങ്കിലും അവർ സംസാരിക്കുന്ന ഒന്നും അവന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു പെൺകുട്ടിയുടെ ഹൈ ഹീൽസിന്റെ ശബ്ദം അവിടെ ആകെ മുഴങ്ങാൻ തുടങ്ങി. അതിമനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച ഒരു പെൺകുട്ടി തരകന്റെ നേർക്ക് നടന്നു വന്നു. ഡേവിഡ് ആ പെൺകുട്ടിയുടെ കവിളിലൊന്ന് ചുംബിച്ചു. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ മുഖം അഭിനവ് ശരിക്കും കണ്ടത്. അവൻ ആകെ ഞെട്ടിപ്പോയി. ദൈവമേ, ഇത് ജെനിഫർ അല്ലേ, വിക്രമിന്റെ സെക്രട്ടറി? ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇനി വിക്രം തന്നെ അവളെ ഇങ്ങോട്ടേക്ക് അയച്ചതായിരിക്കുമോ? അതോ വിക്രം അറിയാതെ ഇവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ആകെ കൺഫ്യൂഷനിൽ അഭിനവ് നിൽക്കുന്ന സമയത്ത് ഡേവിഡ് അവളുടെ ഇടുപ്പിൽ തന്റെ കൈ ചുറ്റി അവളുമായി പുറകിലെ ഒരു മുറിയിലേക്ക് പോയി. തരകന്റെ ആളുകളും ആ മുറിയിലേക്ക് കയറി. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നിട്ടും പാതി വഴിയിൽ അത് അവസാനിപ്പിച്ചിട്ട് പോകാൻ അഭിനവിന് തോന്നിയില്ല. രണ്ടും കൽപ്പിച്ച് അവരെ പിന്തുടരാൻ തന്നെ അവൻ തീരുമാനിച്ചു. സോറി വിക്രമങ്ങൾ, എനിക്ക് മറ്റു വഴികളില്ലാതെ പോയി. നിഴലുകൾക്കുള്ളിൽ മറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോയി. അവര് കാണാതെ അവൻ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവർ നടന്ന് മറ്റൊരു മുറിയിലേക്ക് കയറി ചെന്നു. ആ ഡോറിന്റെ വിടവിലൂടെ അവൻ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. ആ കാഴ്ച കണ്ട് അവന്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങി. ഇല്ല, ഇത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. അയാൾ മരിച്ചോന്നല്ലേ വിക്രമങ്ങൾ പറഞ്ഞത്? പക്ഷേ എത്ര ദൂരത്ത് നിന്നാലും അവൻ അയാളുടെ മുഖത്തെ ആ പാട് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഡേവിഡ് തരകനുമായി സംസാരിച്ചുകൊണ്ട് നിന്ന ആ മനുഷ്യൻ മറ്റാരുമായിരുന്നില്ല, അത് നരേന്ദ്രനായിരുന്നു. അപ്പോൾ വിക്രമങ്ങൾ ഇയാൾ മരിച്ചു എന്ന് എന്നോട് പറഞ്ഞത്? ദേഷ്യവും ചതിയുമെല്ലാം അഭിനവിന് അവന്റെ ഞരമ്പുകളിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. തന്റെ അച്ഛനെ കൊന്നവനെ പകയോട് കൂടി അവൻ നോക്കി. നിന്നെ ഞാൻ എന്റെ വെറും കൈകൊണ്ട് കൊല്ലൂടാ. എന്നാൽ അടുത്ത നിമിഷം ഒരു തോക്ക് അവന്റെ ചെവിയോട് ആരോ ചേർത്ത് വെച്ചു. തന്റെ
തന്റെ മരണം അടുത്തുവെന്ന് അഭിനവ് ആ നിമിഷം തിരിച്ചറിഞ്ഞു. ടൈഗർ ഗ്രൂപ്പിനകത്തുള്ള ആ ചാര ജെനിഫർ തന്നെയായിരുന്നു, അതോ അവൾ വിക്രമിന്റെ പദ്ധതിയുടെ ഭാഗമാണോ? അഭിനവിന് വിക്രമിനെ വിശ്വസിക്കാനാകുമോ, അതോ തന്റെ അച്ഛന് സംഭവിച്ചത് തന്നെ അയാൾ കാരണം അവന് സംഭവിക്കുമോ? അഭിനവ് ആരാണ് എന്ന സത്യം ലോകം അറിയുന്നതിന് മുൻപ് തന്നെ ടൈഗർ ഗ്രൂപ്പിലുള്ള ആ ചാറിനെ അവൻ കണ്ടെത്തുമോ? ടൈഗർ മോനെ, ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ അവര് നിന്നെ കൊന്നുകളയും. വേദന കടിച്ചമർത്തിക്കൊണ്ട് സഞ്ജയ് തന്റെ 5 വയസ്സുള്ള മകൻ അഭിനവിനോട് പറഞ്ഞു. സഞ്ജയ് രജപുത്രയും മകൻ അഭിനവും ഇരുട്ടിൽ ആ ഇടുങ്ങിയ വഴിയിലെ മരച്ചുവട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. സഞ്ജയുടെ ശരീരത്തിൽ പലയിടത്തും വെടിയേറ്റിട്ടുണ്ട്. ഇല്ലച്ചാ, അച്ഛനെ വിട്ട് ഞാൻ പോവില്ല. അഭിനവ് കരഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി. വാശി കാണിക്കല്ലേ അഭി, എനിക്ക് ഈ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അവരിപ്പോ ഇവിടെ എത്തും, അതിനു മുമ്പ് മോനെങ്കിലും രക്ഷപ്പെടണം. ചോര ഒഴുകുന്ന മുറിവുകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ജയ് മകനോട് പറഞ്ഞു. വേണ്ട, അച്ഛനില്ലാതെ ഞാൻ പോവില്ല, അച്ഛനും വാ. അഭി പറഞ്ഞത് കേട്ട് സഞ്ജയ് വാത്സല്യത്തോടെ അവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. മോനെ, ഒന്നുകൂടെ അവസാനിക്കാൻ പാടില്ല, അതിന് നീ ബാക്കിയാവണം. ബി എ ടൈഗർ അഭി. വിടർന്ന കണ്ണുകളോടെ അത് പറഞ്ഞുകൊണ്ട് സഞ്ജയ് തന്റെ വിരലിലെ പച്ചരത്നം പതിപ്പിച്ച മോതിരമൂരി അഭിനവനെ ഏൽപ്പിച്ചു. ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ ചതിയന്റെ മുഖം നീ കണ്ടതല്ലേ, ഓർത്തു വെക്കണം. ഒരിക്കൽ അവൻ നിന്റെ മുന്നിൽ വരും. അച്ഛന്റെ ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം. പോക്കറ്റിൽ നിന്ന് ഗണ്ണെടുത്ത് ലോഡ് ചെയ്യുമ്പോൾ സഞ്ജയുടെ കണ്ണുകളിൽ തീ ആളുന്നുണ്ടായിരുന്നു. മകനെ വിട്ടുപോകാനുള്ള വേദനയല്ലാതെ അയാളുടെ മുഖത്ത് തെല്ലും ഭയമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശത്രുക്കൾ അവരുടെ അരികിലേക്കെത്തി. അഭിനവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച ശേഷം സഞ്ജയ് ഒരു യോദ്ധാവിനെ പോലെ എതിരാളികൾക്ക് നേരെ നീങ്ങി. അച്ഛൻ തന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ അഭിനവ് ഭയന്ന് കരഞ്ഞു. എങ്കിലും ഇരുട്ടിൽ ആ 5 വയസ്സുകാരനെ അക്രമികൾ കണ്ടില്ല. സഞ്ജയുടെ ഗൺ ശബ്ദിച്ചു. ശത്രുക്കൾ 4 പാടും ചിതറി വീണു. അതിനിടയിൽ ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്ന് സഞ്ജയുടെ നെഞ്ചു തുളച്ചു. അച്ഛാ! അഭിനവ് ഉറക്ക നിലവിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. വിയർത്ത് കുളിച്ച് കിതച്ചുകൊണ്ട് അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കഴിഞ്ഞ 18 വർഷമായി ഇതേ സ്വപ്നം അഭിനവനെ അലട്ടുന്നു. വെടിയേറ്റ് അച്ഛൻ മരിച്ചു വീഴുന്നത് നിറകണ്ണുകളോട് നോക്കി നിൽക്കാനേ അന്നവന് കഴിഞ്ഞിരുന്നുള്ളൂ. ബി എ ടൈഗർ എന്നാണ് അച്ഛൻ അവസാനമായി പറഞ്ഞത്. വെറുമൊരു ഡെലിവറി ബോയ് ആയ താൻ എങ്ങനെയാണ് ടൈഗർ ആവുക എന്ന് ഇന്നോളം അവൻ അറിയില്ല. അവൻ തന്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു. അഭിനവ് രജപുത്ര 18 വയസ്സുവരെ മട്ടാഞ്ചേരിയിലെ ഒരു അനാഥാലയത്തിലായിരുന്നു വളർന്നത്. പ്രായപൂർത്തിയായ ശേഷം അവൻ സ്വന്തമായി ഒരു ജോലി കണ്ടെത്തി മറ്റൊരിടത്തേക്ക് താമസം മാറി. ഡെലിവറി ബോയ് ആയതുകൊണ്ട് തന്നെ കൊച്ചിയിലെ മുക്കും മൂലയും അവന് സുപരിചിതമാണ്. വളരെയധികം യാതന നിറഞ്ഞതാണ് അബിയുടെ ജീവിതം. ആകെയുള്ള ആശ്വാസം കാമുകിയായ വൈഷ്ണവിയാണ്. അവനെപ്പറ്റി എല്ലാം അറിയുന്നവൾ. അവളെ കാണുമ്പോഴാണ് അവൻ തന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നത്. ഇന്ന് വൈഷ്ണവിയുടെ ജന്മദിനമാണ്. ജോലി കഴിഞ്ഞ് അവൻ നേരെ ഒരു പരിചയക്കാരന്റെ ബേക്കറിയിലേക്ക് പോയി. രാജേഷേട്ടാ, എനിക്കൊരു കേക്ക് വേണം. വലിയ വിലയുടെയൊന്നും വേണ്ട, ഒരു കൊച്ചു കേക്ക്. അത് കേട്ടതും കടയുടമയൊന്ന് ചിരിച്ചു. വില കുറഞ്ഞതിപ്പോ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്, 700 ആണ്. നീ ഒരു 500 തന്നിട്ട് എടുത്തോ. അത്രയ്ക്ക് ബഡ്ജറ്റൊന്നും ഇല്ല ഏട്ടാ, അതിലും കുറഞ്ഞത് വേണം, അബി പറഞ്ഞു. എന്നാ പിന്നെ ഈ പേസ്ട്രി എടുത്തോ, 60 രൂപയേ ഉള്ളൂ. തന്റെ കാമുകിയോടൊപ്പം താമസിക്കുന്നതിനായി ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുക്കണം എന്നവൻ തീരുമാനിച്ചിരുന്നു. അതിനാൽ പണം അനാവശ്യമായി പാഴാക്കാൻ അബി ആഗ്രഹിച്ചില്ല. കടയുടമ പാക്ക് ചെയ്തു കൊടുത്ത പേസ്ട്രിയും വാങ്ങി അബി സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ടവളെ കാണാനായി പുറപ്പെട്ടു. കാത്തിരുന്ന് വട്ടായിട്ടുണ്ടാവും പാവം. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും സമ്മാനം കൊടുക്കാനും താൻ മാത്രമല്ലേ ഉള്ളൂ. അതോർത്തപ്പോൾ അബിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവളുടെ വീടിന് മുന്നിലെത്തിയ അബിയുടെ മുഖം മെല്ലെ മാറി. അവിടെ മുഴുവൻ പലതര വർണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അകത്തുനിന്നും ഉച്ചത്തിലൊരു പാട്ട് കേൾക്കുന്നുണ്ട്. കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് അവൻ അവളെ കാത്തുനിന്നു. വാതിൽ തുറന്ന് പുറത്തു വന്ന വൈഷ്ണവിയെ കണ്ട അഭിനവ് അത്ഭുതപ്പെട്ടുപോയി. അവൾ വില കൂടിയ ഒരു ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന മുറിയുടെ നടുവിൽ വലിയ കേക്കും വൈനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ധാരാളം അതിഥികൾ എത്തിയിരിക്കുന്നു. അതാരാ വൈഷ്ണവി? അതിഥികളിൽ ഒരാൾ ചോദിച്ചു. കണ്ടാൽ അറിയില്ലേ, ഡെലിവറി ബോയാ. പക്ഷേ നമ്മളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, മറ്റൊരാൾ പറഞ്ഞു. അതൊന്നുമല്ല, ഈ ഡെലിവറി ബോയിനെയാണ് വൈഷ്ണവി ഡേറ്റ് ചെയ്യുന്നത്. അത് കേട്ടതും അവിടെയുള്ള പല മുഖങ്ങളും കൗതുകത്തോടെ വൈഷ്ണവിയുടെ നേരെ തിരിഞ്ഞു. മൈ ഗോഡ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ വൈഷ്ണവി? ഇതൊക്കെയാണോ നിന്റെ ടേസ്റ്റ്? എല്ലാവരും വൈഷ്ണവിയെ കളിയാക്കാനുള്ള അവസരമായി തന്റെ ജോലി ഉപയോഗിക്കുന്നത് കണ്ട് അഭിനവിന് സങ്കടം വന്നു. ഹാപ്പി ബർത്ത്ഡേ ബേബ്. പിന്നിൽ നിന്നും മറ്റൊരു ശബ്ദം കേട്ട് എല്ലാവരും ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. അത് ദേവനായിരുന്നു. കയ്യിൽ വലിയ സമ്മാനപ്പൊതിയും ഉണ്ടായിരുന്നു. ദേവനെ അഭിനവിന് മുൻപേ അറിയാം. പേര് കേട്ടൊരു ബിസിനസ്സുകാരന്റെ മകനാണ് അവൻ. വൈഷ്ണവിയുടെ ചുറ്റും കറങ്ങി നടക്കുന്നത് അഭിനവ് ശ്രദ്ധിച്ചിട്ടുണ്ട്.
അഭിനവിന് ദേവനെ ഇഷ്ടമായിരുന്നില്ല, വൈഷ്ണവിക്കും. അവിടെയും അവളെ ശല്യം ചെയ്യാനായി അവൻ വന്നത് കണ്ട് അഭിനവിന് ദേഷ്യം വന്നു. എന്നാൽ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ വൈഷ്ണവി ദേവൻ കൊണ്ടുവന്ന സമ്മാനം വാങ്ങി. എന്നിട്ട് തന്റെ ചുറ്റിനും കൂടി നിന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? ഇവനാണ് എന്റെ ബോയ് ഫ്രണ്ട് ദേവ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ദേവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അത് കണ്ടതോടെ അതിഥികൾ എല്ലാവരും കൈയടിച്ചു. അവൾ അഭിനവിനെ പുച്ഛത്തോടെ നോക്കി. നമുക്ക് ബ്രേക്കപ്പ് ആവും മിസ്റ്റർ അഭിനവ്, എനിക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. വൈഷ്ണവി അഭിനവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്താ എന്താ നീ പറഞ്ഞേ? വൈഷ്ണവി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അഭിനവ് ചോദിച്ചു. എന്താ കേട്ടില്ലേ? നിന്റെ കൂടെ ഈ പാതി പേസ്ട്രിയിൽ നിന്ന് ജീവിതം തീർക്കാൻ അവൾക്ക് വയ്യെന്ന് അല്ലേ ബേബി? ദേവൻ വൈഷ്ണവിയുടെ കവിളിൽ പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവളെ മറ്റൊരാൾ ചുംബിക്കുന്നത് കണ്ടു നിൽക്കാൻ അഭിനവന് കഴിഞ്ഞില്ല. കയ്യിലിരിക്കുന്ന പേസ്ട്രി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ദേവന്റെ അരികിലേക്ക് ഓടി വന്നു. എന്താടാ നീ ചെയ്തേ? എന്റെ പെണ്ണിനെ നീ... അഭിനവന്റെ ചുരുട്ടിയ കൈ ദേവന്റെ മൂക്കിൽ തന്നെ വന്നു പതിച്ചു. അപ്രതീക്ഷിതമായ ആ ഇടിയേറ്റ് അവന്റെ മൂക്കിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകി. എടാ, ഇന്ന് നിന്റെ അവസാനമാണ്. ദേവൻ ദേഷ്യത്തോടെ അഭിനവന്റെ നേരെ ചെന്നു. അഭിനവ് അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ഉടൻ തന്നെ വൈഷ്ണവി അവർക്കിടയിലേക്ക് കയറി നിന്നു. അഭിനവ്, നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. ഇത് നിന്നോട് ഞാൻ മര്യാദയ്ക്കാണ് പറഞ്ഞത്. ഇതെന്റെ സ്ഥലമാണ്. ഇവിടെ വന്ന് എന്റെ ആളുകളെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോ. വൈഷ്ണവി അഭിനവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടടി. എന്ന് നീ എന്നെ മറന്ന് മറ്റൊരുത്തിനെ തേടിപ്പോയോ? ആ നിമിഷം തീർന്നു എല്ലാം. പക്ഷെ നിനക്ക് എന്നോടൊരു വാക്ക് നേരത്തെ പറയായിരുന്നു. ഞാൻ വെറുതെ... കണ്ണു തുടച്ചുകൊണ്ട് അഭിനവ് അവിടെ നിന്നിറങ്ങി. അവളുടെ മുഖം ഇനി ഒരിക്കലും തന്റെ ഓർമ്മകളിൽ പോലും വരരുതെന്ന് അവൻ ആഗ്രഹിച്ചു. വാടകയ്ക്കാണെങ്കിലും വൈഷ്ണവിയോടൊപ്പം ഒരു നല്ല വീട്ടിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ കൂട്ടിവെച്ച പണത്തിലേക്ക് അവൻ പുച്ഛത്തോടെ നോക്കി. പിന്നെ കൺമുന്നിൽ കണ്ട ഒരു ബാറിലേക്ക് കയറി ബോധം മറയുന്നതുവരെ മദ്യപിച്ചു. യു ചീറ്റ്, ഐ ഹേറ്റ് യു. തെരുവിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നടന്നു. ബാറിൽ നിന്നും വാങ്ങിയ കുപ്പിയിലെ അവസാന തുള്ളിയും വായിലേക്ക് കമഴ്ത്തിയിട്ട് അവൻ കുപ്പി റോഡിലേക്ക് എറിഞ്ഞുടച്ചു. പെട്ടെന്ന് അഭിനവിന് തല കറങ്ങുന്നതുപോലെ തോന്നി. അവൻ ആ റോഡ് സൈഡിൽ ബാലൻസ് തെറ്റി വീണു. പെട്ടെന്നാണ് ഒരു കാർ അവന്റെ മുന്നിലൂടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത്. അതിൽ നിന്നും സ്യൂട്ട് ധരിച്ച ഒരാൾ പുറത്തേക്കിറങ്ങി. അയാളായിരുന്നു സൗരവ് മേനോൻ, കേദാർ ഗ്രൂപ്പിന്റെ ഓണർ ഹരിദേവ് മേനോന്റെ ചെറുമകൻ. സൗരവ് അഭിനവൻ അല്പനേരം നോക്കി നിന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. തൊട്ടരികിൽ പൊട്ടിച്ചെറിയ ഒരു മദ്യക്കുപ്പിയുമുണ്ട്. സൗരവിന്റെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു. ഇവനെ എടുത്ത് കാറിലേക്കിട്, സൗരവ് ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. റോഡ് സൈഡിൽ മദ്യപിച്ച് കിടക്കുന്ന ഒരുത്തനെ കാറിലേക്ക് കയറ്റാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാതെ ഡ്രൈവർ സൗരവിനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ സൗരവ് പറഞ്ഞു, ഈ രാത്രി സാധാരണ പോലെ കടന്നുപോയാൽ നാളെ ചിലപ്പോൾ ഞാൻ കേദാർ ഗ്രൂപ്പിന്റെ ആരും അല്ലാതാകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഈ പയ്യനെ വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവാ. നോക്കിക്കോ, ഇതോടെ എല്ലാം എന്റെ വഴിക്ക് വരും. ഗൂഢമായ ഒരു ചിരിയോടെ സൗരവ് പറഞ്ഞു. ഓക്കെ ബോസ്. ഡ്രൈവർ കഷ്ടപ്പെട്ട് അഭിനവനെ എടുത്ത് കാറിന്റെ പുറകിലേക്ക് കയറ്റി. എമറാൾഡ് ഹോട്ടലിലേക്ക് വിട്, ഇനിയുള്ള ജോലി അവിടെയാ, സൗരവ് പറഞ്ഞു. വൈകാതെ കാർ ഹൈവേയിലൂടെ കുതിച്ചു പാഞ്ഞു. നേരം പുലർന്നപ്പോൾ അഭിനവനെ തന്റെ തല പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവന്റെ കൈകൾ മൃദുലമായൊരു ദേഹത്ത് തട്ടിയത്. അവൻ ഞെട്ടി കണ്ണു തുറന്നു. തൊട്ടരികിൽ ദേവതയെ പോലെ സുന്ദരിയായൊരു പെൺകുട്ടി കിടക്കുന്നു. താനിത് എവിടെയാണെന്നും തനിക്ക് എന്ത് സംഭവിച്ചെന്നും മനസ്സിലാവാതെ അഭിനവിരുന്നു. ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് അവൻ ഉടുത്തു. അപ്പോഴേക്കും ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും മെല്ലെ ഉണർന്നു. കണ്ണു തുറന്നതും തൊട്ടുമുന്നിൽ ബെഡ്ഷീറ്റ് ചുറ്റി നിൽക്കുന്ന അഭിനവിനെ കണ്ട് അവൾ പരിഭ്രമിച്ചുപോയി. സൗരവ് മേനോന്റെ സഹോദരി അനന്യയായിരുന്നു ആ പെൺകുട്ടി. ഒരു ബിസിനസ് മീറ്റിന് വേണ്ടിയാണ് അവൾ മുത്തച്ഛനോടൊപ്പം എമറാൾഡ് ഹോട്ടലിൽ വന്നത്. തലേന്ന് രാത്രി ഓർഡർ ചെയ്തിരുന്ന ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ മുറിയിൽ. താൻ ആരാ? എങ്ങനെയാ താൻ എന്റെ റൂമിൽ വന്നത്? നിങ്ങൾ എന്നെ എന്താ ചെയ്തേ? അവൾ ഭയപ്പാടോടെ ചോദിച്ചു. അതെ, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അഭിനവും പരിഭ്രമത്തോടെ അനന്യയോട് ചോദിച്ചു. അത് കേട്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അനന്യ അഭിനവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് കുറെ പേർ അകത്തേക്ക് കയറിയത്. പരിഭ്രമത്തോടെ അനന്യ അവിടേക്ക് നോക്കി. ആ കൂട്ടത്തിൽ അവളുടെ സഹോദരൻ സൗരവും മുത്തച്ഛൻ ഹരിദേവനും ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ, ഇവള് ശരിയല്ല. എന്നാലും എന്റെ അനു, നിനക്കിത് എങ്ങനെ തോന്നിയടി? നീ നമ്മുടെ മുത്തച്ഛനെ ഓർത്തോ? കേദാർ ഗ്രൂപ്പിനെ ഓർത്തോ? നിന്നെ വിശ്വസിച്ചല്ലേ മുത്തച്ഛൻ എല്ലാം ഏൽപ്പിച്ചത്. എന്നിട്ട് ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് മുത്തച്ഛനെ നാണം കെടുത്തിയില്ല നീ? സൗരവ് സങ്കടം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അനന്യ ഭയന്ന് വിറച്ചുകൊണ്ട് മുത്തച്ഛനെ നോക്കി. മുത്തച്ഛ, ഇതൊന്നും വിശ്വസിക്കല്ലേ. ഈ കാണുന്നൊന്നും അല്ല സത്യം.
ആരോ എന്നെ ചതിച്ചതാ. എനിക്ക് ഇയാളെ അറിയില്ല. അനന്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ, ആ കുട്ടി പറയുന്നത് ശരിയാ. എനിക്കും എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആരോ. അഭിനവ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും മതി എന്ന് ഹരിദേവൻ ആംഗ്യം കാണിച്ചു. അയാൾ ചുറ്റിനും ഒന്ന് നോക്കി. കേദാർ ഗ്രൂപ്പിന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ് മുറിക്ക് പുറത്തു നിൽക്കുന്നത്. ഉചിതമായൊരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ കുടുംബത്തിന്റെ മാനം ഇതോടെ തകരും. ഉടനെ ഹരിദേവൻ ചുണ്ടിലൊരു ചിരിയെടുത്തണിഞ്ഞു. അതിനുശേഷം അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു, വൈകുന്നേരത്തെ മീറ്റപ്പേ പറയാന്നാ വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, സർപ്രൈസ് പൊളിഞ്ഞു. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. എന്റെ ഗ്രാൻഡ് ഡോട്ടറെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ ഇത്. അവര് തമ്മിൽ ഇഷ്ടത്തിലാ. അത് കേട്ടതും അനന്യ ഒരു ഞെട്ടലോടെ മുത്തച്ഛനെ നോക്കി. സാർ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഹരിദേവനെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അഭിനവ് മുന്നോട്ട് വന്നു. ഹരിദേവൻ അഭിനവനെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്നു. മിണ്ടിപ്പോവരുത്, കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചില്ലേ. ഇനി ഞാൻ പറയുന്നത് കേക്ക്. ഇതിന്റെ പേരിൽ ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. നീ ഇവളെ കല്യാണം കഴിക്കണം. ഗൗരവത്തോടെ ഹരിദേവൻ അഭിനവനോട് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താണോ? എന്താ നടന്നെന്ന് പോലും അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ. അഭിനവ് കയർത്ത് സംസാരിക്കുന്നത് കണ്ട് ഹരിദേവന്റെ ഗുണ്ടകൾ അവനെ അടിക്കാൻ ആരംഭിച്ചു. മതി, ഹരിദേവൻ പറഞ്ഞു. അതോടെ ഗുണ്ടകൾ പിന്തിരിഞ്ഞു. വൈകിട്ടത്തെ ഫംഗ്ഷനിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കണം. ഇതെന്റെ തീരുമാനമാണ്. ബാക്കി പിന്നെ സംസാരിക്കാം. മുത്തച്ഛൻ പുറത്തേക്ക് പോയ ഉടനെ അനന്യ കരഞ്ഞുകൊണ്ട് ഓടി വന്ന അഭിനവന്റെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും അടിച്ചു. ഹു ആർ യു? വൈ ഡിഡ് യു ചീറ്റ് മീ? നീ എന്തിനാ ഇവിടെ വന്നത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അഭിനവന് വ്യക്തമായി ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. സത്യമായിട്ട് എനിക്കറിയില്ല, എന്നെ വിശ്വസിക്കേ, അവൻ വീണ്ടും പറയാൻ ശ്രമിച്ചു. എങ്കിലും ഒരു കാര്യം അവന് മനസ്സിലായി, ആരും അവളെ ചതിക്കുകയായിരുന്നു. അതിനിടെ താനും പെട്ടിരിക്കുന്നു. അപ്പോഴേക്കും ഹരിദേവന്റെ ആളുകൾ വന്ന് അഭിനവൻ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയി. മുറിവുകൾ മരുന്ന് വെച്ച് പരിചരിച്ച ശേഷം അവർ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. കൃത്യസമയത്ത് പാർട്ടിക്ക് റെഡിയാവണം. ഒരു ഭീഷണി പോലെ അവരിൽ ഒരാൾ പറഞ്ഞു. വഴങ്ങുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് അഭിനവ് മനസ്സിലാക്കി. പാർട്ടിക്കിടാൻ പറ്റുന്ന തരത്തിലൊരു പഴയ ബ്ലേസർ മാത്രമേ അവന് കിട്ടിയുള്ളൂ. തന്റെ ഷർട്ടിന് മുകളിൽ ആ ബ്ലേസർ അവൻ ധരിച്ചു. സമയമായപ്പോൾ ഹരിദേവന്റെ ആളുകളോടൊപ്പം അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ഹരിദേവന്റെ ആളുകൾ അവനെ അനന്യയുടെ അരികിൽ കൊണ്ടെത്തിച്ചു. അനന്യ അഭിനവിനെ പുച്ഛത്തോടെ നോക്കി. ഒരു പഴയ ബ്ലേസറും ധരിച്ച് വിരലിൽ ഒട്ടും ചേർച്ചയില്ലാതെ കിടക്കുന്ന ഒരു മോതിരം ഇട്ട് കറക്കി കളിക്കുന്നവനെ താൻ എങ്ങനെയാണ് ഒരു ഫിയാൻസിയായിട്ട് പരിചയപ്പെടുത്തുക എന്നോർത്ത് അനന്യയ്ക്ക് ടെൻഷൻ തോന്നി. തന്നെ ഇവിടുത്തെ വാഴത്തോട്ടത്തിൽ നോക്കൂത്തിയായിട്ട് നിൽക്കാൻ വിളിച്ചതല്ല. അയാളുടെ ഒരു വേഷവും ചേരാത്തൊരു മോതിരവും ഇതൊക്കെ 20 കൊല്ലം മുമ്പത്തെ ഫാഷനാ. ആ മോതിരമെങ്കിലും നൂരിക്കള. അനന്യ ദേഷ്യത്തോട് പറഞ്ഞു. ഈ മോതിരം എന്റെ അച്ഛൻ എനിക്ക് തന്നതാ, ഇത് കളയാൻ പറ്റില്ല. അഭിനവ് അനന്യയോട് പറഞ്ഞു. താൻ എന്തെങ്കിലും ചെയ്യും, എന്തായാലും ഞാൻ നാണം കെടുമെന്ന് ഉറപ്പാ. അനന്യ പല്ലിറുമിക്കൊണ്ട് പിറുപിറുത്തു. പാർട്ടി ഹാളിൽ വൈഷ്ണവിയുടെ പുതിയ ബോയ് ഫ്രണ്ട് ദേവനും ഉണ്ടായിരുന്നു. അവന്റെ മൂക്കിൽ തലേന്ന് അബിയുടെ കൈ പതിഞ്ഞ സ്ഥലത്ത് ഒരു ബാൻഡേജ് ഉണ്ട്. അഭിനവിനെ കണ്ടതും ദേവൻ അവന്റെ അരികിലേക്ക് ഓടി വന്നു. നീ എന്താടാ ഇവിടെ? റോട്ടിൽ കൂടെ തെണ്ടി നടക്കുന്നവർക്ക് കയറി നിറങ്ങാനുള്ളതല്ല ഈ സ്ഥലം, ദേവൻ പറഞ്ഞു. രംഗം കൂടുതൽ വഷളാവണ്ട എന്ന് കരുതി അനന്യ ഇടപെട്ടു. മിസ്റ്റർ ദേവൻ, ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. ഞാൻ വിളിച്ചിട്ട് അയാൾ വന്നത്. അനന്യ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ദേവൻ നിന്നു. അനന്യ, നീ എന്തൊക്കെയായി പറയുന്നേ? ഇവൻ ആരാണെന്ന് നിനക്കറിയോ? ഇവനെ വിവാഹം കഴിക്കാൻ പോവാണെന്നോ? നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ദേവൻ അഭിനവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അഭിനവ് ചാടി എഴുന്നേറ്റ് ദേവന്റെ കോളറിൽ പിടിച്ചു. നിനക്ക് കെട്ടിയതൊന്നും പോരല്ലടാ. അടുത്ത നിമിഷം ബലിഷ്ഠമായ ഒരു കൈ അഭിനവിനെ തടഞ്ഞു. പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന ബിസിനസ്മാൻ വിക്രമായിരുന്നു അത്. SR ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർ. മറ്റുള്ള ബിസിനസ്സുകാരെല്ലാം വിക്രത്തെ ആശ്രയിച്ചാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ളവരുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ് വിക്രം. എന്താ ഇവിടെ പ്രശ്നം? വിക്രം അവരെ നോക്കി ചോദിച്ചു. വിക്രം സാർ, ഇവനൊരു ക്രിമിനലാ. അനാവശ്യമായിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക. അത് കേട്ടതും വിക്രം അഭിനവിനെ മൊത്തത്തിലൊന്ന് നോക്കി. നോക്ക് മിസ്റ്റർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് നടക്കുന്നത്. ഒരുപാട് VIP ഗസ്റ്റ് ഒക്കെ വരുന്നതാ. അതിനിടയിൽ ഇങ്ങനത്തെ ഷോയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടില്ലല്ലോ. ഇൻവൈറ്റ് ചെയ്തവർ മാത്രം മതി ഇവിടെ. പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ പുറത്തു പോകണം. ഒട്ടും മയമില്ലാതെ വിക്രം അഭിനവനോട് ആവശ്യപ്പെട്ടു. അഭിനവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതിനാൽ അത് കേട്ട ഉടനെ അനന്യ പറഞ്ഞു. സോറി സാർ, ഇതിന്റെ ഫിയാൻസിയാ. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ പോയേക്കാം. അവൾ അഭിനവന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് വിക്രമിന്റെ കണ്ണുകൾ അഭിനവന്റെ മോതിരത്തിലെത്തിയത്. ഒരു മിനിറ്റ്, വിക്രം പിന്നിൽ നിന്ന് വിളിച്ചു. അത് കേട്ട് എല്ലാവരും ഒരുമിച്ച് വിക്രമിനെ നോക്കി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. വിരോധമില്ലെങ്കിൽ ഒന്ന് എന്റെ ക്യാബിനിലേക്ക് വരൂ. വിക്രമിന്റെ സംസാരത്തിൽ വന്ന മാറ്റം കണ്ട് ദേവനും കൂട്ടുകാരും അമ്പരന്ന് പോയി.
ഒരു ഡെലിവറി ബോയോട് ഇത്രയും വലിയൊരു മനുഷ്യന് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് അവർ ചിന്തിച്ചു. അപ്പോഴേക്കും വിക്രം അവനെയും കൊണ്ട് അവിടെയുള്ള തന്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. മുറിയിൽ കയറി വാതിലടച്ച ശേഷം വിക്രം അവനെ നോക്കി പറഞ്ഞു, നിന്റെ മോതിരം എനിക്ക് ഊരിത്താ. അത് കേട്ടതും അഭിനവിന്റെ നെറ്റി ചുളിഞ്ഞു. എന്തിന്? അവൻ ചോദിച്ചു. എനിക്കതൊന്ന് നോക്കണം, ഞാനിത് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്, വിക്രം പറഞ്ഞു. അഭിനവ് സംശയത്തോടെ മോതിരം ഊരി വിക്രമിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. വിക്രം മോതിരം തിരിച്ചും മറിച്ചു നോക്കി. അതിന്റെ ഉൾഭാഗത്ത് ടി എന്ന അക്ഷരം തിളങ്ങുന്നത് അയാൾ കണ്ടു. ആ തിളക്കത്തോടൊപ്പം ഇടിമിന്നൽ പോലൊരു മുഖം കൂടി അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. വിക്രമിന്റെ ഹൃദയമിടിപ്പ് കൂടി. നിന്റെ അച്ഛന്റെ പേരെന്താ? അയാൾ ചോദിച്ചു. സഞ്ജയ് രജപുത്ര. അത് കേട്ടതും വിക്രം അഭിനവന്റെ മുന്നിൽ അറിയാതെ മുട്ടുകുത്തി. ടൈഗർ, ഒടുവിൽ ഞാൻ അങ്ങേ കണ്ടെത്തിയിരിക്കുന്നു, നിറഞ്ഞ കണ്ണുകളോടെ വിക്രം പറഞ്ഞു. വിക്രമന്റെ നാവിൽ നിന്ന് ടൈഗർ എന്ന് കേട്ടതും അഭിനവ് അമ്പരന്ന് പോയി. തന്റെ അച്ഛൻ വിളിക്കാറുള്ള പേര് ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന് അവൻ ചിന്തിച്ചു. കഴിഞ്ഞ 18 വർഷമായി നിന്നെ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം നിന്റെയാണ് മോനെ. നിന്റെ അച്ഛൻ സഞ്ജയ് രജപുത്രയുടെ അധ്വാനത്തിന്റെ ഫലം. വിക്രം പറഞ്ഞത് കേട്ട് അഭിനവ് ഞെട്ടിപ്പോയി. ഞാനും നരേന്ദ്രനും നിന്റെ അച്ഛനും കൂടെ കെട്ടിപ്പൊക്കിയതാ MK ഗ്രൂപ്പ്. ഇവിടെ ഞങ്ങൾക്ക് ശത്രുക്കളില്ലായിരുന്നു. നിന്റെ അച്ഛന്റെ പേര് കേട്ടാ മതി എല്ലാവരും വിറയ്ക്കും. പക്ഷേ അദ്ദേഹം പോയതോടെ കാര്യങ്ങളെല്ലാം മാറി. ശത്രുക്കളുടെ എണ്ണവും കൂടി. ഡേവിഡ് തരകൻ എന്നൊരാളുണ്ട്. പണ്ടേ MK ഗ്രൂപ്പിന്റെ ശത്രുവാണ്. ഇപ്പോ അയാൾ നിന്നെ കൊല്ലാൻ നടക്കുക. ഞാനും നരേന്ദ്രനും എപ്പോഴും നിന്റെ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നോക്ക്, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നെടുത്ത ഫോട്ടോ. വിക്രം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു. അഭിനവന്റെ കണ്ണുകൾ ആ ഫോട്ടോയിൽ എത്തി നിന്നു. അതിലുള്ള ഓരോരുത്തരെയും വിക്രം അവന് പരിചയപ്പെടുത്തി. ഇത് ഞാൻ, നടുക്കുള്ളത് നിന്റെ അച്ഛൻ സഞ്ജയ്, അടുത്ത് നിൽക്കുന്നത് നരേന്ദ്രൻ. നരേന്ദ്രന്റെ മുഖം കണ്ടതും അഭിനവ് ഞെട്ടിപ്പോയി. കാലം എത്ര കഴിഞ്ഞാലും തനിക്ക് മറക്കാൻ കഴിയാത്ത മുഖം. എപ്പോഴും താൻ കാണുന്ന സ്വപ്നങ്ങളിൽ തെളിഞ്ഞു വരാറുള്ള അതേ മുഖം. തന്റെ അച്ഛനെ ചതിച്ചു കൊന്നവൻ നരേന്ദ്രൻ. അഭിനവന്റെ കണ്ണുകൾ തീക്കനൽ പോലെ ചുവന്നു. അത് കണ്ടതും വിക്രം ചോദിച്ചു, എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞോളൂ, അഭിനവ് പറഞ്ഞു. ഇപ്പോഴിതൊക്കെ നോക്കി നടത്തുന്നത് നരേന്ദ്രന്റെ മോൻ രോഹന. എന്നെങ്കിലും ടൈഗർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇതുവരെ ഞങ്ങൾ കാത്തിരുന്നത്. എല്ലാം നീ ഏറ്റെടുക്കണം. സഞ്ജയ് നിർത്തിയിടത്തു നിന്ന് നീ തുടങ്ങണം, വിക്രം പറഞ്ഞു. അഭിനവ് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. MK ഗ്രൂപ്പിനെ പറ്റി അവന് മുന്നേ അറിയാം. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം തന്നെയാണത്. കൊച്ചിയിലെ എല്ലാ വലിയ സംരംഭങ്ങളിലും MK ഗ്രൂപ്പ് എന്ന ബിസിനസ് ഭീമന്മാരുടെ ഷെയറുണ്ട്. 1000 രൂപ തികച്ചെടുക്കാനില്ലാതിരുന്ന താനാണ് ഇപ്പോൾ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുടെ അധിപനാണെന്ന് പറയുന്നത്. പക്ഷെ അവനെ അലട്ടുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ മുന്നിലുണ്ട്. അഭിനവ് വല്ലാത്തൊരു ഭാവത്തോടെ ചുമരിലെ ഫോട്ടോയിലേക്ക് നോക്കി. അച്ഛന്റെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവന്റെ കാതിൽ മുഴങ്ങി. ടൈഗർ അബി, ആ ചതീന്റെ മുഖം നീ കണ്ടതല്ലേ? ഓർത്തു വെക്കണം, ഒരിക്കൽ അവൻ നിന്റെ മുന്നിൽ വരും. ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം. അച്ഛൻ പറഞ്ഞത് സത്യമാവുന്നതായി അഭിനവിന് തോന്നി. നരേന്ദ്രന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും അഭിനവന്റെ കണ്ണുകളിൽ പകയാളിക്കൊണ്ടിരുന്നു. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനാണ് ഇയാൾ. സുഹൃത്തായി കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ ചതിയൻ. ഇയാളോട് പകരം ചോദിച്ചാൽ മാത്രമേ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. ടൈഗറിന്റെ മനസ്സിരമ്പി. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു മോനെ? അബിയുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് വിക്രം ചോദിച്ചു. എനിക്ക് വേറെ ആരുമില്ലല്ലോ. അച്ഛൻ മരിച്ച ശേഷം ഞാനൊരു ഓർഫനേജിലായിരുന്നു. പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെയാ. പിന്നെ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു. ഹയർ സ്റ്റഡീസിന് പൈസയൊക്കെ ജോലി ചെയ്ത് ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ പോണു, അഭിനവ് പറഞ്ഞു. 5 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ തന്റെ കുടുംബത്തെപ്പറ്റി കൂടുതലൊന്നും അവൻ അറിയില്ല എന്ന് വിക്രമിന് മനസ്സിലായി. അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിക്രം പറഞ്ഞു, നിന്നെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല മോനെ. ഞങ്ങളുടെ കയ്യിൽ നിന്റെ ഒരു പഴയ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വെച്ച് എത്ര കാലം നിന്നെ തിരയാൻ പറ്റും? നീ അങ്ങ് വളർന്നു പോയില്ലേ? അഭിനവനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് വിക്രം തുടർന്നു. എന്നാലും നീ ഞങ്ങളുടെ സഞ്ജയുടെ മോനല്ലേ? എന്നെങ്കിലും ഒരിക്കൽ നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇതൊക്കെ അറിയുമ്പോ രോഹനും സന്തോഷമാകും. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. രോഹന്റെ പേര് കേട്ടപ്പോൾ അഭിനവിന് ദേഷ്യം വന്നു. തന്റെ അച്ഛനെ കൊന്നവന്റെ മകൻ ഇതൊക്കെ അറിഞ്ഞ് സന്തോഷിക്കുമെന്ന് അഭിനവിന് തോന്നിയില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ടല്ലോ എന്ന് അവൻ ചിന്തിച്ചു. അങ്കിൾ, എന്റെ അച്ഛൻ എന്നോട് ഈ ഗ്രൂപ്പിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അഭിനവ് പറഞ്ഞു. അവൻ നിന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്താനാ നോക്കിയത്. പക്ഷെ ഇനിയിപ്പോ അത് പറ്റില്ല. എല്ലാം പഴയതുപോലെ ആവണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. സഞ്ജയ് പോയപ്പോൾ ഗ്രൂപ്പ് വിട്ടു പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരണം.
ദ ഗെയിം ഈസ് സ്റ്റിൽ ഓൺ. വിക്രം പറഞ്ഞു. തന്റെ കൂട്ടുകാരനായ നരേന്ദ്രനാണ് സഞ്ജയിനെ കൊന്നതെന്ന കാര്യം വിക്രമന് അറിയില്ല എന്ന് അഭിനവന് അപ്പോൾ മനസ്സിലായി. വിക്രം തന്റെ ടേബിളിന്റെ വലിപ്പ് തുറന്ന് ഒരു ചെക്ക് പുറത്തെടുത്ത് അതിലൊരു തുക എഴുതി ഒപ്പിട്ടു. ഇത് 50 കോടി രൂപയുടെ ചെക്ക. ഇത് കൈവച്ചോ. ടൈഗറായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് വരെ നിനക്ക് ഈ പണം ഉപയോഗിക്കാം. വിക്രം പറഞ്ഞു. അഭിനവ് വിക്രമിന്റെ കയ്യിൽ നിന്ന് ആ ചെക്ക് വാങ്ങി. തന്റെ ജീവിതം മാറി മറിഞ്ഞിരിക്കുന്നുവെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെക്ക് ലീഫ് തിരിച്ചു വെച്ചിട്ട് വിക്രം തുടർന്നു. എല്ലാ നീക്കങ്ങളും സൂക്ഷിച്ചു വേണം. നീയാണ് ടൈഗർ എന്ന് തൽക്കാലം ആരും അറിയണ്ട. എല്ലായിടത്തും ശത്രുക്കളുണ്ട്. എല്ലാം പറയാൻ ഒരു നല്ല അവസരം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. തൽക്കാലം ഇതുവരെ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ കഴിയുക. അഭിനവ് അത് കേട്ട് തലയാട്ടി. ഇതേ സമയം പുറത്ത് ദേവനും സൗരവും അനന്യയും അക്ഷമരായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം സാർ അവനെ തട്ടിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയും നേരം വാതിലടച്ചിരിക്കേണ്ട കാര്യം എന്താ? സൗരവ് ചോദിച്ചു. പാവം, സുന്ദരിയായൊരു പെണ്ണിനെ കിട്ടിയിട്ട് ഒരു രാത്രി പോലും അവളോടൊപ്പം കഴിയാനുള്ള യോഗ അവനില്ല. ദേവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവർ തന്നെ കളിയാക്കാണെന്ന് അനന്യയ്ക്ക് മനസ്സിലായി. എങ്കിലും അനന്യയുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞതുപോലെ തന്നെ വിക്രം എന്തിനും മടിക്കാത്ത ആളാണ്. ഒരു മനുഷ്യൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇവർക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്നത്? അവൾ ചിന്തിച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? അനന്യ അവരോട് ദേഷ്യപ്പെട്ടു. ഓ, ഞങ്ങളൊന്നും പറയുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ അവൻ പീസായിട്ട് ചാക്കി കയറി വരും. അപ്പ വിശ്വസിച്ചാ മതി, സൗരവ് പറഞ്ഞു. അത് കേട്ട് ദേവൻ ചിരിച്ചു. പെട്ടെന്ന് വിക്രമിന്റെ മുറിയുടെ വാതിൽ തുറന്നു. വിക്രം അഭിനവനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അഭിയെ ജീവനോടെ കണ്ടപ്പോൾ ദേവന്റെയും സൗരവിന്റെയും മുഖം വാടി. ഇവൻ ചത്തില്ലേ? ദേവൻ ചോദിച്ചു. അതെ, ഞാനും അത് ആലോചിക്കുന്നു. ഇത്ര നേരം കിട്ടിയിട്ട് മറ്റൊരു അവന്റെ ഒരു കയ്യെങ്കിലും സാറ് തല്ലി ഒടിക്കാത്തത് മോശമായി പോയി, സൗരവ് പറഞ്ഞു. വിക്രം അഭിനവനെ അവരുടെ മുന്നിലൂടെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും വിക്രമിന്റെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. ഹായ് ഓൾ, ഇതാണ് മിസ്റ്റർ അഭിനവ്. എൻ്റെ ഒരു പഴയ സുഹൃത്തിന്റെ, അല്ല, എൻ്റെ ഒരു പഴയ ഡ്രൈവറുടെ മകനാണ്. വിക്രം അഭിനവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. അഭിനവ് വെറും ഒരു ഡ്രൈവറിന്റെ മകനാണെന്ന് കേട്ടപ്പോൾ ദേവനും സൗരവനും സമാധാനമായി. എൻജോയ് ദ പാർട്ടി, വിക്രം പറഞ്ഞു. ശേഷം അയാൾ അഭിനവനെ വിട്ട് ബാക്കിയുള്ള അതിഥികളെ കാണാൻ പോയി. വിക്രം എന്തിനാണ് ഒരു ഡ്രൈവറുടെ മകൻ ഇത്രയും പ്രാധാന്യം നൽകുന്നതെന്ന് ദേവനും സൗരവനും മനസ്സിലായില്ല. അപ്പോഴേക്കും അനന്യ അവന്റെ അരികിലേക്ക് മെല്ലെ മെല്ലെ നടന്നു വന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വിക്രം സാറ് കൂട്ടിക്കൊണ്ടു പോയപ്പോ നീ തീർന്നെന്നാ ഞാൻ വിചാരിച്ചത്, അനന്യ പറഞ്ഞു. ഞാൻ ചത്ത നിനക്കെന്താ പ്രശ്നം? നീ എന്തിനാ ടെൻഷനാവുന്നേ? അഭിനവ് അവളെ കളിയാക്കി ചോദിച്ചു. അയ്യോ, എനിക്ക് ടെൻഷനൊന്നുമില്ല. വിക്രം സാറിന്റെ ഒരു രീതി വെച്ച് പറഞ്ഞേ ഉള്ളൂ, അനന്യ പറഞ്ഞു. അപ്പോഴേക്കും സൗരവും ദേവനും അങ്ങോട്ട് വന്നു. അകത്ത് പോയിട്ട് കുറെ നേരം ആയല്ലോടാ, സാറെന്താ പറഞ്ഞേ? ദേവൻ ചോദിച്ചു. അത് കേട്ട് അഭിനവ് അവനെ അടിമുടി ഒന്ന് നോക്കി. ഓ അതോ? പുറത്തിറങ്ങിയ ഉടനെ ദേവനെന്ന് പേരുള്ള ഒരു കഴുത വന്ന് എന്തെങ്കിലും ചോദിക്കും. അവനോടൊന്നും പറയണ്ടെന്നാ സാറ് പറഞ്ഞത്. സംഭവം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. ദേവനെ കളിയാക്കിക്കൊണ്ട് അഭിനവ് അവിടെ നിന്നും മാറി. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കൾച്ചറില്ലാത്ത ഈ ദരിദ്രവാസിയെ പിടിച്ച് തലയിൽ കയറ്റി വെച്ചവരെ വേണം പറയാൻ. ഇപ്പൊ അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ദേവൻ അഭിനവ് കേൾക്കുന്നത് പോലെ തന്നെ ഉറക്കെ പറഞ്ഞു. എന്നിട്ടും അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതോടെ ദേവന്റെ ദേഷ്യം ഇരട്ടിച്ചു. നീ എന്തിനാടാ ടെൻഷൻ ആവുന്നത്? ഇവനൊക്കെ നമുക്ക് പറ്റിയ ഇരയാണ്, വിട്ടുകളാ. സൗരവ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പാർട്ടി കഴിഞ്ഞപ്പോൾ അഭിനവ് അനന്യയുടെ കാറിൽ കയറി. ഡ്രൈവർ, എന്റെ വീട് ഇവിടെ അടുത്താ. ആദ്യം നമുക്ക് അവിടെ പോകാം. കല്യാണം കഴിഞ്ഞാൽ എവിടേക്കാണ് വരേണ്ടതെന്ന് ചിലരെല്ലാം കാണട്ടെ. അനന്യ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ആ വിചാരം 8 മടക്കി പോക്കറ്റ് വെച്ചോ. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് സ്വന്തമായിട്ട് വീട് പോയിട്ട് ഒരു തൊഴുത്ത് പോലും ഉണ്ടാവില്ലെന്ന്. ഡ്രൈവർ, ആദ്യം എന്നെ ഡ്രോപ്പ് ചെയ്യ്, എന്നിട്ട് ഇയാളെ എവിടെയാന്ന് വെച്ച് കൊണ്ടാക്കിക്കോ, അനന്യ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ചോടാ, ഇതൊന്നും എന്റെ തീരുമാനമല്ലല്ലോ മുത്തേ. നിന്റെ മുത്തച്ഛൻ തന്നെയല്ലേ നിന്നെ കെട്ടണം എന്നോട് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാ പിന്നെ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. അതിപ്പോ വാടക വീടായാലും ശരി, തൊഴുത്തായാലും ശരി, അഡ്ജസ്റ്റ് ചെയ്തോണം. അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഓവർ സ്മാർട്ട്നെസ് ഒന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റില്ല. അല്ലെങ്കിൽ ശരിയാക്കി തന്നേനെ നിന്നെ. എന്നെ ചതിച്ചവനാ നീ. ഇനി എന്റെ കഷ്ടകാലത്തിന് നിന്റെ കൂടെ താമസിക്കണമെന്നെങ്ങാനും മുത്തച്ഛൻ പറഞ്ഞ ഞാൻ നിന്റെ വീട്ടിലേക്കല്ല, നീ എന്റെ വീട്ടിലേക്ക് വരും. അതും വെറും ഒരു ജോലിക്കാരനെ പോലെ. അങ്ങനെ നിന്നാ മതി, മനസ്സിലായല്ലോ, അനന്യ പറഞ്ഞു. അത് കേട്ട് അഭിനവ് ചിരിച്ചതേ ഉള്ളൂ. നീ എങ്ങനെ എന്റെ ബെഡിലെത്തിയത്? അനന്യ ദേഷ്യത്തോടെ ചോദിച്ചു. ഇത് തന്നെയല്ലേ ഞാനും രാവിലെ മുതൽ നിന്നോട് ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഇമാതിരി വൃത്തികെട്ട പണി ചെയ്യുന്ന ശത്രുക്കളൊന്നും എനിക്കില്ല.
ഇത് നിനക്കുള്ള കൊട്ടേഷനാ. അപ്പോൾ നീ തന്നെയാ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അഭിനവ് പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന അനന്യ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാർ അനന്യയുടെ വീട്ടിലെത്തി. അഭിനവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വാതിൽ ശക്തമായി അടച്ച് അനന്യ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അവനെയും കൊണ്ട് കാറ് മുന്നോട്ട് നീങ്ങി. അഭിനവന്റെ കണ്ണുകൾ തന്റെ മോതിരത്തിലെത്തി നിന്നു. ഇതില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആരും എന്നെ തിരിച്ചറിയില്ലായിരുന്നു. ഒരു നെടുവീർപ്പോടെ അവൻ ആ മോതിരം തന്റെ ചുണ്ടോട് ചേർത്തു. വൈകാതെ കാർ അവന്റെ വീട്ടിലെത്തി. അടുത്ത ദിവസം അലാറം മുഴങ്ങിയപ്പോൾ അഭി വീണ്ടും അതേ സ്വപ്നം കാണുകയായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് അവൻ മനസ്സിലേക്ക് തലേന്ന് വിക്രം പറഞ്ഞതെല്ലാം ഓടി വന്നു. തന്റെ അച്ഛന്റെ കമ്പനി ഇത്രയും വർഷങ്ങൾ നിലനിർത്തിയതിന് അവൻ വിക്രമനോട് മനസ്സിൽ നന്ദി പറഞ്ഞു. വാച്ചിലേക്ക് നോക്കി അഭിയുടെ ഭാവം മാറി. ജോലിക്ക് പോകാൻ നേരമായിരിക്കുന്നു. താൻ ഇതിനു മുമ്പ് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട്. അഭിനവ് വേഗം എഴുന്നേറ്റ് റെഡിയായി. സിറ്റി ട്രാഫിക്കിൽ 1 മണിക്കൂർ ബൈക്ക് ഓടിച്ച് അവൻ തന്റെ ഓഫീസിലെത്തി. അപ്പോഴാണ് അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് ഹരീഷ് അവനെ കണ്ടത്. പഴയ സഹപാഠിയായിരുന്നു എങ്കിലും അവിടെ അഭിനവിനേക്കാൾ ഉയർന്ന പോസ്റ്റാണ് ഹരീഷിന്. ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഹരീഷ്. അയാൾക്ക് കീഴ്ജീവനക്കാരുടെ പുച്ഛമാണ്. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് അവരെ കളിയാക്കാൻ ഹരീഷിന് വലിയ ഇഷ്ടമാണ്. ഹലോ ഡെലിവറി ബോയ്, ഹരീഷ് ഉറക്കെ വിളിച്ചു. അഭി കൂട്ടുകാരനാണെന്ന ഭാവമൊന്നും ഹരീഷിനില്ല. തരം കിട്ടുമ്പോഴെല്ലാം അവൻ അഭിയെ അപമാനിക്കും. ബോസ് നിന്റെ അകത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ അവിടെ പോയി കിടക്കരുതണ നീ. നിന്റെ അച്ഛന്റെ കല്യാണമായിരുന്നോ? അവനെ കളിയാക്കിക്കൊണ്ട് ഹരീഷ് ചോദിച്ചു. പക്ഷെ അത് കേട്ടത് അഭിയുടെ ചോര തളച്ചു. അവൻ മുഷ്ടി ചുരുട്ടി. തനിക്ക് വരാനാവില്ല എന്ന് അഭി ഈ പ്രശ്നങ്ങൾക്കിടയിലും ഹരീഷിനെ വിളിച്ചു പറഞ്ഞിരുന്നു. തന്റെ ലീവ് ഹരീഷ് മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാത്തതാണെന്നും അവനറിയാം. ഒന്നും മിണ്ടാതെ അഭി ബോസിന്റെ ക്യാബിനിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് സാർ. ക്യാബിന്റെ ഡോർ പതിയെ തുറന്നുകൊണ്ട് അഭിനവ് പറഞ്ഞു. അത് കേട്ടതും കണക്കുകൾ പരിശോധിക്കുകയായിരുന്ന ബോസ് അവന് ദേഷ്യത്തോടെ നോക്കി. അയാൾ അവനോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. എന്തിനാണാവോ ഇന്ന് സാർ എഴുന്നള്ളിയത്? ബോസ് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ അർത്ഥം അഭിനവിന് മനസ്സിലായില്ല. എന്താ സാർ? അവൻ ചോദിച്ചു. അല്ല, ഇവിടത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സാറാണല്ലോ. അതുകൊണ്ടാണല്ലോ തോന്നിയ പോലെ വരവും പോക്കും. ഇന്നലെ ഇവിടെ എത്ര ഡെലിവറിയാ നീ ഒറ്റ ഒരുത്തം വരാത്തത് കാരണം മുടങ്ങിയെന്നറിയോ? തന്റെ മേശപ്പുറത്ത് ദേഷ്യത്തോടെ ഇടിച്ചുകൊണ്ട് ബോസ് പറഞ്ഞു. പക്ഷെ സാർ, എനിക്ക് മാസത്തിൽ 1 ക്യാഷ് ലീവില്ലേ? ഞാൻ ഇതിനു മുമ്പ് ലീവൊന്നും എടുത്തിട്ടില്ല. പിന്നെ വരില്ലെന്ന് ഞാൻ ഹരീഷ് സാറിനെ അറിയിച്ചിരുന്നു. ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ. അഭിനവ് പറഞ്ഞു. നിനക്ക് ലീവ് തരണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ലീവ് എടുക്കാൻ ഇത് നിന്റെ അച്ഛന്റെ കമ്പനിയൊന്നുമല്ല. അച്ഛനെ പറഞ്ഞപ്പോൾ അഭിനവിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ ബോസിനെ തുറിച്ചു നോക്കി. എന്താണാ നോക്കി പേടിപ്പിക്കുന്നേ? ഗുരുതരമായ വീഴ്ചയാ ഉണ്ടായത്. ഇനി നിന്റെ സേവനം ഇവിടെ വേണ്ട. പകരം ഞാൻ വേറെ ആളെ വെച്ചു. കൂടും കിടക്കൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ, ബോസ് പറഞ്ഞു. അത് കേട്ട് അഭിനവിന് ഞെട്ടലൊന്നും ഉണ്ടായില്ല. നിസ്സാര കാര്യത്തിന് ആളുകളെ പറഞ്ഞു വിടുന്നത് അവിടെ പുതുമയുള്ള കാര്യമല്ല. എപ്പോൾ വേണമെങ്കിലും തന്റെ ജോലിയും നഷ്ടപ്പെടാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അഭിനവ് അവിടെ തുടർന്നിരുന്നത്. ശരി സാർ, ഇതുവരെയുള്ള സാലറി തന്ന ഞാൻ പൊയ്ക്കോളാം, അഭിനവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്തോ? എങ്ങനെ? ഇന്നലെ നീ കാരണം കമ്പനിക്കുണ്ടായ നഷ്ടം ഈ മാസത്തിൽ നിന്റെ മുഴുവൻ ശമ്പളം തന്നാലും തീരില്ല. കണക്ക് നോക്കിയാൽ നീ ഇങ്ങോട്ട് തരേണ്ടി വരും പൈസ. എന്റെ ഒരു മര്യാദ വെച്ച് അത് ഞാൻ ചോദിക്കുന്നില്ല. മിണ്ടാതെ സ്ഥലമിടാൻ നോക്ക്, ബോസ് പറഞ്ഞു. സാർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്ത ജോലിക്കുള്ള കൂലി കിട്ടാതെ ഞാൻ പോവില്ല. സാലറി നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, എന്റെ അവകാശമാണ്. അഭിനവിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അത് കേട്ട് ബോസ് പുച്ഛത്തോടെ ചിരിച്ചു. കിട്ടാതെ നീ പോവില്ല അല്ലേ? ശരി, തന്നേക്കാം. അത് പറഞ്ഞ് അയാൾ മേശപ്പുറത്തിരുന്ന് ബെല്ലടിച്ചു. അടുത്ത നിമിഷം മുറിയുടെ വാതിൽ തുറന്ന് 4 ഗുണ്ടകൾ അകത്തേക്ക് വന്നു. ഈ സാറിന് ശമ്പളം വേണോത്രേ, കൊടുത്തു വിട്ടേക്ക്, ബോസ് കണ്ണിറുക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. അത് കേട്ടതും അവരിൽ ഒരാൾ അവന്റെ ടീഷർട്ട് പിടിക്കാൻ ആഞ്ഞു. മിന്നൽ പോലെ അബി ആ കൈ തടഞ്ഞു. ഉടൻ തന്നെ 4 പേരും അവനെ ആക്രമിക്കാനായി ചെന്നു. അടുത്ത നിമിഷം അബി മുന്നിലുള്ളയാളുടെ തോളിലൂടെ കൈ ചേർത്ത് അയാളെ വലിച്ചു. അയാൾ ബോസിന്റെ മേശപ്പുറത്തേക്ക് കറങ്ങി വീണു. അവൻ ഉടനെ തന്നെ മറ്റുള്ളവരെ നേരിടാനായി റെഡിയായി നിന്നു. അവന്റെ ചലനങ്ങൾ പരിശീലനം സിദ്ധിച്ച ഒരു കിക്ക് ബോക്സറുടേതിന് സമാനമായിരുന്നു. വൈകാതെ തന്നെ ബോസിന്റെ 4 ഗുണ്ടകളും അഭിനവന്റെ അടി കൊണ്ട് വീണു. മനോഹരമായി ഇന്റീരിയർ ചെയ്തിരുന്ന ആ ക്യാബിൻ നിമിഷം നേരം കൊണ്ട് യുദ്ധക്കളം പോലെയായി മാറി. താഴെ വീണ് കിടക്കുന്ന തടിയന്മാരെ നോക്കിക്കൊണ്ട് ബോസ് നിന്ന് വിറച്ചു. അവരെ ഇത്ര എളുപ്പത്തിൽ അഭിനവനെ പോലെ ഒരാൾക്ക് എങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അയാൾ ചിന്തിച്ചു. അപ്പോഴേക്കും അഭിനവ് ബോസിന്റെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് മേശപ്പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ട് ഒരു വല്ലാത്ത നോട്ടത്തിൽ അവൻ പറഞ്ഞു, സാറേ, സാലറി കിട്ടാതെ ഞാൻ പോവില്ല. ഭയന്നുപോയ ബോസ് ഡ്രോയിൽ നിന്ന് ചെക്കെടുത്ത് അതിൽ തുക എഴുതി വിറയ്ക്കുന്ന കൈകളുടെ അഭിനവിന് നൽകി. അവൻ ചെക്ക് വാങ്ങി ചുറ്റിനും ഒന്ന് നോക്കി. 1 മാസത്തെ സാലറിയിൽ തീരാത്ത നാശനഷ്ടങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സാറ് മട്ടാഞ്ചേരിക്ക് വന്നാൽ മതി. നമുക്ക് കണക്ക് അവിടെ വെച്ച് തീർക്കാം.
അഭിനവിന്റെ സംസാരം അധികാര സ്വരത്തിലായിരുന്നു. അത് കേട്ട് ബോസ് ഭയന്ന് വിറച്ചുപോയി. ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും എന്തോ ഒരു കടം ബാക്കിയുള്ളതുപോലെ അവന് തോന്നി. അഭിനവ് ഫോൺ എടുത്ത് ഒരിക്കൽ കൂടി വിക്രമിനെ വിളിച്ചു. എന്താ മോനെ? വിക്രം ചോദിച്ചു. അങ്കിൾ, ഞാൻ ബൽറാം സാറിനെ നേരിട്ട് കാണുന്ന നിർബന്ധമാണ്. എനിക്ക് ഇത്രയും വലിയ ആളുകളെ ഡീൽ ചെയ്തുള്ള പരിചയമില്ല. അഭിനവ് പറഞ്ഞു. മോനെ, ബൽറാം സാറല്ല, ബൽറാം, അങ്ങനെ വേണം വിളിക്കാൻ. നീ ഇപ്പൊ വെറും അഭിനവല്ല, യു ആർ അവർ ടൈഗർ. നിന്നെ എല്ലാവരും ബഹുമാനിക്കേണ്ടത്. സോ ബി ബ്രേവ്. നമുക്ക് വൈകുന്നേരം കാണാം. ഇത്രയും പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്തു. വിക്രമന്റെ വാക്കുകൾ കേട്ടപ്പോൾ അഭിനവന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവൻ നേരെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയതും അവനൊരു പിസ്സ ഓർഡർ ചെയ്ത് നേരെ കിടക്കയിലേക്ക് വീണു. ഈ മുറിയിൽ അത്രയും സമാധാനത്തോടെ ഇതിനു മുമ്പ് അവൻ കിടന്നിട്ടില്ലെന്ന് അവന് തോന്നി. ജീവിതം ഇതുവരെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വൈകുന്നേരം വരെ പണിയെടുക്കണമായിരുന്നു. സമാധാനമില്ലാത്ത നാളുകൾ അവസാനിച്ചു എന്ന് അഭിനവ് കരുതി. പക്ഷേ ടൈഗറിനെ തേടി വരാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. സാർ, ഡെലിവറി. അല്പനേരം ചിന്തിച്ചു കിടന്നപ്പോഴാണ് പുറത്തുനിന്നും ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദം കേട്ടത്. അവൻ പുറത്തേക്ക് വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഡെലിവറി ബോയ് ഒരു സ്റ്റുഡന്റ് ആണെന്ന് അവന് മനസ്സിലായി. അഭി തന്നെയാണ് അയാളിൽ കണ്ടത്. പുഞ്ചിരിയോടെ അവൻ പണം കൊടുത്ത് ആ പിസ്സ വാങ്ങി. സാറേ, 500 രൂപയാ ബില്ല്, ഇത് കൂടുതലുണ്ടല്ലോ, ഡെലിവറി ബോയ് പറഞ്ഞു. അവൻ ബാക്കി അഭിനവിന്റെ നേരെ നീട്ടി. വെച്ചോടാ, എന്റെ ഒരു സന്തോഷത്തിനാന്ന് വിചാരിച്ചാൽ മതി, അഭിനവ് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു കസ്റ്റമർ സ്വന്തം കൂട്ടുകാരനെ പോലെ പെരുമാറുന്നതെന്ന് ആ ഡെലിവറി ബോയ് ഓർത്തു. താങ്ക് യു സാർ, ദിവസം മുഴുവൻ ഓടിയാലാ ഇത്രയൊക്കെ പൈസ കിട്ടുന്നത്, അവൻ പറഞ്ഞു. നീ വല്ലതും കഴിച്ചോ? ഇല്ലേ നമുക്ക് ഷെയർ ചെയ്യാം. അവന്റെ അവസ്ഥ ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അബി അങ്ങനെ ചോദിച്ചത്. വേണ്ട സാർ, എനിക്ക് വേറൊരു ഓർഡർ കൂടിയുണ്ട് എന്ന് നന്ദിപൂർവ്വം പറഞ്ഞ ശേഷം ഡെലിവറി ബോയ് ഇറങ്ങി. അഭിനവ് വൈഷ്ണവയെ പറ്റി ഓർത്തു. ഈ ചെറിയ വീട്ടിലേക്ക് അവളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അത്യാവശ്യം സൗകര്യമുള്ള മറ്റൊരു വാടക വീട് അവൻ അന്വേഷിച്ചത്. അഡ്വാൻസ് കൊടുക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് അലഞ്ഞു. എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി കിട്ടുന്ന ഓരോ രൂപയും ഉറുമ്പരിമണി ശേഖരിക്കുന്നത് പോലെ അവൻ കൂട്ടിവെച്ചു. എന്നിട്ടോ പണം കണ്ടപ്പോ അവൾ വേറൊരുത്തന്റെ പിന്നാലെ പോയി. അഭിനവിന് വല്ലാത്ത വിഷമം തോന്നി. അർഹതയില്ലാത്ത ആർക്കു വേണ്ടിയും ഇനി തന്റെ ജീവിതം വേസ്റ്റ് ആക്കില്ല എന്നവൻ തീരുമാനിച്ചു. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വൈകുന്നേരത്തെ മീറ്റിംഗിന് പോകാനായി ഒരു ഗ്രേ കളർ ഷർട്ടും ബ്ലാക്ക് പാന്റും അവൻ വാങ്ങിവെച്ചിരുന്നു. വൈകിട്ട് വിക്രം പറഞ്ഞ സമയത്ത് തന്നെ അവൻ ആ ലൊക്കേഷനിലെത്തി. ഹോട്ടൽ സഫയർ പുറത്തുനിന്ന് കണ്ടതും അഭിനവ് ആകെ അത്ഭുതപ്പെട്ടു. ഇത്രയും വലിയൊരു ഹോട്ടൽ അടുത്തുനിന്ന് കാണാൻ പോലുമുള്ള അർഹത അവൻ ഇതുവരെ ഇല്ലായിരുന്നു. അഭിനവ് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഹോട്ടലിനുള്ളിലേക്ക് കടന്നു. ഏയ്! അവൻ അകത്തേക്ക് കടന്നതും പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഒരു സെക്യൂരിറ്റി ഓഫീസർ അവന്റെ നേരെ ഓടി വരുന്നത് അവൻ കണ്ടു. എങ്ങോട്ടാണോ ഈ തള്ളി കയറി പോകുന്നേ? സെക്യൂരിറ്റി ഓഫീസർ ദേഷ്യത്തോടെ ചോദിച്ചു. ചേട്ടാ, എനിക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അഭിനവ് മറുപടി പറഞ്ഞു. അത് കേട്ടതും അവനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് സെക്യൂരിറ്റി ഓഫീസർ ഉറക്കെ ചിരിച്ചു. മീറ്റിംഗോ? നിനക്കോ? ഈ വേഷത്തിലാണോ മീറ്റിംഗ്? മോനെ, തമാശ കളിക്കാതെ പോ, അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല, അയാൾ പറഞ്ഞു. ഈ വേഷത്തിന് എന്താ ഏട്ടാ പ്രശ്നം? എന്റെ ഗസ്റ്റ് അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ സമയം വെറുതെ കളയല്ലേ, അഭിനവ് പരിഭ്രമത്തോടെ സെക്യൂരിറ്റി ഓഫീസറോട് പറഞ്ഞു. എന്നാൽ അവനെ കണ്ടിട്ട് അത്തരമൊരു ഹോട്ടലിൽ ഒരു ബിസിനസ് മീറ്റിന് വന്നയാളെ പോലെ അയാൾക്ക് തോന്നിയില്ല. വലിയ വലിയ ബിസിനസ്സുകാർ മാത്രമാണ് അത്രയും വലിയ ഹോട്ടലിൽ ഡിസ്കഷൻ നടത്താറുള്ളത്. എല്ലാവർക്കും ബ്രാൻഡഡ് സൂട്ടും മറ്റും ഒക്കെ ഉണ്ടാകും. നോക്ക്, നിന്നെ പോലുള്ളവരെ എനിക്ക് നന്നായിട്ടറിയാം. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വലിഞ്ഞു കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല നിന്റെയൊക്കെ ഹോബി. അതെന്തായാലും ഇവിടെ നടക്കില്ല, മര്യാദയ്ക്ക് പോകാൻ നോക്ക്, സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ പേര് ഇവിടുത്തെ ഗസ്റ്റ് ലിസ്റ്റ് കാണും, നിങ്ങൾ അതൊന്ന് നോക്ക്. വേഷം നോക്കിയാണോ നിങ്ങൾ ആളെ ഇളക്കുന്നത്? അഭിനവ് ചോദിച്ചു. എടാ കൊച്ചനെ, തോന്നും പോലെ കയറി ഇറങ്ങാൻ ഈ ഹോട്ടലിൽ നിന്റെ അച്ഛന്റെ വകയൊന്നുമല്ല, വെറുതെ അടി മേടിക്കാതെ പോ, സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. അവിടെ വെച്ചൊരു പ്രശ്നമുണ്ടാക്കിയ ആളുകളുടെ ശ്രദ്ധ അവിടേക്ക് തിരിക്കാൻ അബി ആഗ്രഹിച്ചില്ല. അബി ഉടനെ തന്നെ ഫോൺ എടുത്ത് വിക്രമിനെ വിളിച്ചു. ആ മോനെ, നീ എവിടെ എത്തി? വിക്രം ചോദിച്ചു. അങ്കിൾ, ഞാൻ ഈ ഹോട്ടലിന് മുന്നിലുണ്ട്, നമ്മുടെ റൂം നമ്പർ എത്രയെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം, അഭിനവ് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു. മോനെ, ഈ ഹോട്ടൽ തന്നെ നമ്മുടെയാ, ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നീ റിസപ്ഷനിൽ ചെന്ന് ഏതെങ്കിലും ഒരു സ്യൂട്ട് റൂമിന്റെ കീ എടുത്ത് അവിടെ പോയി വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വന്നോളാം, വിക്രം പറഞ്ഞു. അങ്ങളെ, ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് അകത്തേക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി എന്നെ പോലുള്ളവരെ അകത്ത് കയറ്റില്ലെന്നാ പറയുന്നത്, അഭിനവ് ഒരു അല്പം മടിയോടെ പറഞ്ഞു. ഇത് കേട്ടതും വിക്രമിന്റെ ശബ്ദം കനത്തു. ഏത് സെക്യൂരിറ്റി അങ്ങനെ പറഞ്ഞത്? ഒരു 10 മിനിറ്റ്, ഞാൻ ദാ വരുന്നു, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, വിക്രം പറഞ്ഞു.
അഭിനവ് ഫോണിൽ സംസാരിക്കുന്നത് ആ സെക്യൂരിറ്റി ഓഫീസർ കേൾക്കുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം അവ നടത്തിയൊരു നാടകമാണതെന്നായിരുന്നു അയാൾ വിചാരിച്ചത്. എന്തോ നാടായത്? നീ വേഷം കെട്ടിറക്കുവാണോ? നീ ഫോൺ ചെയ്യുന്നതായിട്ട് അഭിനയിച്ചാ കണ്ട് പേടിച്ച് നിന്നെ ഞാൻ അകത്തേക്ക് വിടുമെന്ന് വിചാരിച്ചോ? നമ്പർ ഇറക്കാൻ നിൽക്കാതെ നീ സ്ഥലം വിട്, സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. അയാൾ അഭിനവനെ അവിടെ നിന്നും തള്ളി പുറത്തേക്കിറക്കി. അപ്പോഴാണ് അവരുടെ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത്. വൈഷ്ണവി, ദേ നിന്റെ എക്സ് അവിടെ വന്ന് നിൽക്കുന്നു. ശബ്ദം കേട്ട് അഭിനവ് തിരിഞ്ഞു നോക്കി. അത് വൈഷ്ണവിയും ദേവനുമായിരുന്നു. ദേവൻ പ്ലീസ്, ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ എൻ്റെ എക്സ് ഒന്നുമല്ല. ഇതുപോലെ കാൽക്കാശിന് ഗതിയില്ലാത്തവരെ ബോയ് ഫ്രണ്ട് ആക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല, വൈഷ്ണവി ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് അഭിനവ് കേട്ടു. അവൻ വൈഷ്ണവിയെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. കാൽക്കാശിന് ഗതിയില്ലാത്തവരെ നീ ബോയ് ഫ്രണ്ട് ആക്കില്ലല്ലേ വൈഷ്ണവി? എന്നാൽ ഈ കാൽക്കാശിന് ഗതിയില്ലാത്തവൻ നിനക്കൊരു ഉപദേശം തരാം. ആളുകളുടെ പോക്കറ്റിനെ കനം നോക്കി സുഹൃത്തിനെയും ബോയ് ഫ്രണ്ടിനെയും തിരഞ്ഞെടുക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇത് നിന്നെ നിന്റെ നാശത്തിലെത്തിക്കും. ഞാനാ പറയുന്നത്. അഭിനവ് പറയുന്നത് കേട്ട് വൈഷ്ണവ് കൈയടിച്ചുകൊണ്ട് അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. മാസ് ഡയലോഗ്, ആരും കേൾക്കണ്ട, കേട്ടാ നിന്നെ പിടിച്ച സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കും. അഭിനവ് അത് കേട്ടത് ഒന്നും മിണ്ടാതെ നിന്നു. അല്ല, നീ എന്താ ഇവിടെ? കുടിച്ചു ബോധമില്ലാതെ വഴുതേറ്റ് വന്നതാണോ? ദേവൻ ചോദിച്ചു. വിക്രം സാർ വിളിച്ചിട്ട് വന്നതാ, അഭി പറഞ്ഞു. അത് കേട്ടതും ദേവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഓ, നീ അങ്ങേരുടെ ഏതോ ഡ്രൈവറുടെ മോനാണല്ലോ. സത്യം പറയടാ, ആ വഴിക്ക് വല്ല ജോലിയും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ? എന്നിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കുന്നു. വിക്രം സാർ വിളിച്ചത്രേ, ദേവൻ പറഞ്ഞു. ഇവൻ വന്നപ്പോ തുടങ്ങിയാ സാറേ അഭിനയം. തലയ്ക്ക് സുഖമില്ലാത്ത ചെറുക്കനാണെന്ന് തോന്നുന്നു. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞത് കേട്ട് ദേവനും വൈഷ്ണവിയും ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവിടേക്ക് കറുത്ത നിറത്തിലുള്ള ഒരു ലക്ഷറി കാർ വന്ന് നിന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ഉടൻ അവിടേക്കായി. കാറിൽ നിന്ന് വിക്രം പുറത്തേക്കിറങ്ങി. ഒപ്പം മറ്റൊരാളും, 6 അടി പൊക്കത്തിൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ, ബൽറാം. പ്രശസ്തമായൊരു ടെക്സ്റ്റൈൽസ് കമ്പനി ഓണറും MK ഗ്രൂപ്പിന്റെ ശക്തമായ ഒരു തൂണുമാണ് അയാൾ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ എടുപ്പ് അയാളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടെന്ന് അഭിനവിന് തോന്നി. എന്താ ഇവിടെ ഒരു ബഹളം? വിക്രം അവരുടെ അരികിലേക്ക് വന്ന് സെക്യൂരിറ്റി ഓഫീസറോട് ചോദിച്ചു. ഇതേ സമയം ബൽറാം കാറിനടുത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുമായിരുന്നു. സോറി സാർ, ഈ നിൽക്കുന്നവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവന്റെ കോലം കണ്ടില്ലേ? അകത്ത് കയറണമെന്നും പറഞ്ഞായിരുന്നു സാർ ബഹളം. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഇവൻ ഏതോ ഫ്രോഡാണ് സാറേ, സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. ഷടാ, എന്താണോ താൻ പറഞ്ഞത്? ഇവൻ ഫ്രോഡാണെന്നോ? എന്റെ ഗസ്റ്റിനോട് ഇങ്ങനെ പെരുമാറാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇനി തന്നെ ഈ ഹോട്ടലിന്റെ പരിസരത്ത് പോലും കാണരുത്. കിട്ടാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് പൊക്കോണേ ഇവിടുന്ന്. വിക്രമിന്റെ ഭാവം മാറ്റം കണ്ട് സെക്യൂരിറ്റി ഓഫീസർ ഭയന്നു. അവിടെ നിന്ന് വൈഷ്ണവിയും ദേവന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഇനിയും ഇവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് ഭയന്ന് ദേവൻ വൈഷ്ണവിയും കൊണ്ട് അവിടെ നിന്ന് ഓടി. വൈഷ്ണവിയുടെ കണ്ണുകളിലെ ഭാവം കണ്ട് അഭിനവ് പുച്ഛത്തോടെ ചിരിച്ചു. സോറി ടൈഗർ, ആ ഇഡിയറ്റിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, വിക്രം പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ലെങ്കിൽ അയാൾക്കൊരു തെറ്റുപറ്റിയതല്ലേ. ഇതുപോലുള്ള എത്രയോ ആളുകളെ ഞാൻ ദിവസവും കാണുന്നതാ. എനിക്കിതൊന്നും ഒരു വിഷയമല്ല. അയാളെ ട്രെയിനിങ് സെന്ററിലേക്ക് തിരിച്ചുവിട്ടാൽ മതി. കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഒന്നുകൂടെ പഠിച്ചിട്ട് വരട്ടെ. അഭിനവ് പറഞ്ഞത് കേട്ട് വിക്രം ചിരിച്ചു. അഭി ആ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നു. താനെന്താ പറഞ്ഞേ? ഈ ഹോട്ടൽ എൻ്റെ അച്ഛൻ്റെ വകയാണെന്ന്? എന്നാ കേട്ടോ, ഈ ഹോട്ടൽ എൻ്റെ അച്ഛൻ്റെ വക തന്നെയാ. വേഷം നോക്കിയല്ല ആളുകൾ അളക്കേണ്ടത്. ഇത് ഓർത്തു വെച്ചോ. അവൻ പറഞ്ഞത് കേട്ട് അയാൾ ഭയന്നുപോയി. അയാൾക്കപ്പോഴും അവൻ ആരാണെന്ന് മനസ്സിലായില്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന പയ്യൻ വിക്രം സാറിന്റെ സുഹൃത്തായത് എങ്ങനെയെന്നോർത്ത് അയാൾ അത്ഭുതപ്പെട്ടു. വിക്രം അഭിനവിനെ തന്നോടൊപ്പം അകത്തേക്ക് കൂട്ടി. അവരുടെ പുറകെ ബൽറാമും ഉണ്ടായിരുന്നു. വിക്രം അഭിനവിനെ ഒരു ലക്ഷറി റൂമിന്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോയത്. അവർ റൂമിന്റെ അകത്തേക്ക് പ്രവേശിച്ചതും മറ്റൊരു സെക്യൂരിറ്റി ഓഫീസർ അവരുടെ അരികിലേക്ക് എത്തി. വെൽക്കം ബോസ്, കുടിക്കാൻ എന്തെടുക്കേണ്ടത്? അയാൾ വിനയപൂർവ്വം ചോദിച്ചു. എക്സ്പെൻസീവ് ഹോട്ട് ഡ്രിങ്ക്സ് എന്തൊക്കെയാ ഉള്ളത്? സാർ, 5 lakhsന്റെ ടെക്കീലയുണ്ട്, 8 lakhsന്റെ വോഡ്കയുണ്ട്, 10 lakhsന്റെ വിസ്കി, പിന്നെ 11 lakhsന്റെ ജിൻ. ഇതൊക്കെയാണ് സാർ എക്സ്പെൻസീവ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. ഏതാ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ? സെക്യൂരിറ്റി ഓഫീസർ ചോദിച്ചു. വില കേട്ട അഭിനവ് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഗസ്റ്റാണ് ഇവര്, സോ ടോപ്പ് ബ്രാൻഡ് തന്നെ വേണം. പിന്നെ ഇന്ന് ഹോട്ടലിൽ എന്തൊക്കെയാണോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം എത്തിക്കാൻ, വിക്രം പറഞ്ഞു. ഓക്കെ സാർ. സെക്യൂരിറ്റി ഓഫീസർ വിക്രമിനെ ബഹുമാനപൂർവ്വം വണങ്ങിക്കൊണ്ട് പറഞ്ഞു. ഈ സമയത്താണ് ബൽറാം വിക്രമിന്റെ അരികിലേക്ക് എത്തിയത്. എന്താടോ മദ്യത്തിന്റെ വിലയൊക്കെ നോക്കി തുടങ്ങിയോ? ബൽറാം കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. തൽക്കാലം അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് വന്നിരിക്കുന്ന 2 അതിഥികളും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ വില കൂടിയ സാധനം തന്നെ വാങ്ങാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഓ, അതായിരുന്നോ? ബൽറാം ചിരിച്ചു. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അഭിനവിന്റെ ചുണ്ടിലും ചിരി വിടർന്നു. വിക്രം അഭിനവിനെ നോക്കി. അവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മോനെ, ഇവിടെ നിനക്ക് നിന്റെ ഐഡന്റിറ്റി മറക്കേണ്ട ആവശ്യമില്ല. വാ,
നമുക്ക് അങ്ങോട്ടിരിക്കാം. വിക്രം അഭിനവിനെ ക്ഷണിച്ചു. ആ മുറിയിൽ വളരെ മനോഹരമായ ഡെക്കറേഷനുകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അഭിനവ് അവരുടെ അരികിൽ ചെന്നിരുന്നു. അവന്റെ കണ്ണുകൾ ബൽറാമിലേക്ക് നീണ്ടു. അഭിനവ് ബൽറാമിനെ തന്നെ നോക്കിയിരിക്കുന്നത് വിക്രം ശ്രദ്ധിച്ചു. ബൽറാം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ വിളിപ്പിച്ചത്. അത് കേട്ടാ നീ ഞെട്ടും. ഇതാരാണെന്ന് നിനക്കറിയോ? നമ്മുടെ ടൈഗർ, അതായത് നമ്മുടെ സഞ്ജയുടെ മകൻ. ടൈഗറിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. സസന്തോഷം വിക്രം പറഞ്ഞു. അപ്പോഴേക്കും ഹോട്ടലിലെ 2 സ്റ്റാഫുകൾ അവിടേക്ക് വന്നു. അതോടെ പറഞ്ഞുകൊണ്ടിരുന്ന വിക്രം പകുതിയിൽ നിർത്തി. നേരത്തെ വിക്രം ഓർഡർ ചെയ്ത വില കൂടിയ മദ്യക്കുപ്പികൾ അവരുടെ മേശപ്പുറത്ത് വെച്ചു. ഇനി എന്തെങ്കിലും വേണോ സാർ? അതിലൊരാൾ വളരെ ബഹുമാനത്തോടെ വിക്രമിനോട് ചോദിച്ചു. നോ, യു മേ ഗോ, വിക്രം അവരോട് പറഞ്ഞു. അവര് രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ബൽറാം അതിലൊരു മദ്യക്കുപ്പി തുറന്ന് തന്റെ ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. അയാളുടെ മുഖം അസ്വസ്ഥമായിരുന്നു. ഗ്ലാസ്സിലുള്ള മദ്യം ബൽറാം ചുണ്ടോട് ചേർത്തു. എന്താ വിക്രം നീ പറയുന്നത്? ഇവനാണോ ടൈഗർ? ബൽറാം പതിയെ ചോദിച്ചു. അയാൾ അഭിനവന്റെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരുന്നു. യെസ് ബൽറാം, ടൈഗർ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരെയും പരിചയപ്പെടണമെന്നാണ് ആഗ്രഹം. അതിനുശേഷം കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ടൈഗർ ഏറ്റെടുക്കും, വിക്രം സന്തോഷത്തോടെ പറഞ്ഞു. സോറി വിക്രം, എനിക്ക് നീ പറയുന്നതെല്ലാം കേട്ടിട്ട് ചിരി വരുന്നു. ഇവൻ ടൈഗറോ? നിനക്കെങ്ങനെ അത് മനസ്സിലായി? പിന്നെ ഇതെല്ലാം നീ തന്നെയല്ലേ പറയുന്നത്? അവനെന്താ ഊമയാണോ? ബൽറാം കളിയാക്കുന്നത് പോലെ പറഞ്ഞു. എടാ, നീ അവനെപ്പറ്റി ഇങ്ങനൊന്നും സംസാരിക്കരുത്, എനിക്കതിഷ്ടമല്ല, വിക്രം പറഞ്ഞു. അത് കേട്ടതും അഭിനവ് ചിരിച്ചുകൊണ്ട് ബൽറാമിനെ നോക്കി. എനിക്ക് നിങ്ങളുടെ ധൈര്യമൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വലിയ ബിസിനസ്മാനൊക്കെ ആയിരിക്കാം, പക്ഷെ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ മറക്കരുത്. എനിക്ക് അവകാശപ്പെട്ടത് ഏറ്റെടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ, അഭിനവ് തലയുയർത്തി പിടിച്ചു പറഞ്ഞു. അത് കേട്ട് വിക്രം അഭിമാനത്തോടെ അവനെ നോക്കി. ബൽറാം തന്റെ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ എവിടെയായിരുന്നു നീ ഇത്രയും നാൾ? ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാനാണ് ബോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാനിതൊക്കെ വിശ്വസിക്കുക? ബൽറാം ചോദിച്ചു. ഞാൻ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ പിന്നെ സംസാരിക്കാം. ആദ്യം ഞാനാണ് ടൈഗർ എന്ന് തെളിയിക്കാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ, അഭിനവ് ചോദിച്ചു. അവന്റെ സംസാരം കേട്ട് വിക്രമിന് ഒരുപാട് സന്തോഷമായി. ബൽറാം അപ്പോഴും അഭിനവിനെ സംശയത്തോടെ നോക്കുകയായിരുന്നു. MK ഗ്രൂപ്പിൽ ബൽറാമിന്റെ സ്ഥാനം അത്ര ചെറുതല്ല. ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ബൽറാമിന്റെ ഇടപെടലുണ്ടാകും. തന്റെ മകനാവാൻ പോലും പ്രായമില്ലാത്ത ഒരുത്തൻ തന്നെ ഭരിക്കുന്നത് ബൽറാമിന് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്നോട് കൊമ്പ് കോർക്കാൻ നീ തയ്യാറാണോ? ഒരു റൗണ്ട് നീ എന്നോട് മുട്ടി നിൽക്കുകയാണെങ്കിൽ നീ ടൈഗറാണെന്ന് ഞാൻ അംഗീകരിക്കാം. എന്നാൽ അതിന് പറ്റില്ലെങ്കിൽ വിക്രമന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിയിട്ട് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അല്ലാതെ വിക്രം കണ്ണടച്ച് വിശ്വസിച്ച പോലെ ഞാൻ വിശ്വസിക്കില്ല, ബൽറാം ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടതും വിക്രം അതിനെ എതിർക്കാൻ തുടങ്ങി. ബൽറാം, വേണ്ട, ഇത് ശരിയല്ല. നമ്മുടെ കുട്ടിയെ നമ്മൾ തന്നെ അവിശ്വസിക്കരുത്, വിക്രം പറഞ്ഞു. എന്നാൽ ബൽറാം അതൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾ അഭിനവന്റെ മറുപടിക്കായി അവന്റെ കണ്ണുകളിൽ സൂക്ഷ്മമായി നോക്കി. അഭിനവ് മേശപ്പുറത്തൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരുന്ന മദ്യം എടുത്ത് വായിലേക്ക് കമഴ്ത്തി. ശേഷം ഗ്ലാസ് ടേബിളിലേക്ക് ശക്തിയായി വെച്ചു. അത് കണ്ടപ്പോൾ ബൽറാം ഒരു നിമിഷം സഞ്ജയെ ഓർത്തു. കാലിന്മേൽ കാലെടുത്ത് വെച്ച് അഭിനവ് പറഞ്ഞു. സമയവും സ്ഥലമൊക്കെ പറഞ്ഞു, ഞാൻ റെഡി, ഇന്ന്, ഇപ്പോ, ഇവിടെ. ബൽറാം ആവേശത്തോടെ അതും പറഞ്ഞ് എഴുന്നേറ്റു. അത് കണ്ട് വിക്രം ഞെട്ടി. ബൽറാമിനെ പോലെ ഒരാൾ വെറുമൊരു പയ്യനായ അബി എങ്ങനെ നേരിടുമെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി. അഭിനവിനെ അനാവശ്യമായ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ വിക്രം ആഗ്രഹിച്ചിരുന്നില്ല. അങ്കിൾ, ഇതിന് തടസ്സം നിൽക്കരുത്. ഇന്ന് ബൽറാമിനുണ്ടായ സംശയം നാളെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവാം. തുടക്കത്തിൽ തന്നെ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്, അഭിനവ് ബൽറാമിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. സഞ്ജയുടെ അതേ ഗൗരവമാണ് ബൽറാം അപ്പോൾ അവനിൽ കണ്ടത്. വളരെ ചെറുപ്പം മുതൽ തന്നെ സഞ്ജയ് മകനെ കിക്ക് ബോക്സിംഗ് പരിശീലിപ്പിച്ചിരുന്നു എന്ന് ബൽറാമിനറിയാം. സഞ്ജയുടെ മകനാണെങ്കിൽ അവൻ ഉറപ്പായും പരിശീലനം തുടരും. 5 വയസ്സുകൊണ്ട് കിക്ക് ബോക്സിംഗിന്റെ ബാലപാഠങ്ങൾ യഥാർത്ഥ ടൈഗർ പഠിച്ചിട്ടുണ്ട്. പോരാടി തുടങ്ങുമ്പോൾ തന്നെ അത് ടൈഗർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് അവനുമായി അങ്ങനൊരു മത്സരം നടത്താമെന്ന് ബൽറാം തീരുമാനിച്ചത്. എന്നാൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ ബൽറാമുമായി പിടിച്ചു നിൽക്കാൻ അബിക്ക് കഴിയില്ല എന്നാണ് വിക്രം കരുതിയത്. എന്നിട്ടും എന്തിനാണ് അവൻ ഇതിന് സമ്മതിച്ചതെന്ന് വിക്രമിന് മനസ്സിലായില്ല. പിന്നീട് ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിക്രമൻ തീരുമാനിച്ചു. വൈകാതെ ബൽറാമും അബിയും വിക്രമും ഒരു പ്രൈവറ്റ് അരീനയിലെത്തി. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ബൽറാം വല്ലാത്ത ആവേശത്തോടെ തന്റെ കോട്ട് അഴിച്ചു മാറ്റി ഒരു വശത്തേക്ക് എറിഞ്ഞു. ശേഷം ഷർട്ടിന്റെ സ്ലീവ് മടക്കി ഉയർത്തിവെച്ച് വില കൂടിയ വാച്ച് കയ്യിൽ നിന്ന് അഴിച്ചു മാറ്റി. ഇതെല്ലാം ചെയ്യുമ്പോഴും ബൽറാമിന്റെ കണ്ണുകൾ അഭിനവിൽ തന്നെയായിരുന്നു. അഭിനവും തയ്യാറാവുകയായിരുന്നു. അവൻ തന്റെ സ്ലീവ് മടക്കി വെച്ചു. ബൽറാം അഭിനവിന്റെ അരികിലേക്ക് നടന്നു വന്നു. രക്ഷപ്പെടാൻ ഒരു ചാൻസ് കൂടി തരാം, നന്നായി ആലോചിച്ചിട്ട് വന്നാ മതി. കിക്ക് ബോക്സിംഗിൽ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല, ചത്തുപോകും നീ, ബൽറാം പറഞ്ഞു. ഇത് കേട്ടതും ടൈഗർ ചിരിച്ചു. തോൽക്കാത്തത് നിങ്ങൾ ഇതുവരെ എന്നോട് മുട്ടാത്തത് കൊണ്ടാണ് ബൽറാം. ഞാൻ ടൈഗർ, സഞ്ജയുടെ മകനാണ്.
അഭിനവ് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞു. അത് കേട്ട് ബൽറാം അഹങ്കാരത്തോടെ ചിരിച്ചു. അതിനുശേഷം വിക്രമന്റെ നേരെ തിരിഞ്ഞു. വിക്രം, നീ ആർക്ക് വേണ്ടി വെറ്റുവെക്കും? എനിക്കോ അതോ ഇവനോ? എന്റെ ടൈഗർ ഉള്ളപ്പോ ഞാൻ എന്തിനാ വേറൊരാൾക്ക് വേണ്ടി വെറ്റുവെക്കുന്നേ? വിക്രം ചോദിച്ചു. അത് കേട്ടതും ബൽറാമിന് ആവേശം കൂടി. നീ ഇതിന് പശ്ചാത്തപിക്കും വിക്രം. എന്റെ മുന്നിൽ നിന്ന് നീ നാണം കെടും. പിന്നെ കർച്ചീഫ് കൊണ്ട് മുഖം മറച്ചു പോകേണ്ടി വരും. അയാളെ കളിയാക്കിക്കൊണ്ട് ബൽറാം റിങ്ങിലേക്ക് പ്രവേശിച്ചു. അഭിനവും കയറുകൾക്കിടയിലൂടെ റിങ്ങിനുള്ളിൽ കയറി. അഭിനവ് ബൽറാമിനെ നോക്കി. നല്ല ഉയരവും അതിനൊത്ത തടിയുമുള്ള ആരോഗ്യവാനായ അയാളെ ശക്തി കൊണ്ട് അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. അഭിനവ് അതിനാൽ മനസ്സിൽ ചിലത് കണക്കുകൂട്ടി. വൈകാതെ ഇരുവരും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു. ബൽറാം അലറി വിളിച്ചുകൊണ്ട് അഭിനവിന്റെ നേരെ ഓടി. അയാൾ മുഷ്ടി ചുരുട്ടി അവനെ ഇടിച്ചു. ആദ്യത്തെ ആക്രമണമായതുകൊണ്ട് അഭിനവ് ഒന്ന് സ്തംഭിച്ചുപോയി. അഭിനവിന് ബൽറാമിനെ കണ്ടപ്പോൾ കലി കയറിയ ആനെ പോലെ തോന്നി. ബൽറാം വീണ്ടും അഭിനവിന്റെ മുഖം ലക്ഷ്യമാക്കി ഇടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാളുടെ മുഷ്ടി അഭിനവിന്റെ മൂക്ക് തകർക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഒഴിഞ്ഞു മാറി. ബൽറാമിന്റെ മുഖത്ത് അപ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു. അഭിനവിന്റെ മുഖത്ത് ഗൗരവവും. അനാഥാലയത്തിലായിരുന്ന സമയത്ത് അവിടുത്തെ സീനിയർ കുട്ടികൾ കൊച്ചുകുട്ടികളുടെ കയ്യിലെ വസ്തുക്കൾ പിടിച്ചു വാങ്ങുമായിരുന്നു. ചെറിയ കുട്ടികളെല്ലാം സഹിക്കാറാണ് പതിവ്. ഒരിക്കൽ അഭിനവും അങ്ങനൊരു പ്രശ്നം നേരിട്ടു. അന്ന് ആ വലിയ കുട്ടി അബിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. അടിയേറ്റ് കുഞ്ഞബി നിലത്ത് വീണു. താടാ നിന്റെ മോതിരം, നിനക്കെന്തിനാ അത്? അവനെ ആക്രമിച്ച കുട്ടി അലറി. കവിൾ പൊത്തിപ്പിടിച്ച് നിശബ്ദമായി അബി കരഞ്ഞു. ആ വലിയ കുട്ടി അവന്റെ കയ്യിൽ നിന്നും ആ മോതിരം പിടിച്ചു വാങ്ങാൻ തുടങ്ങി. അബി കണ്ണുകൾ ഇറുക്കി അടച്ചു. അച്ഛന്റെ ശബ്ദം അപ്പോൾ ആ കുഞ്ഞബിയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ എനിമീസ് നമ്മളെക്കാൾ പവർഫുൾ ആയിരിക്കും, പക്ഷെ സ്പീഡ് കൊണ്ട് നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ വീക്ക് പോയിന്റ് നോക്കി തന്നെ കൊടുക്കണം. ഒറ്റ കിക്കിൽ ആള് നോക്കൌട്ട്. തിരിച്ചടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അഭിനവിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. അടുത്ത നിമിഷം അവന്റെ ചുരുട്ടിയ കൈ സീനിയർ പയ്യന്റെ താടി തകർത്തു. അവൻ ബോധരഹിതനായി വീണുപോയി. അതുപോലെയൊന്ന് ബൽറാമിനും കിട്ടി. അപ്രതീക്ഷിതമായ നീക്കമായതുകൊണ്ട് ബൽറാം പതറിപ്പോയി. കണ്ണുകൾ തെളിഞ്ഞു വന്നപ്പോൾ അയാൾ അബിയെ അവിശ്വസനീയമായി ഒന്ന് നോക്കി. ബൽറാം വീണ്ടും ആക്രമിക്കാനെടുത്തു. എന്നാൽ അബി ബൽറാമിന്റെ നെഞ്ചിൽ ചവിട്ടി. അയാൾ ബാലൻസ് തെറ്റി റിങ്ങിൽ മലർന്നു വീണു. അനാഥാലയത്തിലെ അന്നത്തെ സംഭവത്തോടെ കുഞ്ഞബി കുട്ടികളുടെ ഇടയിലെ സ്റ്റാറായി. പക്ഷെ ആ സ്ഥാപനത്തിന്റെ മേലധികാരി അവനെ ശിക്ഷിച്ചു. അവന്റെ മേൽ നിയന്ത്രണങ്ങൾ വീണു. മുതിർന്നവരെല്ലാവരും അവനെ ശകാരിക്കാൻ തുടങ്ങി, ഒരാളൊഴികെ. ദൂരെ ഒരിടത്ത് മാറിയിരുന്ന് കരയുന്ന അബിയുടെ അരികിലേക്ക് അയാൾ എത്തി. മോനെ, ആരാ കിക്ക് ബോക്സിംഗ് പഠിപ്പിച്ചത്? അയാൾ ചോദിച്ചു. അച്ഛൻ, വിതിമ്പിക്കൊണ്ട് അവൻ പറഞ്ഞു. അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞത് അയാൾ കണ്ടു. അയാളുടെ മനസ്സും വേദനിച്ചു. മോന് കിക്ക് ബോക്സിംഗ് അത്രയ്ക്ക് ഇഷ്ടമാണോ? അവൻ മൂളി. എന്നാ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞു തരാട്ടോ. അപ്പോഴാണ് അബി മുഖമുയർത്തി അയാളെ നോക്കിയത്. അന്നവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ അതേ തീ തന്നെയാണ് അബിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കൈകൊണ്ട് അബി ബൽറാമിന്റെ ആക്രമണത്തെ തടയുകയും മറു കൈകൊണ്ട് തുടരെ ലിവർ പഞ്ചുകൾ കൊടുക്കുകയും ചെയ്തു. അതോടെ ബൽറാം അവശനായി റിങ്ങിലിരുന്നു. ഗെയിമിൽ അബി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞുവെന്ന് ബൽറാമിന് മനസ്സിലായി. എങ്കിലും തോൽവി സമ്മതിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ബൽറാം, തോറ്റെന്ന് സമ്മതിച്ചേക്ക്, ഞാൻ ആരോടും പറയില്ല. ഒരു തൂവാലെടുത്തു മറച്ച് നൈസായിട്ട് ഇറങ്ങിക്കോ, വിക്രം പറഞ്ഞു. ബൽറാം ദേഷ്യത്തോടെ എഴുന്നേറ്റു. അയാൾ ഒന്നിനു പുറകെ ഒന്നായി അഭിനവിനെ ഇടിക്കാൻ തുടങ്ങി. ചടുലമായ ഫുട് വർക്ക് കൊണ്ട് അബി ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. കൈകൾ ചേർത്ത് വെച്ച് അവൻ ബൽറാമിന്റെ പഞ്ചുകൾ തടഞ്ഞു. ബൽറാം തളർന്നു എന്ന് കണ്ടപ്പോൾ അബി തന്റെ വലത് കൈകൊണ്ട് അയാളുടെ മുഖത്തൊരു ഫാൾസ് പഞ്ച് കൊടുത്തു. അതോടെ ബൽറാമിന്റെ ശ്രദ്ധ മാറി. അയാൾ ആ കിക്ക് തടയാനായി കൈ ഉയർത്തി. ആ സമയത്ത് അബി തിരിഞ്ഞു തന്റെ വലത് കാലുകൊണ്ട് അതിശക്തമായൊരു ലിവർ കിക്ക് കൂടി കൊടുത്തു. ബൽറാം ഒരു നിമിഷം മരവിച്ചു നിന്നു. അതിനുശേഷം താഴെ വീണ് വേദന കൊണ്ട് പുളഞ്ഞു. അയാൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. അഭിനവ് വിക്രമിനെ നോക്കി. ബൽറാം, നോക്ക്, എന്റെ സഞ്ജയുടെ മകനാണെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു. വിക്രം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബൽറാമിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അബി റിങ്ങിന്റെ മൂലയിൽ പോയി നിന്നു. ബൽറാം കഷ്ടപ്പെട്ട് വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ്, ഇത് നീ എവിടുന്ന് പഠിച്ചു? കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ തന്നെ എളുപ്പത്തിൽ തോൽപ്പിച്ചവനോട് അത്ഭുതത്തോടെ ബൽറാം ചോദിച്ചു. ടൈഗറിനെ വേട്ടയാടാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ബൽറാം? അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം അവന്റെ അടുത്ത് വന്ന് അഭിനവിനെ കെട്ടിപ്പിടിച്ചു. ഇത് നമ്മുടെ ടൈഗറാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ, അല്ലേ ബൽറാം? വിക്രം ബൽറാമിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ബൽറാമിന്റെ അരയിൽ ഉളുക്ക് വീണിരുന്നു. അതിന്റെ വേദന നന്നായിട്ടുണ്ടെങ്കിലും അത് മറച്ചു വെച്ച് ചിരിച്ചുകൊണ്ട് അയാൾ അഭിനവിനോട് സംസാരിച്ചു. വാ, നമുക്കൊന്നുകൂടെ കൂടാം. ഇന്നത്തെ പാർട്ടി എന്റെ വക, ബൽറാം പറഞ്ഞു. അങ്ങനെയല്ല ബൽറാം, ടൈഗർ എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കേ. വിക്രം ബൽറാമിനോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ, നമുക്കൊന്ന് കൂടിയാലോ ടൈഗർ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ബൽറാം അഭിനവന്റെ മുന്നിൽ ഒന്ന് കുനിഞ്ഞു. ഇതെല്ലാം കണ്ട അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് ബൽറാമിന്റെ തോളിൽ കൈയിട്ടു. വൈ നോട്ട്, നമുക്ക് കൂടിക്കളയാം. ഈ സമയത്ത് അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു. അനന്യ എന്ന് കണ്ടതും
അവൻ വേഗം ഫോൺ എടുത്തു. യെസ് അനന്യ. അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്റെ അമ്മ അച്ഛനും വന്നിട്ടുണ്ട്. നടന്നതല്ലേ ഇപ്പൊ അവർക്കറിയാം. നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് എന്റെ മുത്തച്ഛന്റെ വീട്ടിലേക്ക് വാ. അനന്യ കൽപ്പന പോലെ പറഞ്ഞു. കിക്ക് ബോക്സിംഗ് ചാമ്പ്യനെ റിംഗിൽ മലർത്തിയടിച്ച് തന്റെ അച്ഛന്റെ മകൻ തന്നെയാണ് താനെന്ന് തെളിയിച്ച ടൈഗറിനോടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അഭിനവ് അനന്യ പറഞ്ഞത് കേട്ട് ഒന്നും ഞെട്ടി. ഇപ്പൊ തന്നെ വരണോ? വേണം, ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നീ തന്നെയല്ലേ ചെയ്തത്. ഇനി വരുന്നതൊക്കെ അനുഭവിക്ക്. അതും പറഞ്ഞ് അനന്യ ഫോൺ കട്ട് ചെയ്തു. അഭിനവ് ഒരു നിമിഷം അവൾ പറഞ്ഞതിനെ കുറിച്ച് ഓർത്തു. അപ്പോഴേക്കും വിക്രം അഭിനവിന്റെ അടുത്തേക്ക് വന്നു. എല്ലാം ഓക്കെ അല്ലേ? വിക്രം ചോദിച്ചു. അതെ അങ്കിൾ, പക്ഷേ സോറി ബൽറാം, എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട് വരെ ഒന്ന് പോകണം. അവളുടെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആഹാ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ? ഇതെല്ലാം എപ്പോഴാ സംഭവിച്ചത്? ബൽറാം ചോദിച്ചു. അയ്യോ, അതൊക്കെ വലിയ കഥയാണ്, പിന്നീട് എപ്പോഴെങ്കിലും പറയാം, അഭിനവ് മറുപടി പറഞ്ഞു. ബൽറാം തുടർന്നു പറഞ്ഞു, വിക്രം, രോഹനെ വിളിച്ചിവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം. അതിപ്പോ വേണ്ട ബൽറാം, രോഹൻ പതുക്കെ അറിഞ്ഞാ മതി. വിക്രം പറഞ്ഞു. ശരി, ഞാൻ ഇറങ്ങട്ടെ. അങ്കിൾ, ഞാൻ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ, എനിക്കൊരു പുതിയ ജോലി. അഭിനവ് പോകാൻ നേരം വിക്രമിനെ ഓർമ്മിപ്പിച്ചു. മറന്നിട്ടില്ല മോനെ, നീ നാളെ ഓഫീസിൽ വാ, ഞാൻ എന്റെ സെക്രട്ടറിയോട് പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം. ഇത് കേട്ട അഭിനവ് രണ്ടുപേർക്കും കൈകൊടുത്ത് പുറത്തേക്ക് വന്നു. അഭി ക്യാബിൽ കയറാൻ പോകുമ്പോൾ വിക്രം ഓടി അവന്റെ അടുത്തേക്ക് വന്നു. അയാൾ ഒരു ചെറിയ ബാഗ് അഭിനവിന് നൽകി. ഇതെന്താ? ഇത് നമ്മൾ ഇന്നലെ കുടിച്ച സെയിം സാധനമാ. നിന്റെ ഭാവി അമ്മായിയപ്പന് ഗിഫ്റ്റായിട്ട് കൊടുത്തോ? ഇത്രയും എക്സ്പെൻസീവായ മദ്യം അവരൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ അങ്കിളിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അഭിനവ് ആത്മാർത്ഥമായി പറഞ്ഞു. നന്ദി ഞാനാണ് പറയേണ്ടത് മോനെ, നീ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നില്ലേ? വിക്രം പറഞ്ഞു. അത് കേട്ട് അഭിനവ് പുഞ്ചിരിച്ചു. യാത്രയിലുടനീളം അഭിനവ് ചിന്തിച്ചത് അനന്യയുടെ അമ്മയും അച്ഛനെയും കുറിച്ചായിരുന്നു. അവർ ഈ അവസ്ഥയിൽ തന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അവന് യാതൊരു രൂപവുമില്ല. എന്ത് വിളിക്കണം, എന്തു പറയണം എന്നൊന്നും അറിയില്ല. ഇന്നാണ് അവർ അവനെ ആദ്യമായി കാണാൻ പോകുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി അനന്യയുടെ വീടിന് മുന്നിൽ വന്ന് നിന്നു. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൻ ആ വീടിനുള്ളിലേക്ക് കയറി. ശർമ്മളയും രാജീവും സോഫയിൽ ഇരിക്കുന്നവൻ കണ്ടു. രണ്ടുപേരും അഭി അകത്തേക്ക് വരുന്നത് നോക്കുകയായിരുന്നു. തനിക്ക് എത്ര നന്നായി പുഞ്ചിരിക്കാൻ കഴിയുമോ അത്രയും നന്നായി അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. നമസ്കാരം അമ്മേ. നമസ്കാരം അച്ഛാ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അഭിനവ് ബഹുമാനത്തോടെ അവർ നോക്കി പറഞ്ഞു. അവൻ കൊണ്ടുവന്ന കുപ്പി അവർ രണ്ടുപേരുടെ നേരെ നീട്ടി. അത് കണ്ട് ശർമ്മളയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പക്ഷെ രാജീവ് അവനെ നോക്കി പുഞ്ചിരിച്ചു. രാജീവിന്റെ കണ്ണുകൾ അഭിനവ് കൊണ്ടുവന്ന കുപ്പിയിലേക്ക് നീണ്ടു. അയാൾ ഉടനെ തന്നെ എഴുന്നേറ്റ് അഭിനവന്റെ കയ്യിൽ നിന്ന് ആ കുപ്പി വാങ്ങി. അൺബിലീവബിൾ, ഇത് വളരെ വിലയേറിയ മദ്യമാണല്ലോ. മൈ ഗോഡ്, എന്തൊരു സുഗന്ധമാണ്, നീ ഒന്ന് നോക്കിക്കേ, രാജീവ് പറഞ്ഞു. അയാൾ കുപ്പി ശർമ്മിളയുടെ നേരെ നീട്ടി. ശർമ്മിള പെട്ടെന്ന് അത് തള്ളിമാറ്റി. കുപ്പി കണ്ടപ്പോ എല്ലാം മറക്കുന്ന ഒരു മനുഷ്യൻ. നമ്മളെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് കണ്ടില്ലേ, ഇതാണ് ഇവന്റെ മര്യാദ. ശർമ്മിള, ഇതൊരു സാധാരണ മദ്യമല്ല, നിനക്കറിയാഞ്ഞിട്ടാ. ഇതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാ. രാജീവ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇവൻ ഇതൊക്കെ വാങ്ങിക്കാനുള്ള കഴിവുണ്ടോന്ന് നിങ്ങൾ ആലോചിച്ചോ? എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെങ്കിലോ? ശർമ്മിള കയർത്തു. അഭിനവൻ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാനായില്ല. കാരണം താൻ ടൈഗർ ആണെന്ന് ആരും അറിയാൻ പാടില്ല. അപ്പോഴേക്കും ശർമ്മിള എഴുന്നേറ്റ് അഭിനവന്റെ അരികിലേക്ക് വന്നു. എന്താ നിന്റെ ഉദ്ദേശം? ഈ മദ്യക്കുപ്പ് നീ എന്തിനാ കൊണ്ടുവന്നത്? എന്റെ മകളുടെ ജീവിതം തകർത്തതും പോരാഞ്ഞിട്ട് ഞങ്ങളെ കൂടി കുടിപ്പിച്ച് കിടത്താനാണോ നിന്റെ ഉദ്ദേശം? ശർമ്മിള ദേഷ്യത്തോടെ ചോദിച്ചു. ശർമ്മിള പറഞ്ഞത് അഭിനവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് അവൻ ചിന്തിച്ചു. സ്വന്തം മകളെയാണ് കാണരുതാത്ത സാഹചര്യത്തിൽ കാണേണ്ടി വന്നത്. ഏതൊരു രക്ഷിതാവും ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, അഭിനവ് പറഞ്ഞു. അപ്പൊ എന്റെ മകളോടൊപ്പം ആ മുറിയിലുണ്ടായിരുന്നത് നിന്റെ പ്രേതമാണോ? നിന്റെ ഈ നാടകമൊക്കെ ഈ സ്വത്ത് തട്ടിയെടുക്കാനാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തെരുവിൽ തെണ്ടി നടക്കേണ്ട നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ശർമ്മിളയുടെ വാക്കുകൾ അഭിനവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്തു പറഞ്ഞാലും ഇപ്പോൾ അനന്യയുടെ അമ്മ വിശ്വസിക്കില്ല എന്ന് അഭിനവന് തോന്നി. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ നിന്നു. നിനക്കെന്താ വായി നാക്കില്ലേ പന്ന? അവർ ദേഷ്യത്തോടെ അഭിനവന്റെ കോളറിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ രാജീവ് ഇടപെട്ടു. ശർമ്മിള, പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ട് എന്താ പ്രയോജനം? നീ ഇവിടെ വന്നിരിക്കേ, രാജീവ് പറഞ്ഞു. ശർമ്മിള അപ്പോഴും ദേഷ്യത്തോടെ അഭിനവനെ നോക്കുകയായിരുന്നു. അഭിനവ് ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം, രാജീവ് പറഞ്ഞു. അത് കേട്ടതും അഭിനവ് അവരുടെ അരികിൽ ചെന്നിരുന്നു. കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അനന്യയ്ക്കും തനിക്കും ഒന്നും അറിയില്ല. ഇതൊരു ട്രാപ്പായിരുന്നു എന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. ചിലപ്പോ ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും ദൈവനിശ്ചയം. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കട്ടെ, രാജീവ് പറഞ്ഞു. അത് കേട്ട് അഭിനവ് തലയാട്ടി. അനന്യ തന്റെ കൂടെ റൂം ഷെയർ ചെയ്തു എന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. താൻ നാളെ അവളെ ഏറ്റെടുത്തില്ലെങ്കിൽ
ആളുകൾ പല കഥകളും ഉണ്ടാക്കി പറയും. അനന്യയുടെ പേര് കളങ്കപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് അഭിനവും തീരുമാനിച്ചു. ആട്ടെ, നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? അയാൾ ചോദിച്ചു. ഞാനൊരു ഡെലിവറി ബോയ് ആയിരുന്നു, പക്ഷെ ഇന്ന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അഭിനവ് സത്യം പറഞ്ഞു. അഭിനവ് പറഞ്ഞ വാക്കുകൾ ഒരു ബോംബ് പോലെ അവർ രണ്ടുപേരിലും പതിച്ചു. ശർമ്മള എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ രാജീവ് പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ നീ പെട്ടെന്നൊരു പുതിയ ജോലി കണ്ടുപിടിക്കണം. ജോലിയില്ലാതെ എന്റെ മകളെ നിയമപരമായി വിവാഹം കഴിക്കാൻ പറ്റില്ല. അതിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. അഭിനവ് അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. എന്നാ പിന്നെ അഭിനവ് പോയിക്കോളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് സംസാരിക്കാം, രാജീവ് ശാന്തമായി പറഞ്ഞു. അഭിനവ് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ശർമ്മളയുടെ ഉള്ളിൽ ദേഷ്യം വീണ്ടും തിളച്ചു മറിഞ്ഞു. അവർ അഭിനവ് പോകുന്നത് കത്തുന്ന കണ്ണുകളോടെ നോക്കി. പോക്കറ്റിൽ 10 രൂപയില്ല, പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഒരു ഡെലിവറി ബോയ് ആയിരുന്നത്രേ. എന്നാൽ ആ ജോലി പോലും ഇപ്പൊ ഇല്ല. ഇനി പുതിയത് കണ്ടുപിടിച്ചിട്ട് വേണം ജീവിക്കാൻ. ഇതുപോലൊരുത്തിന് ആരെങ്കിലും ജോലിക്ക് വെക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശർമ്മിള രാജീവിനോട് ചോദിച്ചു. ഇത് കേട്ട് അഭി തിരിഞ്ഞു നോക്കി. വെക്കും, എന്തായാലും നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരിക്കും. അഭിനവ് ശർമ്മിളയെ നോക്കി പറഞ്ഞു. ഉണ്ടാവും, കളക്ടർ ഉദ്യോഗം തന്നെ നിനക്ക് കിട്ടും. ശർമ്മിള കളിയാക്കി. ഇത് കേട്ടതും രാജീവ് എഴുന്നേറ്റ് അഭിനവിന്റെ അരികിലേക്ക് ചെന്നു. എനിക്ക് നിന്റെ കോൺഫിഡൻസ് ഇഷ്ടമായി. ആത്മവിശ്വാസം കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതാണ് ഞാൻ എന്റെ മോളെ വളർത്തിയത്. നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോഴും അവളെ ആ രീതിയിൽ നോക്കാൻ നീ പ്രാപ്തനായിരിക്കണം. വേറെ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, രാജീവ് പറഞ്ഞു. ഇത് കേട്ട് അഭിനവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ശർമ്മിളയും രാജീവും അവിടെ നിന്ന് അകത്തേക്ക് പോയി. നേരം ഒരുപാട് വൈകിയിരുന്നു. ഈ സമയത്ത് തനിക്ക് വീട്ടിലേക്ക് പോകാൻ യാതൊരു വാഹനവും കിട്ടില്ല എന്ന് അഭിനവന് അറിയാമായിരുന്നു. അതിനാൽ അനന്യയോട് സംസാരിച്ചിട്ട് അന്ന് അവിടെ കഴിയാമെന്നവൻ തീരുമാനിച്ചു. അങ്ങനെ അഭിനവ് ആ വലിയ വീട്ടിൽ അനന്യയുടെ റൂം തിരഞ്ഞ് കണ്ടുപിടിച്ചു. എന്നിട്ട് അവൻ വാതിലിൽ മുട്ടി. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അനന്യ വാതിൽ തുറന്നു. ഡാർലിംഗ്, നേരെ ഒരുപാട് വൈകി. ഇപ്പൊ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇന്നൊരു രാത്രി ഞാൻ നിന്റെ കൂടെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, കളിയായി പറഞ്ഞുകൊണ്ട് അഭി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അനന്യ അവന്റെ മുന്നിൽ വാതിലടച്ചു. പക്ഷെ അഭിനവ് തന്റെ കാല് വെച്ച് വാതിലടയുന്നത് തടഞ്ഞു. അനന്യ വീണ്ടും വാതിൽ തുറന്നു. എന്താ? ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. കിടക്കാൻ കുറച്ച് സ്ഥലം താടൂ, അഭിനവ് പറഞ്ഞു. അതിന് എന്റെ മുറിയിലേക്കാണോ തള്ളി വരേണ്ടത്? എന്റെ ജീവിതം ഇങ്ങനെ ആയത് താൻ ഒരാള് കാരണോ? ഇനിയും മതിയായില്ലേ തനിക്ക്? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ തന്റെ കാല് 2 കഷ്ണമാക്കും ഞാൻ, അവൾ വാതിലടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അഭിനവ് തന്റെ കാൽ മാറ്റി. ഉടനെ വലിയ ശബ്ദത്തോടെ ആ വാതിലടഞ്ഞു. ഇവിടുത്തെ ജോലിക്കാർക്ക് കിടക്കാൻ പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോയി കിടന്നു, അനന്യ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അഭിനവിന് സങ്കടം തോന്നി. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ ഡോർ ഹാൻഡിലിൽ പിടിച്ചു. അകത്ത് വാതിലിനിടയിലെ വിടവിലൂടെ അപ്പോഴും അഭിനവിന്റെ നിഴൽ കണ്ട് ഭയന്ന് നിൽക്കുകയായിരുന്നു അനന്യ. ഇത്രയുമായിട്ട് അവൻ പോകാത്തത് എന്താണെന്ന് അവൾ ചിന്തിച്ചു. മേശപ്പുറത്തിരിക്കുന്ന കത്രിക എടുത്ത് അവൾ എന്തിനും തയ്യാറായി നിന്നു. അവൻ അപ്പോഴും അനന്യയുടെ മുറിയുടെ പുറത്ത് നിൽക്കുകയായിരുന്നു. ബാക്കി മുറികളിലൊന്നും തനിക്ക് സ്ഥലം കിട്ടില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അഭിനവ് ആ വീട്ടിലെ ജോലിക്കാർ ഉറങ്ങുന്നിടത്തേക്ക് പോയി. അവിടെ ഭാഗ്യവശാൽ ഒരു കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നത് അവൻ കണ്ടു. പകല് മുഴുവൻ അധ്വാനിച്ച് ക്ഷീണത്തോടെ വന്ന് കിടന്നുറങ്ങുന്ന ജോലിക്കാർ അവൻ വന്നതും അവരുടെ കൂടെ കിടന്നതും ഒന്നും ശ്രദ്ധിച്ചില്ല. ഓരോന്ന് ചിന്തിച്ച് അബി ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരുന്നു. എങ്കിലും രാവിലെ നേരത്തെ തന്നെ അവൻ ഉണർന്നു. വിക്രം പറഞ്ഞതുപോലെ റെഡിയായി അവൻ SR പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെത്തി. ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കുമ്പോൾ അകത്തു നിന്നും സൗരവ് മേനോൻ ഇറങ്ങുന്നത് അവൻ കണ്ടു. സൗരവ് അവനെയും കണ്ടിരുന്നു. സൗരവ് കൗശലപൂർവ്വം അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. സെക്യൂരിറ്റി, നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? സൗരവ് അങ്ങനെ വിളിച്ചു പറഞ്ഞതും സെക്യൂരിറ്റിക്കാർ അവന്റെ അരികിലേക്ക് ഓടിയെത്തി. ഈ ദരിദ്രവസ്ഥ അകത്തേക്ക് വിടരുത്. വിക്രം സാറിനെ ശല്യപ്പെടുത്താൻ ഇവൻ വന്നിരിക്കുന്നത്. ഇവനെങ്ങാനും അകത്ത് പോയാൽ നിങ്ങളുടെ ജോലി തെറിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കേട്ട ഉടനെ സെക്യൂരിറ്റിക്കാർ അഭിനവന്റെ വഴി തടഞ്ഞു നിന്നു. ഉടൻ സൗരവ് അഭിനവന്റെ അരികിലേക്ക് വന്നു. അഭിനവ്, ഞാൻ ഫ്രീ ആയിട്ട് നിനക്കൊരു ഉപദേശം തരാം. വല്ല കൂലിപ്പണിക്ക് പോയി ജീവിക്കാൻ നോക്ക്. നിന്റെ അച്ഛൻ വിക്രം സാറിന്റെ കാർ ഓടിച്ചിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങരുത്. ഇത്രയ്ക്ക് അങ്ങോട്ട് സഹായിക്കാൻ അവര് നിന്റെ സുഹൃത്തുക്കളൊന്നുമല്ലല്ലോ. നിന്റെ അച്ഛൻ വിക്രം സാറിന്റെ വെറും ഒരു ഡ്രൈവർ മാത്രമായിരുന്നില്ലേ? സൗരവന്റെ വാക്കുകൾ കേട്ട് അഭിനവ് ചിരിച്ചു. ഓഫീസിന് മുന്നിൽ വെച്ച് അനാവശ്യമായ ഒരു പ്രശ്നമുണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. പക്ഷെ സൗരവനൊന്ന് കളിയാക്കണമെന്ന് അവൻ കരുതി. എന്നിട്ട് ഫോൺ കയ്യിലെടുത്ത് വിക്രമിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അബി അവനെ നോക്കി കുനിഞ്ഞ് കൈകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന ആക്ഷൻ കാണിച്ചു. ഓംബ്ര, അടിയനുടനെ പൊയ്ക്കോളാമേ. അവൻ പറഞ്ഞത് കേട്ട് സൗരവ് ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. അപ്പോൾ അബി പറഞ്ഞു, എന്താടാ നിനക്ക് ഡ്രൈവർമാരുടെ ഒരു പുച്ഛം? വിക്രം സാറിന്റെ ജീവൻ സ്റ്റിയറിംഗിൽ പിടിച്ചിരുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ.
അതൊന്നും നിന്നെപ്പോലുള്ള അമൂൽ ബേബിക്ക് മനസ്സിലാവില്ല. വിരലും വായിലിട്ട് പോയി നിന്റെ പണി നോക്കടാ. അപ്പോഴേക്കും കറുത്ത സ്കേർട്ടും വെളുത്ത ഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ വന്ന ഉടനെ അഭിനവിനെ ഒന്ന് നോക്കി. ശേഷം സെക്യൂരിറ്റിക്കാരുടെ അടുത്തേക്ക് ചെന്നു. വിക്രമന്റെ പേഴ്സണൽ സെക്രട്ടറി ജെന്നിഫർ ആയിരുന്നു അത്. നിങ്ങൾ പോയിക്കോളൂ, ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവൾ സെക്യൂരിറ്റിയോട് പറഞ്ഞു. ഇത് കണ്ട് സൗരവിന് തന്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. അന്ന് പാർട്ടിയിലും ഇപ്പോൾ ഇവിടെയും അഭിനവ് സൗരവിനെ ഞെട്ടിച്ചു. ഈ രണ്ടിടത്തും നാണം കെടുന്നത് കാണാൻ സൗരവ് കാത്തിരുന്നു. എന്നാൽ നിരാശയായിരുന്നു ഫലം. സൗരവ് എന്തോ പറയാൻ വേണ്ടി ശ്രമിച്ചതും വിക്രമന്റെ സെക്രട്ടറി ജെന്നിഫർ അവനോട് നിശബ്ദനായിരിക്കാൻ ആംഗ്യം കാണിച്ചു. അതോടെ അഭിനവിന്റെ മുന്നിൽ താൻ നാണം കെട്ടതുപോലെ സൗരവിന് തോന്നി. അയാളുടെ മുഖം കണ്ടപ്പോൾ അഭിനവിന് വളരെ സന്തോഷം തോന്നി. സാറ്റിസ്ഫാക്ഷൻ അറ്റ് പീക്ക്, അഭിനവ് ചിന്തിച്ചു. സൗരവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ജെന്നിഫറോടൊത്ത് അകത്തേക്ക് പോയി. ഞാൻ വരുന്ന കാര്യം വിക്രം നിങ്ങളോട് പറഞ്ഞിരുന്നോ? അഭിനവ് ചോദിച്ചു. ഇത് കേട്ട ഉടനെ ജെന്നിഫറിന്റെ നെറ്റി ചുളിഞ്ഞു. ഇവിടെ ജോലിക്ക് വന്ന അഭിനവിനെ പോലെ ഒരാൾ വിക്രം സാറിനെ പേര് വിളിച്ചത് തന്നെ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ മനഃപൂർവ്വം അഭിനവിന് മറുപടി നൽകിയില്ല. ജെന്നിഫർ അഭിനവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തന്റെ ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അഭിനവും അവളുടെ പുറകെ അകത്തേക്ക് കയറി. നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ലല്ലോ, ചെവി കേൾക്കുന്നില്ലെന്നുണ്ടോ? അഭിനവ് ചോദിച്ചു. എക്സ്ക്യൂസ് മീ, ജെന്നിഫർ അഭിനവിനോട് പറഞ്ഞു. ശേഷം അവൾ മേശപ്പുറത്ത് എന്തോ പരുതാൻ തുടങ്ങി. അവളുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾക്ക് തന്നെ ഇഷ്ടമായില്ലെന്ന് അഭിനവിന് മനസ്സിലായി. ജെന്നിഫർ തന്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു പേപ്പർ എടുത്ത് അഭിനവിന്റെ നേരെ നീട്ടി. അഭിനവ് ആ പേപ്പർ വാങ്ങി വായിക്കാൻ തുടങ്ങി. ആ പേപ്പറിൽ അഭിനവിന് ചെയ്യാൻ കഴിയുന്ന ജോലികളുടെ പേരുകൾ എഴുതിയിരുന്നു. അഭിനവ് ഏത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും വിക്രം അവന് നൽകിയിരുന്നു. അഭിനവ് ലിസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിൽ ചില ജോലികളുടെ മുകളിൽ നക്ഷത്രചിഹ്നം ഇട്ടിരിക്കുന്നത് കണ്ട് അവൻ ജെന്നിഫറെ നോക്കി. ഇതിലൊക്കെ എന്താ സ്റ്റാർ ഇട്ടിരിക്കുന്നത്? അവൻ ജെന്നിഫറോട് ചോദിച്ചു. ഇതൊക്കെ വേക്കൻസി ഇല്ലാത്ത പോസ്റ്റുകളാണ്. സ്റ്റാർ ഉള്ള എല്ലാ പോസ്റ്റിലും നേരത്തെ തന്നെ എഫിഷ്യന്റ് ആയ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കാം, ജെന്നിഫർ പറഞ്ഞു. അഭിനവ് ആ ലിസ്റ്റ് ഒന്നുകൂടി പരിശോധിച്ചു. നിങ്ങൾക്ക് ചായ വേണോ അതോ കോഫിയോ? ജെന്നിഫർ ചോദിച്ചു. എനിക്ക് രണ്ടും വേണ്ട, എനിക്കിതിൽ പറഞ്ഞിരിക്കുന്ന മാനേജർ പോസ്റ്റ് മതി. അഭിനവ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിസ്റ്റർ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ പോസ്റ്റിൽ ഒഴിവില്ല. അതിന്റെ നേരെ സ്റ്റാർ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? ജെന്നിഫർ അക്ഷമയോട് പറഞ്ഞു. അതെനിക്കറിയാം, അഭിനവും ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓൾറെഡി ഫില്ലായ പോസ്റ്റിൽ നിങ്ങൾ എങ്ങനെയാ നിയമിക്കുന്നത്? അതോ ഇനി ആ ജീവനക്കാരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണമെന്നാണോ പറയുന്നത്? ജെന്നിഫർ ദേഷ്യത്തോടെ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നീ വെറുതെ എഴുതാപ്പുറം വായിക്കാം. എന്താ നിന്റെ പേര്? അഭിനവ് ചോദിച്ചു. ജെന്നിഫർ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അഭിനവിന്റെ ചോദ്യങ്ങൾ അവളെ പ്രകോപിപ്പിച്ചു. നോക്ക് ജെന്നിഫർ, നീ എനിക്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് തന്നു. ഞാനതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് തിരഞ്ഞെടുത്തു. ഇതിലെന്താ തെറ്റ്? വിക്രമനോട് ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതി, അഭിനവ് പറഞ്ഞു. ഒരുപാട് ആലോചിച്ച് അഭിനവ് എടുത്ത തീരുമാനമായിരുന്നു SR ഗ്രൂപ്പിലെ മാനേജർ സ്ഥാനം ഏറ്റെടുക്കുക എന്നത്. തനിക്ക് അവകാശപ്പെട്ടതാണ് ഈ കമ്പനി. പക്ഷെ രോഹൻ വരുന്നതിന് മുൻപ് അവൻ അത് ഏറ്റെടുക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അവൻ മാനേജർ സ്ഥാനം ആവശ്യപ്പെട്ടത്. അങ്ങനെയാകുമ്പോൾ അവൻ അനന്യയുടെയും അവളുടെ മാതാപിതാക്കളുടെയും മുന്നിൽ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ കഴിയും. എന്നാൽ ജെന്നിഫർ അഭിനവിന്റെ പെരുമാറ്റം ഒട്ടും ഇഷ്ടമായില്ല. എങ്കിലും വിക്രം സാർ പറഞ്ഞതുകൊണ്ട് അവൾ അഭിനവിനോട് മുഖം കറുത്ത് യാതൊന്നും സംസാരിച്ചില്ല. ശരി മിസ്റ്റർ അഭിനവ്, ഇനി എനിക്ക് നിങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ ആവശ്യമാണ്. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളൂ, എന്നിട്ട് നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ, ജെന്നിഫർ പറഞ്ഞു. അഭിനവ് അവളുടെ കയ്യിൽ നിന്ന് ഫോം വാങ്ങി ഫില്ല് ചെയ്തു കൊടുത്തു. അതിനുശേഷം അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. നാളെ മുതൽ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് വസ്ത്രങ്ങളോട് വേണം. ഒരു മാനേജറുടെ നിലവാരത്തിലുള്ള വസ്ത്രങ്ങൾക്കൊപ്പം എനിക്ക് എന്റെ ഫോണും മാറ്റേണ്ടതുണ്ട്. അഭി പോകുന്ന വഴി ഇങ്ങനെ ചിന്തിച്ചു. വിക്രം കൊടുത്ത ചെക്ക് അവന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പണം ഉപയോഗിച്ച് തനിക്ക് ആവശ്യമുള്ള വസ്ത്രവും മൊബൈൽ ഫോണും എല്ലാം വാങ്ങാമെന്ന് അവൻ തീരുമാനിച്ചു. മാത്രമല്ല, അനന്യയുടെ മാതാപിതാക്കളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഒരിക്കലും അവർക്ക് തന്നെ കൊണ്ട് നാണക്കേട് തോന്നരുതെന്ന് അവൻ കരുതി. അഭിനവ് ആ ചെക്കിലെ എമൗണ്ട് തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനായി ബാങ്കിൽ പോയി. ബാങ്കിലെത്തിയതും ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് അഭിനവ് അവിടേക്ക് നോക്കി. അത് പ്രണവായിരുന്നു. അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? ഇങ്ങോട്ട് തന്നെ വന്നതാണോ? സ്ഥലം മാറി വന്നതല്ലോ അല്ലേ? പ്രണവ് അഭിനവിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പ്രണവ് ഒരു ബാങ്കറായിരുന്നു. ഒരു വലിയ കോടീശ്വരനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം സമ്പത്തുള്ള ഒരാളായിരുന്നു പ്രണവ്. കാഴ്ചയിൽ അഭിനവിന്റെ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നടക്കുന്നത് കൊണ്ട് പ്രണവിനൊരു സ്മാർട്ട് അപ്പിയറൻസ് ഉണ്ടായിരുന്നു. പ്രണവിന് വേണ്ടി അഭിനവ് ഡെലിവറി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അയാൾ അവനെ പരിചയപ്പെട്ടത്. ഹലോ, എനിക്കൊരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം, പിന്നെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണം. അതും പറഞ്ഞുകൊണ്ട് അഭിനവ് കയ്യിലിരിക്കുന്ന ചെക്ക് പ്രണവിന് നേരെ നീട്ടി. ചെക്കൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം,
പക്ഷെ കൗണ്ടർ വഴി വലിയ തുക മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 1000 2000 ഒക്കെ ആണെങ്കിൽ വല്ല ATM വഴി എങ്ങനെ എടുക്ക്. പ്രണവ് അഭിനവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പറഞ്ഞു, എനിക്ക് കുറച്ച് കൂടുതൽ പണം വേണം. അത്രയും വലിയ തുക ഒറ്റയടിക്ക് എടുത്തു തരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മാനേജർ ഒന്ന് കാണണം. അഭിനവ് ഗൗരവത്തോടെ പറഞ്ഞു. ഇത് കേട്ട ഉടനെ പ്രണവ് ഉറക്കെ ചിരിച്ചു. നിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടുത്തെ മാനേജർ ഒന്നും കാണേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ശരിയാക്കി തരാം. എവിടെ നിന്റെ ചെക്ക് കാണിക്ക്. അവൻ പ്രണവിനെ തന്റെ ചെക്ക് കാണിച്ചു കൊടുത്തു. പ്രണവ് ചെക്കിലേക്കൊന്ന് നോക്കി. എന്നിട്ട് അഭിനവിന്റെയും മറ്റുള്ളവരുടെയും കൺമുന്നിൽ വെച്ച് തന്നെ അവൻ ആ ചെക്ക് കീറി. എന്നിട്ട് അത് അഭിനവിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. നീ എന്താടാ ചെയ്തത്? ഞാൻ കൊണ്ടുവന്ന ചെക്ക് കീറിക്കളയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അഭിനവ് പ്രണവിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സെക്യൂരിറ്റി വിളിക്ക്. വ്യാജ ചെക്ക് കൊണ്ടുവന്ന് ബാങ്ക് ജീവനക്കാരെ പറ്റിക്കെന്നാണോ നിന്റെ വിചാരം? ഞങ്ങളെന്താ പൊട്ടന്മാരാണോ? ഇവനെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിയിട്, എന്നിട്ട് പോലീസിനെ വിളിക്ക്. പ്രണവ് അലറി. അഭിനവ് തന്റെ കീറിയ ചെക്കിന്റെ കഷ്ണങ്ങളെല്ലാം നിലത്തുനിന്ന് പെറുക്കിയെടുത്തു. അവനത് തന്റെ കൈക്കുമ്പിളിൽ വെച്ച് ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി. സെക്യൂരിറ്റിക്കാർ വന്ന് അഭിനവിനെ ചുറ്റിനും വളഞ്ഞു. വിടടാ എന്നെ, അഭിനവ് പറഞ്ഞു. അവൻ ഗാർഡ്സിന്റെ കയ്യിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരവനെ വിട്ടില്ല. പ്രണവും ബാങ്കിലുള്ള മറ്റുള്ളവരും ഈ കാഴ്ച കണ്ട് രസിച്ചു. സെക്യൂരിറ്റി ഗാർഡ്സ് അഭിനവിനെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പുറകിൽ നിന്നൊരാൾ വിളിച്ചു, എന്താ ഇവിടെ ബഹളം? എല്ലാവരും അങ്ങോട്ട് നോക്കി. അത് ബൽറാമായിരുന്നു. ബൽറാമിനെ കണ്ടപ്പോൾ അഭിനവിന് ആശ്വാസം തോന്നി. ഇനി തനിക്കെതിരായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. പ്രണവ് ബൽറാമിന്റെ അരികിലേക്ക് ചെന്നു. സോറി സർ, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഒരുത്തൻ വ്യാജ ചെക്കുമായിട്ട് വന്നതായിരുന്നു, അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതിന്റെ ബഹളമാണ്. പ്രണവ് വളരെ താഴ്മയോടെ ബൽറാമിനോട് പറഞ്ഞു. ഇത് കേട്ടതും ബൽറാം പല്ലുകൾ ഞെരിച്ചു. അത് കണ്ടപ്പോ അയാളുടെ ഒരടി കിട്ടിയാൽ താൻ മരിച്ചു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് പ്രണവ് ഒരടി പിന്നിലേക്ക് നീങ്ങി. ബൽറാം ഗാർഡ്സിന്റെ നേരെ തിരിഞ്ഞു. അവനെ വിട്, ബൽറാം അവരോട് അലറിക്കൊണ്ട് പറഞ്ഞു. അതിനുശേഷം അയാൾ മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു. കുറച്ച് മുന്നോട്ടെത്തിയതും അയാൾ തിരിഞ്ഞ് അഭിനവിനോടും കൂടെ വരാൻ ആംഗ്യം കാണിച്ചു. അഭിനവ് ഉടനെ ബൽറാമിന്റെ പുറകെ പോയി. പ്രണവും അവരുടെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ ബൽറാം തിരിഞ്ഞ് ദേഷ്യത്തോടെ പ്രണവിനെ നോക്കി. നിന്നെ ഞാൻ വിളിച്ചില്ല. കത്തുന്ന കണ്ണുകളോടെ ബൽറാം പ്രണവിനെ നോക്കി പറഞ്ഞു. പ്രണവ് പരിഭ്രമത്തോടെ അവിടെ തന്നെ നിന്നു. ബൽറാം ഇത്രയും ദേഷ്യത്തിൽ അവനെ നോക്കിയപ്പോൾ പ്രണവിന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കസ്റ്റമേഴ്സിനോട് ഇവൻ കാണിച്ച് പോക്കൃത്തരമാണ്. ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇയാളെക്കുറിച്ചുള്ള കംപ്ലൈന്റ് മാനേജറോട് പറയാനാണ് നമ്മൾ പോകുന്നത്. ബൽറാം പറഞ്ഞത് കേട്ടപ്പോൾ അഭിനവിന് ആശ്വാസമായി. ബൽറാമിന്റെ ദേഷ്യം കണ്ടപ്പോൾ താൻ ആരാണെന്ന സത്യം അയാൾ പറയുമോ എന്ന് അഭി ഭയന്നിരുന്നു. ഇരുവരും ഒരുമിച്ച് മാനേജറുടെ വലിയ ക്യാബിനിലേക്ക് പ്രവേശിച്ചു. മാനേജർ തന്റെ കസേരയിലിരുന്ന് തന്റെ ലാപ്ടോപ്പിൽ ചില വിവരങ്ങൾ ചെക്ക് ചെയ്യായിരുന്നു. ബൽറാം മാനേജറുടെ ശ്രദ്ധ ആകർഷിക്കാൻ വാതിൽ ശക്തിയായി തട്ടി. പെട്ടെന്ന് മാനേജറുടെ കണ്ണുകൾ അവിടേക്കെത്തി. വാതിക്കൽ ബൽറാം നിൽക്കുന്നത് കണ്ടപ്പോൾ മാനേജർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഉടനെ അയാൾ ബൽറാമിന്റെ അരികിലേക്ക് ചെന്നു. ബൽറാം സാർ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. മാനേജർ വിനയത്തോടെ പറഞ്ഞു. നേരിട്ട് വന്നതുകൊണ്ട് ഇപ്പൊ ഇവിടെ നടക്കുന്ന നാടകം കാണാൻ പറ്റി. എല്ലാം കണ്ടിട്ട് അങ്ങനെ മിണ്ടാതെ പോകാൻ തോന്നിയില്ല. നിങ്ങളോട് അതേപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്, ബൽറാം പറഞ്ഞു. കാര്യം അല്പം ഗൗരവമാണെന്ന് മാനേജർക്ക് മനസ്സിലായി. ബാങ്കിന്റെ പ്രീമിയം മെമ്പറാണ് ബൽറാം. അദ്ദേഹത്തെ പിണക്കിക്കൊണ്ട് യാതൊന്നും ഇവിടെ ചെയ്യാൻ മാനേജറെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് മാനേജർ അയാളുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്നു. നിങ്ങൾക്കറിയാവോ ഇത് ആരാണെന്ന്? ബൽറാം അഭിനവിനെ നേരെ നോക്കിക്കൊണ്ട് മാനേജരോട് ചോദിച്ചു. മാനേജർ അഭിനവിനെ നോക്കി. അഭിനവിന്റെ മുഖം കണ്ടപ്പോൾ എവിടെയോ കണ്ടുമറന്നൊരു മുഖം പോലെ അയാൾക്ക് തോന്നി. അയാളുടെ കണ്ണുകൾ അവന്റെ ദേഹത്തേക്ക് ഓടി നടന്നു. ഒടുവിൽ അതാ അവന്റെ മോതിരത്തിലും പതിഞ്ഞു. മോതിരത്തിലെ ചിഹ്നം കണ്ട ഉടനെ മാനേജറുടെ വായ തുറന്നുപോയി. ഇത് ടൈഗറാണോ? മാനേജർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. മാനേജർ തന്നെ തിരിച്ചറിഞ്ഞത് കണ്ട് അഭിനവ് അത്ഭുതപ്പെട്ടു. തന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം കണ്ട് തന്നെ തിരിച്ചറിയണമെങ്കിൽ മാഫിയ കിങ് ഗ്രൂപ്പിനെ കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ് മാനേജർ എന്ന് അഭിനവിന് മനസ്സിലായി. ഇദ്ദേഹത്തിന് അച്ഛനെ അറിയാവോ? അവൻ ബൽറാമിനോട് ചോദിച്ചു. യെസ്, നീ ക്യാപ്റ്റനായ മാഫിയ കിങ് എന്ന വലിയ ഗ്രൂപ്പിലെ മാനേജ്മെന്റ് ലെവലിൽ അവസാനമായി ചേർന്ന ആളാണ് ഇദ്ദേഹം, ബൽറാം അഭിനവിനോട് പറഞ്ഞു. അഭിനവിന് താൻ കേട്ട കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രണവ് ജോലി ചെയ്യുന്ന ബാങ്കിലെ മാനേജർ തന്റെ അച്ഛന്റെ കമ്പനിയുടെ ഒരു ആശ്രിതനാണ് എന്നത് അവനെ ഏറെ അത്ഭുതപ്പെടുത്തി. അഭിനവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ അവന്റെ കാലിൽ വീണു. ടൈഗർ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഓർഡർ തന്നാ മതി. മാനേജർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ നിങ്ങളൊന്ന് എഴുന്നേക്ക്. മറ്റാർക്കും ഞാൻ ടൈഗർ ആണെന്ന് അറിയില്ല. വെറുതെ ഇതുപോലെ ഓരോന്ന് ചെയ്ത് ഇനി അതെല്ലാരെയും അറിയിക്കണ്ട, അഭിനവ് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മാനേജർ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ സീറ്റിൽ വന്നിരുന്നു. ടൈഗർ, നിങ്ങളെ കാണാൻ കഴിഞ്ഞത് തന്നെ എന്റെ ഭാഗ്യമാണ്. മാഫിയ ഗ്രൂപ്പ് നാഥനില്ലാ കളരിയായി തീരുമെന്നാണ് കരുതിയത്. എന്നാലും നിങ്ങൾ തിരിച്ചു വന്നല്ലോ. ഇനി മാഫിയ ഗ്രൂപ്പിന്റെ മുഖച്ഛായ തന്നെ മാറും, മാനേജർ സന്തോഷത്തോടെ പറഞ്ഞു.
മാഫിയ കിങ്ങിന്റെ മുഖച്ഛായൊക്കെ നമുക്ക് പിന്നെ മാറ്റാം. ആദ്യം ഇവിടുത്തെ ജോലിക്കാരെ നിലക്ക് നിർത്താൻ നോക്ക്, ബൽറാം മാനേജരോട് പറഞ്ഞു. അഭിനവനോട് പ്രണവിന് നേരത്തെ അപമര്യാദയായി പെരുമാറിയ കാര്യം ബൽറാം മാനേജർക്ക് വിവരിച്ചു കൊടുത്തു. ഇത് കേട്ട ഉടനെ മാനേജർ തന്റെ മുന്നിലുള്ള ഫോൺ എടുത്ത് ആജ്ഞാപിച്ചു, ആ പ്രണവിനെ ഇങ്ങോട്ട് വിളിക്ക്. ഇതേ സമയം കൊച്ചിയിലെ ഒരു ബഹുനില കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ 50-നടുത്ത് പ്രായം തോന്നുന്ന തടിച്ച ശരീരപ്രകൃതിയുള്ള ഒരാൾ സ്വിമ്മിംഗ് പൂളിന് അരികിലുള്ള ചാരുകസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു ബ്രാൻഡഡ് കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടുണ്ട്. ബാത്റോപ്പാണ് വേഷം. കഴുത്തിൽ സ്വർണത്തിന്റെ കട്ടിയുള്ള ചെയിൻ, അരികിൽ വില കൂടിയ വിസ്കിയുടെ ബോട്ടിൽ, തൊട്ടടുത്ത് തന്നെ ലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പിസ്റ്റൽ. അരികിൽ നിന്നിരുന്ന ബിക്കിനി ധരിച്ച യുവതി നടന്നു വന്ന് അയാളുടെ മടിയിലേക്കിരുന്നു. അയാൾ അവളുടെ മൃദുലമായ കവിളിൽ തലോടി. അവൾ അപ്പോൾ അയാളെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. ഇതേ സമയം ആരോ അവിടേക്ക് വളരെ വേഗത്തിൽ നടന്നു വരുന്ന ശബ്ദം അയാൾ കേട്ടു. അയാളുടെ ശ്രദ്ധ അവിടേക്ക് മാറി. അങ്ങോട്ട് നടന്നു വന്നത് ആ മനുഷ്യന്റെ സെക്രട്ടറി ആയിരുന്നു. സാർ, ഒരു ന്യൂസ് ഉണ്ട്. ടൈഗർ തിരിച്ചു വന്നിരിക്കുന്നു. വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ഇത് കേട്ടതും അയാളുടെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞു. അയാൾ തന്റെ മടിയിലിരിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കി. അവൾ ഒരു സിഗാർ കത്തിച്ച് അയാളുടെ ചുണ്ടിൽ ചേർത്ത് വെച്ചു. അയാൾ ആ സിഗാർ വലിക്കാൻ തുടങ്ങി. സാർ, ഇനി എന്താ ചെയ്യേണ്ടത്? സെക്രട്ടറി അയാളോട് ചോദിച്ചു. അയാൾ സ്വിമ്മിംഗ് പൂളിന് മറുവശത്തേക്ക് നോക്കി. അവിടെ ചങ്ങലകളാൽ ബന്ധനസ്ഥനായ ഒരാളുണ്ടായിരുന്നു. അയാളുടെ ശരീരത്തിൽ നിന്നും രക്തം ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അരികിലിരിക്കുന്ന പിസ്റ്റൾ എടുത്ത് ചങ്ങലയിൽ കിടക്കുന്ന അയാളുടെ നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ലെറ്റ്സ് ഡു ഇറ്റ് ലൈക്ക് വി യൂസ്ഡ് ടു. അത് കേട്ട് സെക്രട്ടറിയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. ഇനി എന്ത് സംഭവിക്കും? പ്രണവിന്റെ മാനേജർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? പ്രണവ് അഭിനവിനോട് വളരെ മോശമായി പെരുമാറിയെന്ന് മാനേജർ അറിഞ്ഞപ്പോൾ അയാൾക്ക് കലിയിളകി. മാനേജർ പ്രണവിനെ അയാളുടെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. അപ്പോഴേക്കും അഭിനവ് പ്രണവ് കീറിയ തന്റെ ചെക്ക് മേശപ്പുറത്ത് വെച്ചിരുന്നു. പെട്ടെന്ന് തന്നെ പ്രണവ് അവിടെ എത്തി. മാനേജറുടെ ക്യാബിനിൽ നിൽക്കായിരുന്ന അഭിനവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ മാനേജറുടെ അരികിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ചെന്നു. ആരോട് ചോദിച്ചിട്ടാ നീ സാറിന്റെ ചെക്ക് കീറിയത്? അഭിനവിനെ സാറെന്ന് മാനേജർ അഭിസംബോധന ചെയ്തത് കേട്ട് പ്രണവ് അമ്പരന്നു. സാർ ഇതിന്റെ ഡെലിവറി ബോയ് ആണ്. ഇവനെ നമ്മൾ സാറൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വ്യാജ ചെക്കുമായിട്ട് വന്നതാ സാർ ഇവൻ. ഇവിടെ നമ്മൾ ചുമ്മാ കളിക്കാനിരിക്കുവന്ന ഇവന്റെയൊക്കെ വിചാരം. ഞാൻ ഈ ചെക്കിന്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചിരുന്നു. എല്ലാം വെറും തട്ടിപ്പാണ് സാർ. പ്രണവ് അഭിനവിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. സത്യമാണോ താൻ പറയുന്നത്? അതിന്റെ ഡീറ്റെയിൽസ് താൻ ചെക്ക് ചെയ്തോ? മാനേജർ ചോദിച്ചു. ഇത് കേട്ട് പ്രണവ് ഒന്നും ഞെട്ടി. ബാങ്കിലെ എല്ലാ കാര്യങ്ങളും മാനേജർ വിശ്വസിച്ചേൽപ്പിക്കുന്നത് അവനെയാണ്. അവൻ എന്ത് കാര്യം പറഞ്ഞാലും അയാൾ മറുത്തൊന്നും ചോദിക്കാറില്ല. ഇന്ന് ഇയാൾക്കിത് എന്തു പറ്റി? പ്രണവ് ചിന്തിച്ചു. ഞാൻ എന്തിനാണ് സാറിനോട് കള്ളം പറയുന്നത്? പ്രണവ് ഉള്ളിൽ തോന്നിയ പരിഭ്രമം പുറത്ത് കാണിക്കാതെ പറഞ്ഞു. നിനക്കറിയാവോ ആരുടെ ചെക്കുമായിട്ടാണ് ഇദ്ദേഹം വന്നതെന്ന്? വിക്രം സാറിന്റെ. ദേഷ്യത്തോടെ മാനേജർ പറഞ്ഞു. അത് കേട്ടതും പ്രണവ് ഞെട്ടിപ്പോയി. എന്ത്? അവൻ വിശ്വാസം വരാതെ ചോദിച്ചു. അപ്പൊ നീ ചെക്ക് പരിശോധിച്ചു എന്ന് പറഞ്ഞത് കള്ളവല്ലേ? വിക്രം കൊടുത്തയച്ച ചെക്കാണ് താൻ കീറിക്കളഞ്ഞിരിക്കുന്നത്. വിക്രം സാറിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സംഗതി എന്റെ കൈവിട്ടുപോയി. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് അനുഭവിച്ചു. തൽക്കാലം ഈ ചെക്ക് എടുത്ത് പഴയതുപോലെ ഒട്ടിച്ചോണ്ട് വാ. ഒട്ടും ദയയില്ലാതെ മാനേജർ പറഞ്ഞു. സാർ, ഞാൻ അറിയാതെ. നേർത്ത സ്വരത്തിൽ പ്രണവ് പറഞ്ഞു. എന്നാൽ മാനേജർ അവനെ കൂടുതലൊന്നും പറയാൻ സമ്മതിച്ചില്ല. ഇനി ഒന്നും സംസാരിക്കണമെന്നില്ല. കസ്റ്റമേഴ്സിനെ റെസ്പെക്ട് ചെയ്യാത്ത നിന്നെ പോലുള്ള ഒരു അഹങ്കാരിയെ എനിക്കിവിടെ വേണ്ട. എത്രയും പെട്ടെന്ന് നിന്നെ ഇവിടുന്ന് മാറ്റാനുള്ള പണി ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പോയി പറഞ്ഞ് ജോലി ചെയ്യേ. ഇല്ലെങ്കിൽ അതിലും വലിയ പണി കിട്ടും നിനക്ക്. സാർ, ഇങ്ങനൊന്നും എന്നോട് പറയരുത്. അറിയാതെ ചെയ്തു പോയതാണ്. ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. മാനേജറുടെ മുന്നിൽ നിന്ന് കൈകൂപ്പിക്കൊണ്ടു പ്രണവ് പറഞ്ഞു. ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. മാനേജർ അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ സീറ്റിൽ പോയിരുന്നു. അഭിനവന് പ്രണവിന്റെ ചെയ്തികൾ കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അല്പം മുമ്പ് തന്നോട് അഹങ്കാരത്തോടെ സംസാരിച്ചവനാണ് ഇപ്പോൾ മാനേജറുടെ കാല് പിടിക്കാൻ നടക്കുന്നത്. പ്രണവ് മുഖമുയർത്തി അവിടെയുള്ള എല്ലാവരെയും നോക്കി. ബൽറാമിനെ കണ്ടപ്പോൾ പ്രണവിന് ഭയം തോന്നി. അയാൾ ഒരു സാധാരണക്കാരനല്ല എന്ന് പ്രണവിന് മനസ്സിലായി. അവൻ പരിഭ്രാന്തനായി മേശപ്പുറത്ത് കിടക്കുന്ന ചെക്കിന്റെ കഷ്ണങ്ങളിലേക്ക് നോക്കി. ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ചെക്ക് ഇത്രയും കീറില്ലായിരുന്നു. അവൻ ചിന്തിച്ചു. ആ ചെക്ക് കുറഞ്ഞത് 16 കഷ്ണമെങ്കിലും ഉണ്ട്. കീറിയ കഷ്ണങ്ങൾ ഓരോന്നായി അവൻ നിലത്തെടുത്ത് വെച്ചു. എന്നാൽ ചെക്കിന്റെ പല ഭാഗങ്ങളും അതിലില്ലാത്തതുപോലെ അവന് തോന്നി. ഏറെ ശ്രമപ്പെട്ട് അവൻ അത് ചേർത്ത് വെക്കാൻ തുടങ്ങി. കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. കീറിക്കളയുമ്പോൾ നിനക്ക് ഇത്രയും സമയമൊന്നും ആവശ്യം വന്നില്ലല്ലോ. ഒരു 15 മിനിറ്റ് കൂടി തരും. അതിനുള്ളിൽ ചെക്ക് മുഴുവൻ കൃത്യമായി ഒട്ടിച്ച് എന്റെ കയ്യിൽ തരണം. കഴിയില്ലെന്നുണ്ടെങ്കിൽ പൊന്നു മോനെ, ഇവിടെ നിന്ന് നിന്നെ ഇറക്കി വിടുന്നു മാത്രമല്ല, നിനക്ക് വേറെ ഒരു സ്ഥലത്തും ജോലി കിട്ടാത്തവരെ ആക്കിക്കളഞ്ഞ. മാനേജർ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും പ്രണവ് പരിഭ്രാന്തനായി. തന്റെ മാനേജർക്ക് ഈ ഫീൽഡിൽ എത്രത്തോളം ഹോൾഡ് ഉണ്ടെന്ന് പ്രണവിന് അറിയാമായിരുന്നു. അയാൾ ചിലപ്പോൾ പറഞ്ഞതുപോലെ ചെയ്തു കളയും. പ്രണവ് ദയനീയമായി അഭിനവിനെ നോക്കി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അഭിനവ് ഇടപെട്ടാൽ മാനേജർ ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് പ്രണവിന് തോന്നി.
എന്നാൽ അഭിനവ് ഒരക്ഷരം പോലും സംസാരിച്ചില്ല. പ്രണവിന്റെ സ്വഭാവം അഭിനവിന് ശരിക്കും അറിയാവുന്നതാണ്. അധ്വാനിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോൾ അവന് പുച്ഛമാണ്. എത്രയോ ആളുകളെ അവൻ കളിയാക്കി വിഷമിപ്പിച്ചിട്ടുണ്ട്. അപമാനിക്കപ്പെടുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് അവനും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് അഭിനവ് ചിന്തിച്ചു. ഒടുവിൽ പ്രണവ് വളരെ ബുദ്ധിമുട്ടി ചെക്ക് കൂട്ടിച്ചേർത്ത് മാനേജർക്ക് നൽകി. മാനേജർ അത് നോക്കി പ്രണവിനോട് പുറത്തു പോകാൻ ആംഗ്യം കാണിച്ചു. പ്രണവ് പുറത്തുപോയ ഉടനെ മാനേജർ മുറിയുടെ വാതിൽ പൂട്ടി അഭിനവിന്റെ അടുത്തേക്ക് വന്നു. ടൈഗർ, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? മാനേജർ ബഹുമാനത്തോടെ അഭിനവിനോട് ചോദിച്ചു. ആദ്യം നിങ്ങൾക്ക് എന്റെ അച്ഛനെ എങ്ങനെ അറിയാമെന്ന് പറയൂ. അഭിനവ് തിരിച്ചു ചോദിച്ചു. ഞാനും മാഫിയ കിങ് ടീമിന്റെ ഭാഗമാണ്. മാനേജർ മറുപടി നൽകി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ടൈഗർ തിരിച്ചെത്തിയ വിവരം നമ്മളല്ലാതെ മറ്റൊരാളും അറിയരുത്, പ്രത്യേകിച്ച് രോഹൻ തിരിച്ചു വരുന്നത് വരെ. ബൽറാം മാനേജർ നോക്കി പറഞ്ഞു. അതെ ബൽറാം, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ടൈഗറിന്റെ കൂട്ടത്തിൽ ആട്ടിൻ തോലിട്ട ഒരു ചെന്നായുണ്ട്. ടൈഗർ തിരികെ വന്ന വിവരം പുറത്തറിഞ്ഞാൽ ടൈഗറിനെ ആപത്തിൽപ്പെടുത്താൻ അയാൾ ശ്രമിക്കും. അതുകൊണ്ട് എല്ലാം രഹസ്യമാക്കി വെക്കുന്നതായിരിക്കും തൽക്കാലം നല്ലത്. മാനേജർ പറഞ്ഞു. ആട്ടിൻ തോലിട്ട ചെന്നായോ എന്നുവെച്ചാൽ നമുക്കിടയിൽ തന്നെ ഒരു ചതിയനുണ്ടോ? അഭിനവ് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് ബൽറാം ആയിരുന്നു. അതെ ടൈഗർ, രോഹൻ നിങ്ങളോടെല്ലാം വിശദമായി പറയും. അതുവരെ പുറത്തു വരരുത്. ഇരുട്ടിൽ തന്നെ തുടരണം. അതിനിടയിൽ നമുക്ക് സഞ്ജയുടെ കൊലയാളിയെ കണ്ടെത്തണം, അതുപോലെ ഈ ആട്ടിൻതോലിട്ട ചെന്നായിയെയും. അപ്പോൾ അഭിനവന്റെ മനസ്സിൽ ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പേര് മാത്രമേ വന്നുള്ളൂ: രോഹൻ. നരേന്ദ്രനെ പോലെ രോഹനും തന്റെ അച്ഛന്റെ പാത പിന്തുടരുമെന്ന് അഭിനവിന് ഉറപ്പായിരുന്നു. നരേന്ദ്രനെ ഇപ്പോഴും വിശ്വസിക്കുന്ന അവരോടെല്ലാം അഭിനവിന് സഹതാപം തോന്നി. ഈ ഗ്രൂപ്പിൽ വേറെ ആരൊക്കെയുണ്ട്? അഭിനവ് ചോദിച്ചു. ഈ ഗ്രൂപ്പിൽ രോഹൻ, വിക്രം, ബൽറാം, ഞാൻ, അതായത് DK, ഇക്ക, ഭാസ്കർ, അലീന, ഇത്രയും ആളുകളാണ് പ്രധാനികൾ. മാനേജർ DK മറുപടി പറഞ്ഞു. അലീനയോ? അതൊരു പെൺകുട്ടിയല്ലേ? അഭിനവ് അത്ഭുതത്തോടെ ചോദിച്ചു. അതെ ടൈഗർ, ഇതിനു മുമ്പ് അവളുടെ അമ്മയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. 1 വർഷം മുമ്പ് അവര് മരിച്ചു. പിന്നെ അലീന നമ്മളോടൊപ്പം ചേർന്നു. അവൾക്ക് നിന്റെ പ്രായമായിരിക്കും. അവളെ നീ ഫ്രണ്ടാക്കിക്കോ, DK പറഞ്ഞു. ഇപ്പൊ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ടൈഗർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ അവസ്ഥ കണ്ടില്ലേ? സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനിടയിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്യാനാ? ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അഭിനവ് ചോദിച്ചു. ടൈഗർ, നീ അലീനെ നിസ്സാരമായി കാണണ്ട. അവൾ വെറും ഒരു പെൺകുട്ടിയല്ല, തീയാണ്, കൊടുങ്കാറ്റാണ്, തീക്കനലാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ അലീനെ പോലെ ആരും കണ്ടിട്ടില്ല. സൗന്ദര്യം, ബുദ്ധി, ധൈര്യം, ഇത് മൂന്നും അവൾക്ക് ആവോളമുണ്ട്. ബൽറാം പറഞ്ഞു. എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. തീ, കൊടുങ്കാറ്റ്, തീക്കനൽ, ഒരു പെൺകുട്ടിയെക്കുറിച്ച് തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത്? അഭിനവ് സംശയത്തോടെ ചോദിച്ചു. ബൽറാം അവന്റെ അടുത്തേക്ക് വന്നു. അത് നിനക്ക് അവളെ അടുത്തറിയാഞ്ഞിട്ടാണ്. തന്റേടിയാണ്. എന്ത് കാര്യമായാലും അത് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും മിടുക്കിയ അലീനയാണ്. ഇപ്പോൾ തന്നെ നീ ടൈഗർ ആണെന്ന് അവളുടെ മുന്നിൽ തെളിയിക്കാൻ നീ കുറച്ച് പാടുപെടും, ബൽറാം പറഞ്ഞു. അഭിനവിന് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വല്ലാത്ത താല്പര്യം തോന്നി. തെളിയിച്ചാണ് ശീലം ബൽറാം, ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? അഭി പറഞ്ഞു. അഭിനവിന്റെ മനസ്സിൽ അലീനയെ നേരിടാനുള്ള ആകാംക്ഷ വർദ്ധിച്ചു. ഈ ടാസ്ക് നിന്നെ സംബന്ധിച്ചിടത്തോളം ടഫായിരിക്കും ടൈഗർ. അത്ര പെട്ടെന്ന് അവള് നീ ടൈഗർ ആണെന്ന് വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, DKയും പറഞ്ഞു. കൊള്ളാം, പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അഭിനവ് ഒരു ചിരിയോടെ ബൽറാമിനെ നോക്കി പറഞ്ഞു. എന്നാ പിന്നെ നമ്മളൊന്നും പറയുന്നില്ല, നേരിട്ട് പോയി നീ തന്നെ അനുഭവിച്ചോ, DK പറഞ്ഞു. ഇത് കേട്ടതും ബൽറാം ഉറക്കെ ചിരിച്ചു. അത് കണ്ട് DKയും ചിരിക്കാൻ തുടങ്ങി. സംസാരിച്ചിരുന്ന് വന്ന കാര്യം മറന്നു. നിനക്ക് എത്ര രൂപയാണ് ടൈഗർ വേണ്ടത്? എത്രയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തന്നേക്കാം. ചെക്ക് പിന്നീട് വിക്രമന്റെ ഓഫീസിൽ നിന്ന് ഞാൻ എടുപ്പിച്ചോളാം, DK പറഞ്ഞു. അത് 50 കോടിയുടെ ചെക്കായിരുന്നു. തൽക്കാലം എനിക്ക് അത്രയൊന്നും വേണ്ട, 1 കോടി തന്നോളൂ. ബാക്കി 49 എന്റെ പുതിയ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നാ മതി, അഭിനവ് പറഞ്ഞു. ഇത് കേട്ട് DK പണം എടുക്കാനായി പോയി. അയാൾ പോയ ഉടനെ അഭിനവ് ബൽറാമിന്റെ അടുത്ത് ചെന്നു. ഈ അലീന ശരിക്കും ഇത്രയ്ക്ക് ഭയങ്കരയാണോ? നിങ്ങൾക്ക് അവളെക്കുറിച്ച് എന്തൊക്കെ അറിയാം? അഭി ചോദിച്ചത് കേട്ടതും ബൽറാം ഒന്ന് ചിരിച്ചു. അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. എപ്പോ എങ്ങനെ പെരുമാറുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. നീ നേരിട്ട് പോയി കണ്ടു മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പോകുന്നതിന് മുൻപ് ഞാനൊരു ഉപദേശം തരാം. അവളെ അനാവശ്യമായിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. പിന്നെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവൾക്ക് താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് നിർത്തിയേക്ക്. കൂടുതൽ പറയാൻ നിന്നാ പിന്നെ പറയുന്നവന്റെ കാര്യം കട്ട പുകയായിരിക്കും, ബൽറാം പറഞ്ഞു. പെട്ടെന്നാണ് ബൽറാം എന്തോ ഓർത്ത് അഭിനവിനെ നോക്കിയത്. ടൈഗർ, ഇപ്പൊ ആവശ്യത്തിനുള്ള പണം കൈ കിട്ടിയല്ലോ. ഇനി നിനക്കൊരു കാറ് വേണം. ഞാൻ എന്റെ മാനേജർ എടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഗ്ലോബ് മോട്ടോഴ്സിലേക്ക് പോകണം. അവിടെ നിനക്ക് വേണ്ടി ഒരു കാറ് റെഡിയാണ്. തൽക്കാലം പൈസ ഞാൻ കൊടുത്തോളാം. ടൈഗറിന്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പലിശയും ചേർത്ത് തന്നാ മതി. ഇത് കേട്ടതും അഭിനവ് പുഞ്ചിരിച്ചു. അവൻ ബാങ്കിൽ നിന്ന് പണമെടുത്തു. എന്നിട്ട് പുറത്തു നിന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്ത് നേരെ ഗ്ലോബ് മോട്ടോഴ്സിലേക്ക് പോയി. തിരക്കിൽ അവൻ ബൽറാമിനോട് കാറിന്റെ വിശദ വിവരങ്ങൾ ചോദിക്കാൻ മറന്നു.
ഷോറൂമിന്റെ മാനേജർ വാതിക്കൽ തന്നെ ആരെയോ കാത്തു നിൽക്കുന്നത് അഭി കണ്ടു. അവനെ കണ്ട ഉടൻ അയാൾ അരികിലേക്ക് വന്നു. അഭിനവ് രജപുത്ര. ഷോറൂം മാനേജർ സംശയത്തോടെ അവനോട് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ്. ഇത് കേട്ടതും അവിടെ റിസപ്ഷനിൽ നിന്ന് 2 പെൺകുട്ടികളും അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും നേരം മാനേജർ അക്ഷമനായി കാത്തിരുന്നത് ഈ കൊച്ചു പയ്യന് വേണ്ടിയാണോ എന്നവർ ചിന്തിച്ചു. പക്ഷെ മാനേജർക്ക് അഭിനവിനെ കണ്ട് യാതൊരു ഞെട്ടലും തോന്നിയില്ല. അഭിനവ് എങ്ങനെയായിരിക്കുമെന്ന് ബൽറാം അയാളോട് നേരത്തെ പറഞ്ഞിരുന്നു. വരൂ സാർ, നമുക്ക് അകത്തേക്ക് പോകാം, മാനേജർ പറഞ്ഞു. അയാൾ അഭിനവിനെയും കൊണ്ട് ഷോറൂമിന്റെ അകത്തേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം അഭിനവ് അവരുടെ ഒരു ഗാരേജിലെത്തി. അവിടെ നിരവധി കാറുകൾ നിരത്തിയിട്ടിരുന്നു. ബൽറാം പറഞ്ഞു വെച്ച കാറിന്റെ അടുത്തേക്ക് മാനേജർ അഭിയെ കൊണ്ടുപോയി. അത് വളരെ വില കൂടിയൊരു കാറായിരുന്നു. പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ അത് പഴയതാണെന്നേ തോന്നുകയുള്ളൂ. ബൽറാം മനഃപൂർവ്വം അത് അങ്ങനെ ചെയ്യിപ്പിച്ചതായിരുന്നു. സാധാരണക്കാരനായ അഭിനവ് പെട്ടെന്നൊരു ദിവസം ലക്ഷറി കാറുമായി നടക്കുന്നത് കണ്ടാൽ ആളുകളിൽ സംശയം ജനിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കുറഞ്ഞ ചെലവിൽ വാങ്ങിയ ഒരു കാറാണെന്ന് തോന്നുന്ന വിധത്തിൽ ആ കാറിനെ കസ്റ്റമൈസ് ചെയ്തത്. അഭിനവ് കൗതുകത്തോടെ ആ കാർ നോക്കി. അതിന്റെ അകത്തും പുറത്തും എല്ലാം അവൻ പരിശോധിച്ചു. അവന് ആ കാർ വളരെ നല്ലതായി തോന്നി. ഞാൻ പേപ്പറുകൾ ഉടനെ റെഡിയാക്കി തരാം സാർ, അതുവരെ കാർ നോക്കിക്കോളൂ, മാനേജർ അഭിനവിനോട് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് പോയി. അഭിനവ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇരിക്കുന്നതിന് മുൻപ് പിന്നിൽ നിന്നൊരു ശബ്ദം അവൻ കേട്ടു. ഹലോ. ആ ശബ്ദം ഒരു പെൺകുട്ടിയുടേതായിരുന്നു. റിസപ്ഷനിലെ പെൺകുട്ടികളിൽ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് അഭിനവ് കരുതിയത്. പക്ഷെ പിന്നിൽ അനന്യയുടെ കൂട്ടുകാരിയായ റോഷ്നിയെ കണ്ട് അവനൊന്ന് ഞെട്ടി. അഭിനവ് റോഷ്നിയെ വിക്രമിന്റെ പാർട്ടിയിൽ അനന്യയോടൊപ്പം കണ്ടിരുന്നു. ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവൾ തന്നെ ശ്രദ്ധിക്കുന്നതായി അഭിനവ് കണ്ടിരുന്നു. ഈ കാണുന്നതൊന്നുമല്ല യഥാർത്ഥ അഭിനവെന്ന് റോഷ്നിക്ക് അന്നു മുതലേ സംശയമുണ്ടായിരുന്നു. റോഷ്നി തന്നെ വിചിത്രമായ രീതിയിൽ നോക്കുന്നത് കണ്ടപ്പോൾ അഭിനവിന്റെ നെറ്റി ചൊളിഞ്ഞു. അത് കണ്ടതും റോഷ്നി അഭിനവിന്റെ അടുത്തേക്ക് വന്നു. നിങ്ങളെന്താ ഇവിടെ? ഇത് പ്രീമിയം കാറുകളുടെ ഷോറൂമല്ലേ? ഇവിടെ എന്ത് ചെയ്യാണ്? റോഷ്നി അത്ഭുതത്തോടെ ചോദിച്ചു. അത് കേട്ടതും അഭിനവ് ഒന്ന് പരിങ്ങി. എന്തായാലും മുന്നിൽ നിൽക്കുന്നവളോട് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ അവളിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. ഇനിയിപ്പോ എന്തു പറയുമെന്നതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചു. അയ്യോ, ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. അനന്യ എന്നോട് പറഞ്ഞത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഒരു പാവപ്പെട്ടവനാന്നാ. പക്ഷേ പാവപ്പെട്ടവര് വരുന്ന ഷോറൂം അല്ലല്ലോ ഇത്, അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ, റോഷ്നി പറഞ്ഞു. ആ അതെ, കൂട്ടുകാരി പറഞ്ഞത് ശരിയാ. ഇവിടെ ഞാൻ എന്റെ ബോസിന് വേണ്ടി ഒരു കാറ് നോക്കാൻ വന്നതാ. അല്ലാതെ നമുക്കൊക്കെ ഇവിടെ നിന്ന് ഒരു കാറ് വാങ്ങുന്നത് സ്വപ്നം കാണാൻ പറ്റുമോ? അവളുടെ മുന്നിൽ പരമാവധി നന്നായി അഭിനയിക്കാൻ അഭിനവ് ശ്രമിച്ചു. ഇത് കേട്ട് റോഷ്നി അവനെ കുറച്ചു നേരം നോക്കി. ഉറപ്പാണോ? അതോ നിങ്ങൾ എന്നോട് കള്ളം പറയാണോ? നെറ്റ് ചുളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ എന്തിന് കള്ളം പറയണം? അതിന്റെ ആവശ്യം എന്താ? പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് അഭിനവ് ചോദിച്ചു. എന്തിനാണെന്ന് എനിക്കാണോ അറിയുക? ഒരു കാര്യം ചെയ്യാം, ഞാൻ അനന്യെ വിളിക്കാം. നിങ്ങളെ ഇവിടെ വെച്ച് കാണുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷാവും, റോഷ്നി പറഞ്ഞു. വേണ്ട, അവളെ വിളിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് അവള് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? കുട്ടിക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിത്തരട്ടെ. എങ്ങനെയെങ്കിലും അവളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട് അഭിനവ് ചോദിച്ചു. ഇത് കേട്ടതും റോഷ്നിയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ കുടിക്കാനൊന്നും വേണ്ട, എനിക്ക് നല്ല ട്രീറ്റ് തന്നെ വേണം. എന്താ, കൊണ്ടുപോകാമോ? ഉത്തരം പറയുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണം. ഞാൻ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാണ്, അക്കാര്യം മറക്കണ്ട, റോഷ്നി പറഞ്ഞു. അഭിനവ് മറുപടി പറയുന്നതിന് മുൻപ് റോഷ്നി അവന്റെ പുതിയ കാറിന്റെ വാതിൽ തുറന്ന് പാസഞ്ചർ സീറ്റിലിരുന്നു. ആ സമയത്ത് മാനേജർ ഡോക്യുമെന്റുകളുമായി വന്നു. അഭിനവിന് ഡോക്യുമെന്റുകൾ നൽകി ആശംസകൾ അറിയിച്ചു. മാനേജരോട് നന്ദി പറഞ്ഞ അഭിനവും ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. റോഷ്നിയുടെ കുടുംബം സാമ്പത്തികപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബമാണെന്ന് അഭിനവ് കേട്ടിരുന്നു. പോരാത്തതിന് അനന്യയുടെ ഫ്രണ്ടും. ചെറിയ ഹോട്ടലിൽ കൊണ്ടുപോയാൽ അനന്യയ്ക്ക് അത് മോശമാണെന്ന് അഭി ചിന്തിച്ചു. അവളെ വിക്രമിന്റെ ഒരു VIP ഹോട്ടലിൽ കൊണ്ടുപോകാമെന്ന് അവൻ തീരുമാനിച്ചു. റോഷ്നി വഴിയിലുടനീളം അഭിനവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് കണ്ടതും അഭിനവിന്റെ മുഖം അസ്വസ്ഥമായി. ഈ പെണ്ണെന്താ ഒരുമാതിരി മനുഷ്യരെ കാണാത്തതുപോലെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി ചിരിച്ചു. അല്പസമയത്തിനകം അഭിനവിന്റെ കാർ വിക്രമിന്റെ ഓഫീസിന് താഴെ പാർക്ക് ചെയ്തു. പുറത്തിറങ്ങിയ ഉടനെ അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു. അത് വിക്രമിന്റെ കോളാണെന്ന് കണ്ടപ്പോൾ അഭിനവ് സന്തോഷത്തോടെ കോൾ എടുത്തു. ഹലോ ടൈഗർ, എല്ലാം ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് പുതിയ കാറൊക്കെ? വിക്രം ചോദിച്ചു. കാറൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഞാനിപ്പോ ഓഫീസിന് താഴെ വന്നിട്ടുണ്ട്. എനിക്ക് നല്ലൊരു റെസ്റ്റോറന്റ് കയറണം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക, അഭിനവ് പറഞ്ഞു. ആഹാ, എന്നാ കേറി വാ, ഞാൻ നിനക്ക് എന്റെ VIP കാർഡ് തരാം, വിക്രം പറഞ്ഞു. അഭിനവ് ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ റോഷ്നി തന്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്നത് അവൻ കണ്ടു. കഴിഞ്ഞോ ഫോൺ ചെയ്യലൊക്കെ? എന്നാ കഴിക്കാൻ പോവാം നമുക്ക്, അവൾ ചോദിച്ചു. സോറി, എനിക്കൊരു 10 മിനിറ്റ്, ഇവിടെ ഒരു അത്യാവശ്യ ജോലിയുണ്ട്, ഞാൻ അത് തീർത്തിട്ട് ഉടനെ വരാം, അഭിനവ് പറഞ്ഞു. റോഷ്നി അതിന് മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അഭിനവ് അവിടെ നിന്നു പോയി. റോഷ്നി അവൻ പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ഇത് വിക്രമിന്റെ ഓഫീസാണെന്ന് അവൾക്ക് നന്നായി അറിയായിരുന്നു. അഭിനവിനെ പോലെയുള്ള ഒരാൾക്ക് ഇവിടെ എന്താ ചെയ്യാനുള്ളത്?
ആരാണ് അവനെ മുകളിലേക്ക് വിളിച്ചത്? റോഷ്നി പിന്നെയും അഭിനവിനെ സംശയിക്കാൻ തുടങ്ങി. അഭിനവ് വിക്രമിന്റെ ക്യാബിനിൽ എത്തിച്ചേർന്നു. അഭിനവ് അകത്തേക്ക് വന്ന ഉടനെ വിക്രം തന്റെ കാർഡ് അവന്റെ നേരെ നീട്ടി. ഇതാ VIP കാർഡ്, ഫ്രണ്ടിനോടൊപ്പം ഹാപ്പി ആയിട്ട് ലഞ്ച് കഴിക്കൂ. വിക്രം സന്തോഷത്തോടെ പറഞ്ഞു. താങ്ക്സ് അങ്കിൾ. അഭിനവ് വിക്രമിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താഴെ റോഷ്നി കാത്തു നിൽക്കുന്നത് കൊണ്ട് അഭിനവ് കൂടുതൽ നേരം അവിടെ ചെലവഴിച്ചില്ല. വിക്രമിന്റെ ക്യാബിനിൽ നിന്ന് അവൻ വളരെ വേഗം പുറത്തു കടന്നു. എന്നാൽ ആദ്യം നിന്ന സ്ഥലത്ത് അവളെ കാണാനുണ്ടായിരുന്നില്ല. അവിടെ അടുത്ത് തന്നെയായിരുന്നു വിക്രമിന്റെ VIP റെസ്റ്റോറന്റ്. ചുറ്റും നോക്കിയപ്പോൾ റെസ്റ്റോറന്റിന് പുറത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ റോഷ്നി നിൽക്കുന്നത് അഭിനവ് കണ്ടു. അഭിനവ് വേഗം അവളുടെ അരികിലേക്ക് ചെന്നു. അഭിനവിനെ കണ്ടതും റോഷ്നി അവനെ സംശയത്തോടെ നോക്കി. എന്നാൽ അഭിനവ് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പോകാം, അഭിനവ് പെട്ടെന്ന് അവളോട് ചോദിച്ചു. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. വരൂ, അവൻ വിളിച്ചു. രണ്ടുപേരും ഹോട്ടലിനുള്ളിൽ കയറി ഗാർഡൻ വ്യൂ ഉള്ള ഒരു ടേബിൾ നോക്കിയിരുന്നു. അഭിനവ് ബോധപൂർവം റോഷ്നിയെ നോക്കിയില്ല. എന്നാൽ റോഷ്നിയുടെ കണ്ണുകൾ അഭിനവന്റെ മുഖത്ത് തന്നെയായിരുന്നു. പ്രോബ്ലം ഒന്നുമില്ലല്ലോ അല്ലേ അബി? എല്ലാം ഓക്കെ അല്ലേ? ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്, അഭിനവ് പറഞ്ഞു. റോഷ്നി തന്നെ അബി എന്ന് വിളിച്ചത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അബി എന്തിനാണ് ഇവിടുത്തെ ഓഫീസിൽ പോയത്? നീ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? റോഷ്നി അവനോട് ചോദിച്ചു. നമുക്കെന്തെങ്കിലും ഓർഡർ ചെയ്താലോ? എനിക്ക് വിശന്നിട്ട് വയ്യ. അഭിനവ് റോഷ്നി പറഞ്ഞത് കേൾക്കാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ റോഷ്നി അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നീ എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും അഭിനവ് ചെറുതായിട്ടൊന്ന് പരിഭ്രമിച്ചു. ഇല്ലെന്ന്, എന്നെ കണ്ടപ്പം മുതൽ ചോദിക്കുന്നതാണല്ലോ ഇത്. ഞാൻ എന്ത് മറച്ചു വെക്കാനാണ്? റോഷ്നി അതിന് മറുപടി കൊടുക്കാൻ പോകുമ്പോഴേക്കും വെയിറ്റർ അവരുടെ അരികിലേക്ക് വന്നു. അതോടെ പറയാൻ വന്നത് റോഷ്നി നിർത്തിവെച്ചു. അഭിനവും റോഷ്നിയും വെയിറ്റർക്ക് ഓർഡർ നൽകി. വെയിറ്റർ ഉടനെ തന്നെ അവിടുന്ന് പോയി. എന്നാൽ റോഷ്നി അഭിനവിനെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അവനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാനുള്ള വ്യഗ്രത അവൾക്കുള്ളിലുണ്ടായി. അഭിനവ് ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അവൾ വീണ്ടും ചോദിച്ചു. എനിക്ക് SR പ്രൈവറ്റ് ലിമിറ്റഡിൽ ഒരു ചെറിയ ജോലിയുണ്ട്, അഭിനവ് പറഞ്ഞു. അത് വിക്രം സാറിന്റെ കമ്പനിയല്ലേ? അവൾ ചോദിച്ചു. അഭിനവ് അതേ എന്ന് തലയാട്ടി. വീണ്ടും റോഷ്നി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആരോ ഒരാൾ പുറകിൽ വന്ന് അവളെ വിളിച്ചു. നമ്മളെ കൂടി ഒന്ന് മൈൻഡ് ചെയ്യ്. അത് കേട്ട് റോഷ്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ഫോർമൽ വസ്ത്രം ധരിച്ച സുന്ദരനായ ഒരു പയ്യൻ അവളുടെ അരികിൽ വന്ന് നിൽക്കുന്നത് കണ്ടു. അവന്റെ കണ്ണുകൾ റോഷ്നിയിൽ തന്നെയായിരുന്നു. കൊള്ളാം, നീ ആളൊരു കൊച്ചു സുന്ദരി തന്നെ. എനിക്കാണെങ്കിൽ ഈ സുന്ദരി പെങ്കൊച്ചുങ്ങൾ ഒരു വീക്ക്നെസ് ആണ്. അവർക്ക് എന്ത് വാങ്ങിക്കൊടുത്താലും എനിക്ക് മതിയാവില്ല. മോള് വാ, നിനക്ക് ചേട്ടൻ നല്ലൊരു ട്രീറ്റ് തരാം. ഇന്ന് അതിനുള്ള ഭാഗ്യം നിനക്കാണ്. ആ പയ്യൻ ഒരു വഷളം പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. അവന്റെ മുഖം കണ്ടാൽ തന്നെ അവൻ അത്ര നല്ലയാളല്ലെന്ന് മനസ്സിലായിരുന്നു. റോഷ്നിക്ക് അവന്റെ ഉദ്ദേശം മനസ്സിലായി. അഭിനവിനും അവൻ എന്ത് ഉദ്ദേശത്തോടെയാണോ അവിടെ വന്ന് നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി. റോഷ്നി അഭിനവിനെ നോക്കി. ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. ഞങ്ങളിപ്പോ ഒരു ഡേറ്റിങ്ങിലാണ്. തൽക്കാലം അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തോളാം. മോൻ ചെല്ല്, അഭി പറഞ്ഞു. അയ്യോ, ചേട്ടൻ ഡേറ്റിങ്ങിന് വന്നാണോ? കണ്ടപ്പോ ഇവളുടെ വല്ല ബോഡി ഗാർഡാണെന്ന് കരുതി. ഡേറ്റിങ്ങിലാണെന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്നോട് വളരെ സ്നേഹത്തോടെ പറയാ, ഇറങ്ങിപ്പോ. ഇത്രയും നല്ലൊരു പെൺകുട്ടിയുടെ കൂടെ ഡേറ്റ് ചെയ്യാൻ മാത്രം നീയൊന്നും ആയിട്ടില്ല. അതൊക്കെ എന്നെ പോലെ കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. ഇത് കേട്ട അഭിനവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഇപ്പൊ ഒന്നും കൊടുക്കണ്ട, അവൻ എത്രത്തോളം പോകുന്നു നോക്കാം, അഭിനവ് ചിന്തിച്ചു. അപ്പോൾ ആ പയ്യൻ റോഷ്നിയുടെ തൊട്ടരികിൽ വന്ന് നിന്നു. നീ വളരെ സുന്ദരിയാണ്, നല്ല കുടുംബത്തിലാണെന്ന് നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം. ബട്ട് ഇവനെ പോലുള്ളവരെ ഡേറ്റിങ്ങിന് ചൂസ് ചെയ്യരുത്. നോക്ക്, എന്നെ പോലെ സ്റ്റൈലായിട്ട് നടക്കുന്ന എത്രയോ പയ്യന്മാരുണ്ട് ഇവിടെ. ഇവൻ ഈ റെസ്റ്റോറന്റിൽ കയറിയത് തന്നെ ആരെങ്കിലും പറ്റിച്ചിട്ടാവും. നിനക്ക് വേണ്ട ഒരു ചെരുപ്പ് പോലും വാങ്ങിത്തരാനുള്ള കഴിവ് ഇവനൊന്നും ഉണ്ടാവില്ല. വലിയ കാര്യത്തിൽ അവൻ റോഷ്നി ഉപദേശിച്ചു. ഇത് കേട്ടതും അഭിനവ് അവനെ രൂക്ഷമായി നോക്കി. എന്നാൽ അഭിനവനെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ അവളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. നീ എന്റെ കൂടെ വാ, ട്രസ്റ്റ് മീ, ഞാൻ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. യു ഡോണ്ട് നീഡ് ടു ബി വിത്ത് സച്ച് എ ഡൗൺ മാർക്കറ്റ് ബോയ്സ്. കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഏതോ ഫ്രോഡിനുണ്ടായതാണ്. റോഷ്നിയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അഭിനവൻ ഇത്തവണ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ അച്ഛനെ പറ്റിയാണ് പറഞ്ഞതെന്ന് അവന് മനസ്സിലായി. ടേബിളിലിരുന്ന് ഒരു ഗ്ലാസ് ജാർ എടുത്ത് അബി ആ പയ്യന്റെ തലയിൽ ആഞ്ഞടിച്ചു. അവന്റെ തല പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. എന്നിട്ടും അഭിനവ് അവനെ വിട്ടില്ല. താഴെ വീണ അവനെ കോടറിൽ പിടിച്ചെഴുന്നേപ്പിച്ച് വായുവിൽ ഉയർത്തി നിർത്തി. അബി, താനിത് എന്താ ചെയ്യുന്നേ? വിടവനെ, റോഷ്നി ഉറക്കെ പറഞ്ഞു. ബഹളം കേട്ട എല്ലാവരും അവിടേക്ക് നോക്കി. എല്ലാവരും നോക്കുമ്പോൾ കാണുന്നത് അഭിനവ് ഒരു ചെറുപ്പക്കാരനുമായി തല്ലുണ്ടാക്കുന്നതാണ്. എടോ, ആ ചെറുക്കനങ്ങ് വിട്, താനെന്തിനാ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? ആളുകൾ അഭിനവിനെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയാൻ തുടങ്ങി. പക്ഷെ അഭിനവ് ആരുടെയും വാക്കുകൾ കാര്യമാക്കിയില്ല. അവന്റെ മനസ്സിൽ മുഴുവൻ
അവൻ തന്റെ അച്ഛനെ ഫ്രോഡെന്ന് വിളിച്ച കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അഭിനവ് ഉടനെ ആ പയ്യന്റെ കോളർ പിടിച്ച് വലിച്ച് അവന്റെ മൂക്കിൽ ശക്തമായി ഇടിച്ചു. എന്താടാ നീ പറഞ്ഞത്? എന്റെ അച്ഛൻ ഫ്രോഡാണെന്നോ? ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത്? ഇതാണോ നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചത്? പറയടാ, ഇതാണോ നിന്റെ കുലമഹിമ? അഭിനവ് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചുകൊണ്ട് വീണ്ടും അവനെ തല്ലാൻ തുടങ്ങി. ഇതുവരെ അഭിനവനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നവൻ പിന്നെ ഒരക്ഷരം പോലും പറഞ്ഞില്ല. അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. അവന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകി. അത് വസ്ത്രങ്ങളിൽ പടർന്നു. അഭിനവ് തന്റെ കലി തീരുന്നതുവരെ അവനെ തല്ലിക്കൊണ്ടിരുന്നു. അഭിനവന്റെ ഈ രൂപം കണ്ട് റോഷ്നി ഭയന്നുപോയി. അവൻ ഇത്തരം ദേഷ്യക്കാരനാണെന്ന് അവൾ കരുതിയില്ല. ആരെങ്കിലും അവനൊന്ന് പിടിച്ചു മാറ്റ്, ഇവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലേ? ഇവൻ ആ ചെറുക്കനെ കൊല്ലുമെന്നാ തോന്നുന്നത്. ജനക്കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ താൻ അവനെ അല്പം കൂടുതലായി തല്ലിയെന്ന് അഭിനവനും തോന്നി. അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം കൊണ്ട് കണ്ണു കാണാത്ത അവസ്ഥയായിരുന്നു തനിക്ക് ഇതുവരെയെന്ന് അപ്പോഴാണ് അബിക്ക് ബോധ്യം വന്നത്. അഭിനവ് തിരിഞ്ഞ് റോഷ്നിയെ നോക്കി. റോഷ്നി ആ ബഹളം കണ്ട് ഭയന്ന് അല്പം ദൂരെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അഭിനവ് അങ്ങോട്ട് നോക്കിയതും അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. തന്നെ കുറ്റപ്പെടുത്തുന്നവർക്കിടയിൽ നിന്ന് ചിരിയോടെ നിൽക്കുന്ന റോഷ്നിയെ കണ്ടപ്പോൾ അഭിനവിന് കുറച്ച് സമാധാനം തോന്നി. പെട്ടെന്ന് നിലത്ത് വീണ് കിടക്കായിരുന്ന ആ പയ്യൻ എഴുന്നേറ്റ് അഭിനവിന്റെ അരികിലേക്ക് ഓടി വന്നു. അബിയെ ഉപദ്രവിക്കാൻ വേണ്ടിയായിരുന്നു അവൻ വന്നത്. എന്നാൽ അഭിനവ് പെട്ടെന്ന് തിരിഞ്ഞ് അവന്റെ കഴുത്തിൽ പിടിച്ചു. ശേഷം അഭിനവ് ചുറ്റും നോക്കി. എല്ലാവരും അവിടെ നടക്കുന്ന അടിപിടി മൊബൈലിൽ പകർത്തുന്ന തിരക്കിലാണ്. ഇതെല്ലാം കണ്ടപ്പോൾ അഭിനവിന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. അപ്പോഴാണ് ഹോട്ടൽ മാനേജർ അങ്ങോട്ട് വന്നത്. എന്തൊക്കെ അവിടെ നടക്കുന്നത്? ഇതൊരു മാർക്കറ്റല്ല, 5 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടലിന്റെ അവസ്ഥ കണ്ട് മാനേജറുടെ മനസ്സ് കലങ്ങി. അഭിനവ് തന്റെ ഭാഗം വിശദീകരിക്കുന്നതിന് മുൻപ് അവൻ മർദ്ദിച്ചവശനാക്കിയ പയ്യൻ കരഞ്ഞുകൊണ്ട് മാനേജറുടെ അടുത്തെത്തി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇയാളാണ് എന്നെ ഉപദ്രവിച്ചത്. എന്റെ ദേഹത്ത് ഇയാളുടെ ഇടികൊള്ളാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ഇനി ബാക്കിയില്ല, അവൻ പറഞ്ഞു. മാനേജർ ആദ്യം ആ ചെറുപ്പക്കാരനെയും പിന്നീട് അഭിനവിനെ നോക്കി. ബാക്കിയുള്ളവരും അഭിനവിനെ നോക്കുകയായിരുന്നു. അഭിനവ് അപ്പോൾ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. എന്നാൽ മാനേജർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഞങ്ങളുടെ VIP കസ്റ്റമറുടെ മേൽ കൈവെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മാനേജർ അഭിനവിനോട് ചോദിച്ചു. വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങളെ. ഇവൻ അനാവശ്യമായിട്ട് ശല്യം ചെയ്തു. ഞാൻ മോശമായി അവനോട് ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവസാനം ഇവൻ എൻ്റെ അച്ഛന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ തിരിച്ചടിച്ചത്. എന്നാൽ മാനേജർ അഭിനവിനെ പിന്നീട് കൂടുതലൊന്നും പറയാൻ സമ്മതിച്ചില്ല. മതി, ഇത്രയും ചെറിയ കാര്യത്തിനാണോ നിങ്ങൾ ഇദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ മാപ്പ് പറ, അതാകും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്നോട് ഇനി സംസാരിക്കുന്നത് പോലീസായിരിക്കും. മാനേജർ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ മാപ്പ് പറയണം? കൊള്ളാലോ, ഇതിപ്പോ വാദി പ്രതിയായോ? അവനോട് കിട്ടിയതും കൊണ്ട് മര്യാദക്കിറങ്ങി പോവാൻ പറ. അഭിനവ് ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. യു ഇഡിയറ്റ്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. മാപ്പ് പറയാതെ നീ ഈ ഹോട്ടലിൽ നിന്ന് പുറത്തു പോവില്ല, അഭിനവ് അടിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞു. കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. ഇനിയെങ്കിലും ഇതിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമായി തീരുമെന്ന് റോഷ്നിക്ക് തോന്നി. സാർ, യഥാർത്ഥത്തിൽ തെറ്റ് അഭിനവിൻ്റെതല്ല, ഇയാളാണ് എല്ലാത്തിനും കാരണം. ഇവൻ എന്നെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചു, എന്നോട് മോശമായിട്ട് സംസാരിച്ചു. ഞാനും അഭിനവ് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. ഞങ്ങൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു. അപ്പോഴാണ് ഈ വൃത്തികെട്ടവൻ വളരെ മോശമായിട്ട് എന്നോട് പെരുമാറിയത്. റോഷ്നി അവിടെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും മാനേജരോടും ചുറ്റും കൂടെ നിൽക്കുന്നവരോടുമായി പറഞ്ഞു. മാനേജർ ആ പയ്യനെ ഗൗരവത്തോടെ നോക്കി. ഈ പെൺകുട്ടി തന്നെ കുറിച്ച് പറഞ്ഞൊക്കെ ശരിയാണോ? മാനേജർ ചോദിച്ചു. എന്നാൽ അതിനവന് മറുപടി പറഞ്ഞില്ല. മാനേജർ വീണ്ടും റോഷ്നിയെ നോക്കി. അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ? ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞങ്ങളോട് പറയല്ലേ വേണ്ടത്? എന്തായാലും മാഡം, ഇവരോട് മാപ്പ് പറയേണ്ടി വരും, മാനേജർ പറഞ്ഞു. എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അഭിനവ് മനസ്സിലാക്കി. ആ പയ്യൻ വളരെ വലിയ ഏതോ ബിസിനസ്മാന്റെ മകനാണ്. തന്റെ ഭാഗം നിന്നാൽ മാനേജർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. പണത്തിന്റെ ബലം കണ്ട് അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന മാനേജറെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന് അഭിനവിന് തോന്നി. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് വിക്രമിന്റെ കാർഡ് എടുത്ത് മാനേജർക്ക് നേരെ നീട്ടി. മാപ്പ് പറയണോ വേണ്ടയോന്ന് ഈ കാർഡ് തീരുമാനിക്കും, അഭിനവ് പറഞ്ഞു. മാനേജർ ആ കാർഡ് വാങ്ങി ശ്രദ്ധാപൂർവം നോക്കി. കാർഡിൽ എഴുതിയിരിക്കുന്ന പേര് വായിച്ചപ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി. അയാൾ കാർഡിലേക്കും പിന്നീട് അഭിനവിനെ നോക്കി. അത് വിക്രമിന്റെ VIP കാർഡാണ്. അഭിനവ് വിക്രമിന് വളരെ വേണ്ടപ്പെട്ടയാളാണെന്ന് അതോടെ മാനേജർക്ക് മനസ്സിലായി. അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി. വിക്രം സാർ ഇതിനെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തന്റെ ഇവിടുത്തെ ജോലി തെറിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്ന് അയാൾക്ക് തോന്നി. മാനേജർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അഭിനവ് കൂടുതലൊന്നും പറയാൻ നിന്നില്ല. ആ പയ്യനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയ ശേഷം അവൻ റോഷ്നിയും കൂട്ടി അവിടെ നിന്നിറങ്ങി. രണ്ടുപേരും കാറിൽ കയറിയിരുന്നു. പക്ഷെ പരസ്പരം സംസാരിച്ചില്ല. അവിടെ സംഭവിച്ചതെല്ലാം വെച്ച് റോഷ്നി തന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് അബി ഓർത്തു. അവൻ അവളെയും കൊണ്ട് കാറിൽ മുന്നോട്ട് കുതിച്ചു.
അഭിനവൻ അപ്പോൾ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഇത്തരം ഒരു അവസരത്തിൽ ഇനി മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചില്ല. അല്ലെങ്കിൽ തന്നെ അവൾക്ക് താൻ ആരാണെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. കൂടുതൽ നേരം ഒപ്പം ചെലവഴിച്ച് അവളുടെ സംശയം കൂട്ടാനുള്ള അവസരം ഒരുക്കണ്ട എന്ന് അബിക്ക് തോന്നി. മുൻപ് ചില ദിവസങ്ങളിൽ പണമില്ലാത്തതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൈനിറയെ പണം കിട്ടിയിട്ടും സമാധാനമായി ആഹാരം കഴിക്കാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് അഭിനവ് ഓർത്തു. സോറി അബി, ഞാൻ നിന്റെ മൂഡ് സ്പോയിൽ ചെയ്തല്ലേ. ഫുഡ് പോലും കഴിക്കാതെയല്ലേ നീ ഇറങ്ങിയത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റെവിടെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം. വെറുതെ നിന്റെ ഒരു ദിവസം കുളമാക്കണ്ട, അവൾ പറഞ്ഞു. തന്റെ മനസ്സിലുള്ളത് അവൾ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് അഭിനവൻ അത്ഭുതം തോന്നി. അതൊന്നും സാരമില്ല റോഷ്നി, നിനക്ക് തിരക്കല്ലെങ്കിൽ നമുക്ക് മറ്റെവിടെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഞാനല്ലേ, അത് നടക്കാതെ പോകണ്ട, അവൻ പറഞ്ഞു. അവൻ ആ കാറ് റോഷ്നി കാണിച്ചു കൊടുത്ത ഒരു സ്റ്റാർ ഹോട്ടലിന് മുന്നിൽ നിർത്തി. റോഷ്നി വേഗം ഇറങ്ങി ആ ഹോട്ടലിലേക്ക് നോക്കി. അഭിനവും ആ ഹോട്ടലിന്റെ നെയിം ബോർഡ് നോക്കി. പേര് വായിച്ചപ്പോൾ തന്നെ ആ ഹോട്ടൽ ഡേവിഡ് തരകന്റേതാണ് എന്നവന് മനസ്സിലായി. അവർ രണ്ടുപേരും അകത്തേക്ക് കടന്നു. മാഫിയ ലോകത്തെ ടൈഗറിന്റെ പേരിനൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്ന പേരാണ് ഡേവിഡ് തരകന്റേത്. ടൈഗറിന്റെ പക്കലുള്ള സമ്പത്തും ബിസിനസ്സും ഡേവിഡ് തരകന്റെ പക്കൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും ഊഹം. അയാളെ ഒന്ന് കാണണമെന്ന് അഭിനവും ആഗ്രഹിച്ചിരുന്നു. അവൻ റോഷ്നിയും കൊണ്ട് ഹോട്ടലിന്റെ കോർണറിലേക്കുള്ള ഒരു സീറ്റിലിരുന്നു. അപ്പോഴേക്കും ഒരു വെയിറ്റർ വന്ന് അവരുടെ ഓർഡർ എടുത്തു. അപ്പൊ നീ നിന്നെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു അല്ലേ അബി? തരകനെ കുറിച്ച് ചിന്തിക്കായിരുന്ന അഭിനവിനോട് റോഷ്നി ചോദിച്ചു. രണ്ടുപേരും ഓർഡർ ചെയ്ത വൈൻ കുടിക്കുകയായിരുന്നു. എന്നെക്കുറിച്ച് എന്തു പറയാൻ? അഭിനവ് ചോദിച്ചു. റോഷ്നിയുടെ മനസ്സിൽ തന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് സംശയമുണ്ടായത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായി. അന്ന് പാർട്ടിയിൽ വിക്രം അഭിനവിനെ പ്രത്യേകം പരിഗണന കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ എല്ലാവരിലും ഇതേ സംശയമുണ്ടായിരുന്നു. എന്നാൽ അവൻ ഡ്രൈവറുടെ മകനാണെന്ന് വിക്രം പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും വിശ്വസിച്ചു. പക്ഷെ റോഷ്നിക്ക് മാത്രം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിന്നെക്കുറിച്ച് പറയാൻ ഒന്നുമില്ലേ അബി? അതെന്റെ മുഖത്ത് നോക്കി പറയാവോ? റോഷ്നി അവനെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അഭിനവ് അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് പതറി. റോഷ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അഭിനവ് ചുറ്റും നോക്കി. അപ്പോഴാണ് അവന്റെ കണ്ണുകളിൽ ചില ആളുകൾ പതിഞ്ഞത്. അവർ അവരുടെ തൊട്ടടുത്തുള്ള സീറ്റിലിരുന്ന് വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അല്പം ഉറക്കെ സംസാരിക്കുന്നതുകൊണ്ട് അഭിനവനും റോഷ്നിക്കും അവര് പറയുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഡേവിഡ് തരകൻ ബോസ് ഇന്ന് എറണാകുളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ ഫേമസ് ആണ്, അവരിൽ ഒരാൾ പറഞ്ഞു. അതെ, ടൈഗർ വരുമെന്നൊക്കെ ചുമ്മാ MK ഗ്രൂപ്പുകാർ പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ശരിക്കും അങ്ങനെ ഒരാളില്ല. ഇപ്പൊ ഡേവിഡ് ബോസിന്റെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ. ഇത് കേട്ട ഉടനെ അഭിനവ് ഈ കാര്യം പറഞ്ഞ ആളെ നോക്കി. ടൈഗറിനെ കുറിച്ച് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലായി. പറയൂ അബി, നീ എന്നിൽ നിന്ന് എന്താണ് മറയ്ക്കുന്നത്? റോഷ്നി ചോദിച്ചു. എന്നാൽ അവള് പറഞ്ഞത് ശ്രദ്ധിക്കാതെ തൊട്ടരികിലിരിക്കുന്നവർ പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു അഭിനവ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ടൈഗർ എങ്ങും പോയിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്, അവൻ തിരിച്ചു വരും, അവരിൽ ഒരാൾ പറഞ്ഞു. അത് കേട്ട് മറ്റുള്ളവർ ചിരിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ജോണി, ഇങ്ങനെ വലിച്ചു വാരി കുടിക്കരുതെന്ന്. ഇപ്പൊ തന്നെ നോക്ക്, നീ തലയ്ക്ക് വെളിവില്ലാതെ എന്തൊക്കെയാ പറയുന്നത്? മറ്റൊരാൾ പറഞ്ഞു. ഡേവിഡിന്റെ ഹോട്ടലിൽ ഇരുന്നിട്ടാണ് ജോണി സംസാരിക്കുന്നത്. ടൈഗറിനെ ശത്രുവായി കാണുന്നയാളാണ് ഡേവിഡ്. ഡേവിഡിന്റെ ആളുകൾ ഇത് കേട്ടാൽ ജോണിയുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്ന് ആ കൂട്ടുകാരന് മനസ്സിലായി. അതാണ് അയാൾ അവനെ തടഞ്ഞത്. ഞാൻ തലയ്ക്ക് വെളിവില്ലാതെ പറയുന്നതാണെന്നാണോ നീയൊക്കെ കരുതിയത്? കൊള്ളാം, ഒരു വെളിവില്ലാതെ പറയുന്നത് നീയൊക്കെയാണ്. ടൈഗറിനെ ഡേവിഡ് തരകനുമായിട്ട് താരതമ്യം ചെയ്യാൻ വന്നേക്കുന്നു. പൊട്ടന്മാര് വിസ്കി നാടൻ മാറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്ന പോലെയുണ്ടത്. ഞാൻ പറയുന്നത് നീയൊക്കെ വേണമെങ്കിൽ എഴുതി വെച്ചോ. ടൈഗർ ജീവിച്ചിരിപ്പുണ്ട്. ആൻഡ് ഹി വിൽ റിട്ടേൺ സൂൺ, ജോണി പറഞ്ഞു. ജോണിയുടെ വാക്ക് കേട്ട് അഭിനവ് ഞെട്ടി. ജോണി അത് മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണോ അതോ അവന്റെ പക്കൽ ടൈഗർ ജീവിച്ചിരിപ്പുണ്ടെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അവൻ അറിയാൻ ആഗ്രഹിച്ചു. ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.